I'm start ayato. Session start. Okay. So let's start the class. Good evening, everyone. Njan Meren Johnson, School of Management, Cochin University of Science and Technology, School of Management Studies, Commercial PhD ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് സ്കോളറാണ്. സോ മാനേജ്മെന്റ് സിലബസിൽ നെറ്റ് UGC NET JRF എഴുതാൻ പോകുന്ന മാനേജ്മെന്റ് സിലബസിൽ എഴുതുന്ന കുട്ടികൾക്ക് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി മേജർ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇൻ മാനേജ്മെന്റ് ആണ്. അത് ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വളരെ ഒരു മെറ്റിക്കുലസ് ആയ രീതിയിൽ അതിന്റെ സിലബസിനെ പഠിച്ച് തീർക്കുക എന്നുള്ളത് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സിഗ്നിഫിക്കന്റ് ആയ ഒരു ഏരിയ കൂടി ആയതുകൊണ്ട് നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റാത്തതുമായ ഒരു സെഷനാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ടോപ്പിക്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ വെച്ചിരിക്കുന്നതും. എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഏരിയാസ്, ഓരോന്നിലും എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 2 hours പെട്ടെന്ന് ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ. സോ മേജർ ആയിട്ട് നമുക്ക് അക്കൗണ്ടിങ് സിലബസിനകത്ത് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അക്നോളജ്ഡ് ആയിട്ടുള്ള മറ്റു കൺട്രീസിൽ ഒരു യൂണിഫോമിറ്റിയിൽ അക്സെപ്റ്റഡ് ആയിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ മേജർ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് ഏരിയസ്, അതായത് മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പിന്നെ ഡൂപോണ്ട് അനാലിസിസ്, അതുപോലെ റേഷ്യോ അനാലിസിസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ആരുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ. അപ്പോ മേജർ ആയിട്ട് നമ്മൾ നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ നിന്നാണ്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഗിവ് യു ആൻ ഓവർവ്യൂ ഓഫ് അക്കൗണ്ടിങ്. വാട്ട് ഈസ് അക്കൗണ്ടിങ്? നമുക്കറിയാം, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസിനെ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ റെക്കോർഡ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിന് ക്ലാസിഫിക്കേഷൻസ് നടത്തി അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റെപ്രസെന്റ് ചെയ്തതിനു ശേഷം റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഏതൊരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതും ആ ഓർഗനൈസേഷന്റെ ഗതി നിർണ്ണയിക്കുന്നതുമായിട്ടുള്ള ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടൂൾസിൽ ഒന്നാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അതിനെ കൃത്യമായ രീതിയിലും മെറ്റിക്കുലസ് ആയ രീതിയിലും പ്രോംപ്റ്റ് ആയ രീതിയിലും അതിനെ റെക്കോർഡ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, അവസാനം ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്ന ലൈൻസ് എന്താണെന്നുള്ളത് പിടികിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രോഫിറ്റിനെയും ലോസിനെയും അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ അനലൈസ് ചെയ്തതിനു ശേഷം ഈ റിസൾട്ടുകളിൽ നിന്ന് എന്ത് മാറ്റം ഓർഗനൈസേഷനിൽ വരുത്തണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് പുതിയ പോളിസികൾ എടുക്കുന്നു. അതിന് സഹായിക്കുന്ന ഒരു ടൂളാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ഒത്തിരി പേര് ഡിഫറെന്റ് ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു വിങ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞാൽ മതി. ഇനി നമ്മൾ ഫസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ. പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു അക്കൗണ്ടിങ്. മേജർ ആയിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിനാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. ഏതൊരു കൺട്രിക്കും അതിനതിൻ്റെതായ ഭരണഘടനയുണ്ട്, അതിനകത്ത് സെക്ഷൻസ് ഷെഡ്യൂൾസും എഴുതിയിരിക്കുന്നത് പോലെ. അത് എന്തിനു വേണ്ടിയാണ്? ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദി ഗവൺമെന്റ് നടക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിനകത്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അല്ല റൂൾസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.
അത് പലതരത്തിലുണ്ട്. UK ഗ്യാപ്പ് ഉണ്ട്, USA ഗ്യാപ്പ് ഉണ്ട്, IFRS ഉണ്ട്. ഈ ഗ്യാപ്പ് അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റൻസിന് വേണ്ടി അക്സെപ്റ്റൻസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതില് പ്രീമിയം പൊസിഷൻ അക്വയർ ചെയ്യുന്നത് IFRS ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഇന്ത്യയില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ക്ലസ്റ്റേഴ്സ് അത് ഫോം ചെയ്യുമ്പോഴേക്കും IFRSലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് മാത്രമാണ് അതിനെ ഫോം ചെയ്യാറുള്ളത്. കാരണം IFRS is now being recognized as the global concept or global framework for recording the transactions in order to bring uniformity. ഒരു ഏതൊരു അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോഴും അതിനകത്തൊരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ ഓൺലി അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് നമുക്ക് സുഖമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ നടത്തിയതിനു ശേഷം റിസൾട്ടുകൾ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ കൺട്രിയിലുള്ള ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് പലതരത്തിലുള്ള റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ there will not be any kind of scope for comparison and interpretation of the results based on the industries that is there or the firms that is there in the same industry. അപ്പൊ അത്തരം കേസുകളും ആ എക്സ്ട്രീം കേസുകൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഇത്തരം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കമ്പയർ ചെയ്യുന്നതിനുള്ള ഒരു ആക്യുറസി കൊണ്ടുവരിക, ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുക, ഒബ്ജക്ടിവിറ്റി കൊണ്ടുവരിക. ഇതെല്ലാം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ ഇമ്പോർട്ടൻസിനകത്ത് വരുന്ന പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെയാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ മേജർ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പറയും കൺവെൻഷൻസ് എന്നും പറയും. ഓക്കെ, കൺസെപ്റ്റ്സ് എന്നുള്ള ഒരു ഏരിയ ആണ്, കൺവെൻഷൻസ് എന്ന് പറയുന്നത് അടുത്തൊരു ഏരിയ ആണ്. ഈ കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു 7 to 8 കൺസെപ്റ്റ്സിനാണ് നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അത് ഒന്നും അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആണ് ഈ പറയുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടാത്ത നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഓക്കെ, ഇനി അക്കൗണ്ടിങ് കൺസെപ്റ്റ്സില് ഒരു മിനിറ്റ് ഷെയർ ചെയ്തോ. യെസ്, സോ ഫസ്റ്റ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ബിസിനസ്സും ബിസിനസ് ഓർഗനൈസേഷനും രണ്ട് ഡിഫറെന്റ് എന്റിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആൻഡ് ബിസിനസ് ട്രാൻസാക്ഷൻസിന് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലേക്ക് പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ആള് എമൗണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ആ ബിസിനസിനെ നമ്മൾ ആ വരുന്ന ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ ഒരു ലൈബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. കാരണം ഓർഗനൈസേഷൻ ഈസ് ഹാവിംഗ് ദി ഒബ്ലിഗേഷൻ ടു പേ ബാക്ക് റിട്ടേൺ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ദെയർ. അപ്പൊ അതുകൊണ്ട് ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നതും രണ്ടാണ്. പേഴ്സണൽ ട്രാൻസാക്ഷൻസിന് എപ്പോഴും പേഴ്സണൽ ആയിട്ടും ബിസിനസ് ട്രാൻസാക്ഷൻസ് എപ്പോഴും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി പെക്യൂനറി കൺസെപ്റ്റ് ആയിട്ടുമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. Okay, so drawings is always treated as a personal account or a kind of a transaction related to that particular personal. Okay, അപ്പൊ അതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും നമ്മൾ റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് പെക്യൂനറി ടേംസ് അല്ലെങ്കിൽ മോണിറ്ററി ടേംസ് ഓർ ന്യൂമറിക്കൽ വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാവുന്ന കൺസെപ്റ്റുകളായിരിക്കണം. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നത്. നമ്മൾ ഇത്ര കിലോ സാധനം മേടിച്ചു, അല്ലെങ്കിൽ ഇത്ര ഏക്കർ ഭൂമി ആ ഓർഗനൈസേഷൻ ലാൻഡ് എന്ന് പറയുന്ന സെക്ഷനിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത്ര എമൗണ്ട് ഓഫ് ഒരു ലിറ്ററോ അല്ലെങ്കിൽ കിലോ കണക്കിലോ ഒന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. നമ്മളതിനെ മണി കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. So 300 kilogram of raw material, 3 trucks, 20,000 square feet of land. ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. We can only say in monetary terms or money value. That is 7 lakh of trucks, 20 lakh of land, etc. അടുത്തത് ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോഴേക്കും അതിനെ നമ്മൾ ഊഹിക്കുന്നത് തന്നെ വിച്ച് വിൽ ബി ഗോയിങ് ഓൺ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നുള്ള അസംഷനിലാണ് തുടങ്ങുന്നത്. ഒരിക്കലും പെട്ടെന്ന് ഡിസോൾവിംഗ് അവസ്ഥ ഉണ്ടാവും എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഫോർ മെൻ മേ കം, ഫോർ മെൻ മേ ഗോ, ബട്ട് ദ കമ്പനി ഗോ ഓൺ ഫോർ എവർ. അതാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൈൻ ഓഫ് ടോക്കിംഗ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് സ്പാൻ ഓഫ് ടൈമിലേക്ക് പോകുന്നു എന്നൊരു അസംഷൻ ഉള്ളത് കൊണ്ട് തന്നെ we will be purchasing the assets and we will be charging the depreciation amount related to the assets for a different period of time on the basis of particular standard. Okay, അതുകൊണ്ടാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് കൂടിയാണത്. അൺലിമിറ്റഡ് ഡ്യൂറേഷൻ ആണ് ബിസിനസ്സിൽ ഉണ്ടെന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് മീൻസ് എവറി ട്രാൻസാക്ഷൻ വിൽ ബി ഹാവിംഗ് ടു സൈഡ്സ്, ഗിവിംഗ് ആസ്പെക്ട് ആൻഡ് ഓൾസോ എ റിസീവിംഗ് ആസ്പെക്ട്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും പറഞ്ഞ് രണ്ട് ആസ്പെക്റ്റുകൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. ഇത് തമ്മിൽ യോജിക്കുന്ന സമയത്ത് മാത്രമേ ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആയിട്ട് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോയെങ്കിൽ അവസാനം
ഓർഗനൈസേഷന്റെ അസറ്റ് ലയബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയി ബാലൻസ് ഷീറ്റ് ഉള്ളത് കറക്റ്റ് പൊസിഷനിലേക്ക് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലയബിൾ ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ ഉദ്ദേശം. നെക്സ്റ്റ് ഈസ് അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ് മീൻസ് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എത്ര ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിനൊരു വിജയമാണോ തോൽവിയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത് ആ ഓർഗനൈസേഷന്റെ ഒരു എൻഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മൊത്തമായിട്ടുള്ള പീരീഡിനെ നമുക്ക് അവസാനം പോയി അളക്കാനോ ഇവാലുവേറ്റ് ചെയ്യാനോ പറ്റില്ല. ശരിയല്ലേ? കാരണം എന്താണ്, ആ സമയത്ത് നമ്മളത് കാരണം ഓർഗനൈസേഷൻ പോകുന്നത് പ്രോഫിറ്റിലാണോ ലോസിലാണോ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു അവസ്ഥ ആ ഒരു പ്രശ്നം മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ദ ഹോൾ ലെങ്ത് ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ ദി ഹോൾ years of the organization or life of the organization they divided into different small periods. ഈക്വൽ ആയിട്ടുള്ള ടൈം പീരീഡിലേക്ക് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ ഈക്വൽ പീരീഡിന്റെയും ഓരോരോ അക്കൗണ്ടിനെ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് വിളിക്കും. എന്നിട്ട് ഇതിന്റെ ഓരോന്നിനെയും നമ്മളെടുത്ത് അതിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ രീതി അനുസരിച്ചിട്ട് ഇറ്റ് വിൽ ബി ഫ്രം 1st April to 31st March. ഓക്കെ, എന്നിട്ട് ഈ ഒരു പീരീഡിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്ത് പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നത്. സൗണ്ട് വരുന്നുണ്ട്, ആരുടെയൊക്കെ സൗണ്ട് വരുന്നുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് okay, so these are the next type of concepts we are going to deal. അടുത്തത് റിയലൈസേഷൻ കൺസെപ്റ്റ്. റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് റെക്കഗ്നൈസ്ഡ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ദീസ് കൈൻഡ് ഓഫ് അവർ ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ഈസ് ബീങ് ട്രാൻസ്ഫർഡ് ഫ്രം ദ സെല്ലർ ടു ദി ബയർ അറ്റ് ദാറ്റ് പോയിന്റ് ഉള്ളി വി ക്യാൻ റെക്കോർഡ് ഇറ്റ് ആസ് ദി പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതും കൃത്യമായ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ പെർഫോമൻസ് വളരെ കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനും ട്രൂ ആയിട്ടുള്ള റിഫ്ലക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ വെച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് വിൽ ബി റെക്കഗ്നൈസ്ഡ് only when it is being earned, or we can say that it is at the point where the possession or title of the goods get transferred from the seller to the buyer. Okay, അല്ലാതെ നമുക്കൊരു അഡ്വാൻസ് പേയ്മെന്റ് കിട്ടിയത് കൊണ്ടോ എന്തെങ്കിലും അതിന്റെ ഫീ നമ്മൾ റിസീവ് ചെയ്തെന്ന് പറഞ്ഞോ ആ ട്രാൻസാക്ഷൻ പൂർണ്ണമായെന്നോ പ്രോഫിറ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതാണ് റിയലൈസ്. ഒരു തരത്തിലുള്ള മാനിപ്പുലേഷനും ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും റെപ്പറ്റീഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും കറക്റ്റ് ആയിട്ട് റവന്യൂ ഏണിംഗ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാറുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് മീൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് ഓൾ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം തന്നെ വാട്ട് വാസ് ദി കോസ്റ്റ് ഓഫ് ദി പർട്ടിക്കുലർ ഗുഡ് വെൻ വി ബൈ ഇറ്റ്. നമ്മൾ എപ്പോഴാണോ അതിനെ മേടിച്ചത് ആ സമയത്തുള്ള ആ ഒരു വില വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളുണ്ട്, പക്ഷെ അത് വെച്ചിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരുന്നോ അതാണ് നമ്മൾ ഓർഗനൈസേഷന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ പറയാലോ ഇൻവെന്ററി പോലെ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാ പറയുന്നത്, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കോസ്റ്റ് കൺസെപ്റ്റ് മീൻസ് we will be recording the book of accounts in the book of accounts the transactions in cost price. Okay, then the next one is matching concept. Matching concept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ റവന്യൂ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് കിട്ടിയതിനു ശേഷം നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം റെക്കോർഡ് ചെയ്യുമ്പോൾ അതുമായിട്ട് ഈ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻസ് കാണും. ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ മാച്ചിങ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ അതിലേക്ക് അലൈൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ്. അല്ലാതെ റവന്യൂ ഇത്ര കിട്ടി, റവന്യൂ കിട്ടണമെങ്കിൽ ഇത്ര എമൗണ്ട് നമുക്ക് അവിടെ കോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാലോ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, മൊത്തം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ കോസ്റ്റ് എലമെന്റിന് കൃത്യമായി P&L പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൺസിഡർ ചെയ്തിരിക്കണം എന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. നമ്മൾ റോ മെറ്റീരിയൽ മേടിക്കും, ലേബറേഴ്സ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയും മറ്റു ഓവർ ഹെഡ്സ് നമുക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടാവും, മറ്റേതെങ്കിലും എക്സ്പ്ലിസിറ്റ് കോസ്റ്റുകൾ വരും. ഇതെല്ലാം കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, ആ കോസ്റ്റുകളെല്ലാം കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. അപ്പൊ പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ റവന്യൂവിന്റെ കൂടെ കൃത്യമായിട്ട് അതിന്റെ എക്സ്പെൻസിനെയും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് മാച്ചിങ് കൺസെപ്റ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് അക്രൂവൽ കൺസെപ്റ്റ്.
Accrual concept എന്ന് പറഞ്ഞാൽ the statements will be showing the transaction at the point when it really occur, not at the time when the cash changes the hands. എപ്പോഴാണോ ഒരു ഓർഗനൈസേഷനിൽ ട്രാൻസാക്ഷൻ നടന്നത് ആ സമയത്താണ് അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ ക്യാഷ് ചേഞ്ച് നമ്മുടെ കയ്യിൽ എത്തുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി എക്സ്പെൻസസ് ഒക്കെ ഓവർ റെക്കോർഡ് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായ കാര്യങ്ങൾ ഓർഗനൈസേഷന്റെ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള പൊസിഷൻ ആണോ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അക്രൂവൽ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തെ 8 കൺസെപ്റ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അതിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ പഠിച്ചു പോവുക. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? അപ്പൊ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് ഒട്ടും ഒഴിച്ചു നിർത്തി മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാം, ചെയ്തില്ല എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് ഈ എന്താ പറയണ ഈ മറ്റു തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാത്ത അവസ്ഥ വരുമ്പോഴുള്ള ചില എന്താ പറയണ ഒരു അത്ര വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ഈവൻ പീനൽ ആക്ഷൻസിലേക്കൊന്നും പോകത്തില്ല. പക്ഷേ അക്കൗണ്ടിങ് കൺവെൻഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ് ഫോർ ദി ഓർഗനൈസേഷൻ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലീഗലി ബൈൻഡിങ്. അതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളതിന്റെ ആ കൺസിസ്റ്റൻസി, എമൗണ്ട്, ഒബ്ജക്ടിവിറ്റി, ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ കമ്പയറബിലിറ്റി ഒക്കെ കുറച്ചുകൂടി ഒന്ന് ഉദ്ദീപിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പറയില്ല, കുറച്ചുകൂടി ഒന്ന് അതിനെ ഒന്ന് സ്ട്രെസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫോളോ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല അക്കൗണ്ടിങ് കൺവെൻഷൻ. അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത്. പക്ഷേ ഫോളോ ചെയ്താൽ ഓർഗനൈസേഷൻ അത് വളരെയധികം ഗുണകരമായിരിക്കും. അത്തരം റൂൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ് കൺവെൻഷൻസ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന്, ഫസ്റ്റ് ഇസ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ ഓരോ അക്കൗണ്ടിങ് പീരീഡിൽ നിന്ന് അടുത്ത അക്കൗണ്ട്, ഇപ്പം 2013-14 അല്ലെങ്കിൽ 14-15 അങ്ങനെ ഓരോ അക്കൗണ്ടിങ് പീരീഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൃത്യം ഓരോ വർഷവും ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഒരുപോലെ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇൻവെന്ററി വാല്യുവേഷൻ നടത്തിയ ഒരു മെത്തേഡ് ഉപയോഗിച്ചു, അടുത്ത വർഷം വേറൊരു മെത്തേഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്ത ആദ്യത്തെ ഒരു വർഷത്തിലെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിരുന്നു, പിന്നീട് റിട്ടേൺ ഡൗണിലേക്ക് മാറ്റി. ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള കമ്പയറബിലിറ്റി എന്ന് പറയുന്നത് കുറയുക ചെയ്യണം. കാരണം എന്നാ, ഒന്നിലൊന്ന് ഉപയോഗിച്ചു, ഒന്നിൽ വേറൊന്ന് ഉപയോഗിച്ചു, അപ്പൊ അതിന്റെ ഫിഗേഴ്സും തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അത്തരം കേസുകൾ ഒഴിവാക്കണം. ഓർഗനൈസേഷന് കൃത്യമായ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്ന് വേണം അതിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. മറ്റ് ഫേമുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുന്നതിന് അത് എളുപ്പമായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൺസിസ്റ്റൻസി പറയുന്നത്, ഇഫ് യു ആർ ഫോളോയിങ് എ സെറ്റ് ഓഫ് റൂൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ മെത്തേഡ്സ്, we have to follow it for the upcoming accounting periods also. അതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇതിൽ 3 തരത്തിലുള്ള കൺസിസ്റ്റൻസി ഉണ്ട്. വേർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, തേർഡ് ഡയമെൻഷനിൽ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദെൻ അടുത്തത് കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പ്രൂഡന്റ് പ്രിൻസിപ്പിൾ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ എന്നും വിളിക്കാറുണ്ട്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഇൻകത്തിന് നമ്മൾ എന്താ ആന്റിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് വരാൻ സാധ്യതയുള്ള എക്സ്പെൻസസിനെ മുന്നിൽ കണ്ടുകൊണ്ടും ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടും കോഷ്യസ് ആയിട്ടും വേണം മുന്നോട്ട് നീങ്ങാൻ എന്നാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം പറയുന്നത്. ഓക്കെ, അതായത് എന്ത് വേർസ്റ്റ് പോസിബിൾ ആയ സിനാരിയോസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായാലും, അൺപ്രീസിഡന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിജൻസീസ് ഉണ്ടായാലും, അൺഫോർസീൻ ആയിട്ട് വരുന്ന ചില ഷോക്കുകൾ ഉണ്ടായാലും അതിനൊക്കെ പിടിച്ചു നിർത്താനായിട്ടുള്ള കഴിവ് നമ്മുടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കേപ്പബിലിറ്റി ബിൽഡപ്പ് ചെയ്ത് വേണം ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ. ഈവൻ ഇൻകം അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോണ പ്രോഫിറ്റിനെ ആന്റിസിപ്പേറ്റ് ചെയ്താലും കുഴപ്പമില്ല, ലോസുകളെ ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പാടില്ല. വി ഷുഡ് ബി കോഷ്യസ് അബൌട്ട് ഇറ്റ്. അതാണ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ദെൻ അടുത്തത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ ബാധിക്കാൻ ബാധിക്കാൻ ഒരു തരത്തിലും സാധ്യത ഇല്ലാത്ത ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ചില ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ചില ഇവന്റുകൾ നമുക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. പക്ഷെ അല്ലാതെ നമ്മൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരേണ്ടതും നമ്മൾ റിവീൽ ചെയ്യേണ്ടതുമായിട്ടുള്ള ബാക്കി സിഗ്നിഫിക്കന്റ് ആയ എല്ലാ ഫാക്റ്റുകളെയും കൃത്യമായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം, അതിനെ കൃത്യമായ രീതിയിൽ ഡെബിറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന കൺവെൻഷനാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ അത്ര ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടെന്ന് വെക്കാം, പക്ഷെ അല്ലാത്ത കൺസെപ്റ്റുകളെ ഉറപ്പായിട്ടും അതിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കണം. ഈവൻ അതിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൃത്യമായി ഡിസമിനേറ്റ് ചെയ്തിരിക്കണം. അതാണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ദെൻ അടുത്തത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫാക്റ്റുകളെയും ഫുൾ ആയിട്ടും ഫെയർ ആയിട്ടും ആഡിക്വേറ്റ് ആയിട്ടും
റിവീൽ ചെയ്യണം എന്ന് പറയുന്ന കൺവെൻഷൻ ആണ് ഫുൾ ഡിസ്ക്ലോഷർ. സോ ദാറ്റ് മീൻസ് വി ആർ നോട്ട് ഹാവിംഗ് ദാറ്റ് നമുക്ക് അതിനുള്ള അധികാരമില്ല. ഓക്കെ, വി ആർ നോട്ട് ഹാവിംഗ് ദാറ്റ് അതോറിറ്റി ടു കൺസീൽ സംതിങ് ഫ്രം ദി പബ്ലിക്. മനസ്സിലായി? നമുക്കൊന്നും അങ്ങനെ കൺസീൽ ചെയ്ത് വെക്കാൻ പാടില്ല. വിൻഡോ ഡ്രസ്സിംഗ് പോലെയുള്ള മാനിപ്പുലേഷനോ ഫ്രോഡലന്റ് ആക്ടിവിറ്റീസോ ഓർഗനൈസേഷന് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഫുൾ ഡിസ്ക്ലോഷർ കൺവെൻഷൻ കൊണ്ട് പറയുന്നത്. ഇനി ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും, അത് ഓരോ ഇൻഫർമേഷനും ഡീറ്റെയിൽ ആയിട്ട് ഡെപിക്ട് ചെയ്യപ്പെട്ടതായിരിക്കണം. ഈ 3 വേർഡ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്: ഫുള്ള്, ഫെയർ, അഡിക്വേറ്റ്. ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നെറ്റ് എക്സാമിനേഷനിൽ വേണമെങ്കിൽ ചോദ്യം വന്നിരിക്കാം. ഓക്കെ, അപ്പൊ ഫുൾ എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് ഇൻഫർമേഷന്റെ. അതുപോലെ ഫെയർ എന്ന് പറയുമ്പോഴേക്കും ഡിഫറെന്റ് ആയിട്ടുള്ള യൂസേഴ്സിലേക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക ഈ ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യും. അതായത് നമുക്കറിയാലോ, ഓർഗനൈസേഷനിൽ 2 തരത്തിലുള്ള യൂസേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഈ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാവും, പിന്നൊന്ന് ഇന്റേണൽ യൂസേഴ്സ് ഉണ്ടാവും. ഇന്റേണൽ യൂസേഴ്സിനകത്താണ് ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ് എല്ലാവരും വരുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ യൂസേഴ്സിനകത്താണ് ഇൻവെസ്റ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ജനറൽ പബ്ലിക്, ഗവൺമെന്റ്, അതുപോലെ റിസർച്ചേഴ്സ് ആയിട്ടുള്ളവര്, പിന്നെ ഗവൺമെന്റ് അതോറിറ്റീസ്, ഇങ്ങനെ സപ്ലയേഴ്സ് ആയിട്ടുള്ളവര്, ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ളവർ, ഇവരെല്ലാവരും ഓർഗനൈസേഷനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ബിസിനസ് എൻവയോൺമെന്റ് തന്നെയാണ്. ഓക്കെ, നമുക്കറിയാലോ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യുന്ന ഏതൊരു എക്സ്റ്റേണൽ ഫാക്ടർ നമുക്ക് അതിന്റെ ബിസിനസ് എൻവയോൺമെന്റ് ഫാക്ടർ ആയിട്ട് പറയാം. അപ്പോ ഈ ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് അവർ സീക്ക് ചെയ്യുന്നത്. ഇവരെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റണമെന്നാണ് ഈ പറയുന്ന ഫെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് അഡിക്വസി? അഡിക്വസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ സഫീഷ്യന്റ് ആയിരിക്കണം. ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം പറയാൻ പാടില്ല. വളരെ സഫീഷ്യന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം കൊടുക്കുന്നത്. അവർക്ക് അതുകൊണ്ട് ഒരു ചോയ്സ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഫോംഡ് ആയ ചോയ്സ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റണം. ഇതാണ് ദീസ് ആർ ദി 4 മേജർ ഡിഫറെന്റ് കൺവെൻഷൻസ്. ഓക്കെ, നൗ നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഓർഗനൈസേഷനിൽ നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെ? മണി മെഷർമെന്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഊഹിക്കാവുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഓരോ ഓർഗനൈസേഷനിൽ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് കുറച്ചുകൂടി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി, നമ്മൾ പറയില്ല, ഈവൻ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നൊക്കെ നമ്മൾ പറയണത്, അല്ലെങ്കിൽ ഇഴകീറി പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ട്രാൻസാക്ഷനും ഓർഗനൈസേഷനിൽ നടക്കുമ്പോൾ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായ ഒരു റൂൾ സെറ്റ് ഇന്ന് നമ്മുടെ ഈ ഒരു ഇക്കണോമിക് വേൾഡിലുണ്ട്. ഓക്കെ, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇന്ന് എക്സിസ്റ്റിംഗ് ആണ്. ഓരോ കൺട്രീസിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് അവർ ഓരോ പ്രാവശ്യം ഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പോലുള്ള പ്രൊഫഷണൽ ഏജൻസീസ് ചേർന്നിട്ട് ഈ പറയുന്ന ഓരോ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇന്ത്യ AS എന്ന് പറയുന്നത്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അത് ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുമ്പോൾ IFRSലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള ഞാൻ അതിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അല്ലെ? അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ ട്രീറ്റ്മെന്റ്സ് ഇൻ ദി വേൾഡ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് പ്രാക്ടീസസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സും പോസ്റ്റ്ലേസും ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ അസറ്റിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, ഓരോ ലയബിലിറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇൻകം എങ്ങനെ കാണിക്കണം, ഒരു കൈൻഡ് ഓഫ് എക്സ്പെൻസ് എങ്ങനെ കാണിക്കണം, റവന്യൂ എങ്ങനെ കാണിക്കണം, അത് ഓരോരുത്തരിലേക്ക് ഡിസമിനേറ്റ് ചെയ്യുമ്പോഴേക്കും എങ്ങനെ ഇൻഫർമേഷൻസ് കൊടുക്കണം, ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടും എഴുതിയിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്, ബട്ട് ഹിയർ വി ആർ ബിക്കമിങ് മോർ സ്പെസിഫിക്. ഓക്കെ, ഇനി എന്തൊക്കെയാ, ആരിലേക്കാണ് ഇതിന്റെ പർപ്പസ്? ഒത്തിരി ഗുണങ്ങളുണ്ട്. കമ്പാരബിലിറ്റി എൻഷുർ ചെയ്യാം, പല കൺട്രീസ് തമ്മിലുള്ള ഹാർമണൈസേഷൻ ഒത്തിരി റൂൾസ് ഉണ്ടാവും, പിന്നെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് തന്നെ ഒരു യൂണിഫോമിറ്റി വരും, ഓഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു, എല്ലാ യൂസേഴ്സിലേക്കും നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രോഡുകളും മാനിപ്പുലേഷൻസും കുറയും. നമുക്കറിയാലോ, ഫ്രോഡ് മാനിപ്പുലേഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് ശാഖയുണ്ട്, ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് കുറച്ച് റിലയബിലിറ്റി കൂടും. കാരണം എന്നാ, കൃത്യമായ റൂൾസ് റെഗുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറെ ഗുണങ്ങളാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനുള്ളത്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഇത് പലതരത്തിൽ നമുക്ക് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഇൻ കൺസൾട്ടേഷൻ വിത്ത് കോർപ്പറേറ്റ്സ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അങ്ങനെ ഒത്തിരി അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോണില്ല എന്താ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഉണ്ടാക്കുമ്പോൾ, ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതിന് മേജർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന 4 ഹെഡുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്: റെക്കഗ്നിഷൻ, മെഷർമെന്റ്,
പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഓക്കെ, റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഓരോ ട്രാൻസാക്ഷനും ഏത് നേച്ചറിലുള്ളതെന്ന് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, അതാണ് റെക്കഗ്നിഷൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഓരോന്നിനെയും ഏതൊക്കെ തരത്തിലാണ് അതിനെ മെഷർ ചെയ്യേണ്ടത്, അത് മെഷർമെന്റിലേക്ക് പോകും. ഇപ്പൊ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ പറയുന്നത് 2 മെത്തേഡുകളുണ്ടെന്ന് പറയുന്നു അല്ല, അതുപോലെ ഇനി ഇതിനെ ഓരോന്നിനെയും ഓരോ യൂസേഴ്സിനും മീനിങ് ഫുൾ ആയ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞല്ലോ, ഓരോ യൂസേഴ്സിനും വേണ്ടത് ഓരോ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓണേഴ്സിനാണെങ്കിൽ അവരുടെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചും ഏർണിംഗ്സ് പെർ ഷെയറിനെ കുറിച്ചും ആയിരിക്കും അറിയേണ്ടത് അല്ലെ. എംപ്ലോയീസ് ആണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി നോക്കും, കാരണം എന്നാ കൂടുതൽ ശമ്പളം കിട്ടുമല്ലോ എന്നുള്ളത് അറിയണം, കാരണം അതിന്റെ ബേസിൽ ഇവർക്ക് പേ ഉണ്ടാവും. ഓക്കെ, അതുപോലെ മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ അവർ മെൻഷർ ചെയ്യുന്നു, പോളിസീസ് കൃത്യമായിട്ട് അവര് ഇംപ്ലിമെന്റ് ചെയ്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് മെൻഷർ ചെയ്യും. ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോന്നാണ്. ഗവൺമെന്റിനാണെങ്കിൽ ടാക്സ് പോലെയുള്ള ഗവൺമെന്റ് റെഗുലേഷൻസിനോട് കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കും. ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു അല്ല, ഇതിനൊക്കെ വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് ആളുകൾ എത്തി നോക്കുന്നത്. അതൊക്കെയാണ് അവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോ പ്രസന്റേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് ഓരോ യൂസേഴ്സിലേക്കും പോകുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യാനാണ് പ്രസന്റേഷനുമായിട്ട് റിലേറ്റഡ് ചെയ്ത റൂൾസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇൻഫോംഡ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലവന്റ് ആയ മാറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ടോ ഇല്ലയോ, ഈ 4 ഹെഡുകളുടെ കീഴിലാണ്. ഇപ്പൊ നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് IFRS, അതാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ AS 1 വരുന്നത്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ഗ്ലോബലി നമ്മൾ നോക്കിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതുപോലെ ഇൻവെന്ററീസ്. ഇതിന് ഓരോന്നിനും അക്കൗണ്ടിങ്, ഈ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ എടുക്കുമ്പോൾ ഈ 4 ഹെഡുകളിലാണ് കാര്യങ്ങൾ കൃത്യമായി എഴുതി പോയിരിക്കുന്നത്. റെക്കഗ്നിഷൻ എങ്ങനെ നടത്തണം, മെഷർമെന്റ് എങ്ങനെ നടത്തണം, എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നൗ ഇനി അടുത്തത്, ഇതൊക്കെ ജനറൽ ഇൻഫർമേഷൻ ആണ്, നിങ്ങൾ നോക്കി പോയാൽ മതി. ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ആയി നിൽക്കുന്ന പ്രീമിയം അക്കൗണ്ടിങ് റിലേറ്റഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് IFRS ആണ്. അതോറിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് IFRS ആണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ IND-AS ആണ്. ഇന്ത്യ ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയാലും IFRSലേക്ക് കൺവേർട്ട് ചെയ്ത് മാത്രമേ അതിനെ ഉണ്ടാക്കാറുള്ളൂ. ഓക്കെ, ടൈമിലി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നല്ല ഡിസിഷൻ എടുക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും ഈവൻ കമ്പാരബിലിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാമാണ് നമ്മളിത് ഇത്തരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദെൻ എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന പ്രോസസ് എന്താണ്? ആദ്യമേ എവിടെയാണ്, ഏത് ട്രാൻസാക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഏരിയയിലാണ് ഇത്തരം സ്റ്റാൻഡേർഡുകളുടെ കുറവ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഏരിയനെ സെറ്റ് ചെയ്യും. ഇന്ന സ്ഥലങ്ങളിൽ വേണ്ട രീതിക്ക് റെഗുലേഷൻസ് വന്നിട്ടില്ല, സ്പെസിഫിക്കേഷൻസ് ആയിട്ടില്ല, അങ്ങനെ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ അതിലേക്ക് അസൈൻ ചെയ്യും. അവർ അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുന്നു, ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഈവൻ പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്യുന്നു, എന്തുകൊണ്ട് പ്രശ്നം സംഭവിക്കുന്നു, എവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്, ഏത് ആസ്പെക്റ്റിലാണ് ലോസ് ലാക്ക് ചെയ്യുന്നത്, റൂൾസ് എവിടെയാണ് കുറവ്, ഇതെല്ലാം ആ സ്റ്റഡി ഗ്രൂപ്പ് അത് കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ഒരു നിഗമനത്തിൽ അവരൊരു കൈൻഡ് ഓഫ് ഡ്രാഫ്റ്റ് ഫോം ചെയ്യും. എന്നിട്ട് അത് സർക്കുലേഷന് വേണ്ടിയിട്ട് വിടും. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ ഈ പറയുന്ന സർക്കുലേഷൻ ആയിട്ട് പബ്ലിക്കിലേക്കും അതുപോലെയുള്ള മെയിൻ ആയ അതോറിറ്റീസിലേക്കും വിടും. എന്നിട്ട് ഇതിൽ നിന്ന് ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റിൽ നിന്നും കമന്റുകൾ റിസീവ് ചെയ്യും. എന്നിട്ട് ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റിനെ കൃത്യമായ രീതിയിൽ അതിനെ ഫൈനലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ പബ്ലിക്കിലേക്ക് വിട്ട് സർക്കുലേഷന് വേണ്ടി, അതിനുശേഷം തന്നെ ഫൈനലൈസ് ചെയ്യുന്നു. ആ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാ, പബ്ലിക്കിലേക്ക് ആളുകൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്ക്ലോസിംഗ് ആണ് എക്സ്പോഷർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെയിൻ ബോഡീസിനെ വെച്ചിട്ട് ഈ ഫൈനലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പോഷർ ഡ്രാഫ്റ്റ് നമ്മൾ ഒന്നുകൂടി ഒന്ന് അസർട്ടൈൻ ചെയ്യുന്നു, കൃത്യമായ വ്യൂസ് ആണോ അല്ലയോ എന്നൊക്കെ. എന്നിട്ട് ഈ ഡ്രാഫ്റ്റിന് നമ്മൾ മോഡിഫിക്കേഷൻ നടത്തുന്നു, അതിനൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറ്റുന്നു. ഇതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നോണം, ഇത് സ്റ്റെപ്സ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ കൺവേർജ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ ലോ മേക്കേഴ്സിനുള്ളത് ഫ്രോഡുകളുടെയും എറേഴ്സിന്റെയും എല്ലാം ഒരു പെർസെന്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ചിന്തിച്ചിരുന്ന ഒരു കാര്യം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു യൂണിഫോമിറ്റി എന്നുള്ളത് എൻഷുർ ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വേറൊരു കൈൻഡ് ഓഫ് ഇന്റൻഷൻ ആയിരുന്നു. പിന്നെ യൂണിഫോമിറ്റി എൻഷുർ ചെയ്യുക, അഡാപ്റ്റബിലിറ്റി കൊണ്ടുവരിക, ഒരു എന്താ പറയുക ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെ ഒത്തിരി ഉദ്ദേശങ്ങൾ ഈ പറയുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തതുകൊണ്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ IFRSനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ
ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. റെക്കോർഡ് കീപ്പിംഗ് ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി IFRS റിക്വയർമെന്റ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇത് 4 പ്രിപ്പയർ ചെയ്തിരിക്കണം. അതാണ് അത് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും കൃത്യമായ റൂൾസും റെഗുലേഷനും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തത് ഫിനാൻഷ്യൽ പൊസിഷന്റെ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് വേർ ദ ഓർഗനൈസേഷൻ സ്റ്റാൻഡിംഗ്, ദാറ്റ് മീൻസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് കാണിക്കുന്നത് അല്ലെ. അത് കാണിക്കുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്നുള്ളത് മാൻഡേറ്ററി ആയി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബിസിനസ് പ്രാക്ടീസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. പിന്നെ വരുന്നത് കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. വാട്ട് ഈസ് ദ ഇൻകം ഓഫ് ദി ഓർഗനൈസേഷൻ ദാറ്റ് ദേ ഹാവ് റിസീവ്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനിയുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതായത് റീറ്റെയിൻഡ് ഏർണിംഗ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാമല്ലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാ ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഓൾ ഓർഗനൈസേഷൻ നമുക്കറിയാം. അതിനകത്ത് 3 ഹെഡുകളുടെ കീഴിലാണ് അതിനകത്ത് ഫിഗേഴ്സിനെ തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് ടു ദി മേജർ നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ടു വേർ വി ഹാവ് ഇൻവെസ്റ്റഡ്, ദാറ്റ് മീൻസ് how much we have sold or we have purchased with respect to the fixed assets and all. അതാണ് നമ്മൾ പറയുന്നത്. ഫിനാൻസിംഗിലേക്ക് പോകുമ്പോൾ ഷെയർസിന്റെ ഇഷ്യൂ, അതിന്റെ ബൈബാക്ക് റിലേറ്റഡ് ആയ ആക്ടിവിറ്റീസ്, ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂ, അതിന്റെ റിഡംഷൻ, പിന്നെ ഡിവിഡൻഡ് റിസീവ്ഡ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ. അതിന്റെ ബേസിസിൽ നമ്മൾ ഒരു ഫിഗറിൽ എത്തുന്നു. അതെന്ന് പറയുന്നത് ആ ഒരു ഫിഗറിലുള്ള എമൗണ്ടിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കിട്ടണം. അങ്ങനെയാണ് അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു പോകുന്നത്. അത് യു വിൽ കം ഇൻ ഡീറ്റെയിൽ. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഇന്ത്യ കൺവേർട്ട് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. 2016 മുതലൊരു രീതിയിലാണ് അതിന്റെ ആക്ടിവിറ്റീസ് പോയിരിക്കുന്നത്. ഓക്കെ. 2011 മുതൽ നമ്മൾ തുടങ്ങിയിരുന്നത് 2016 അത് കുറച്ചുകൂടി ആക്ടിവേറ്റഡ് ആവുന്നത്. ദെൻ അപ്പോ ഇതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒരു ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കാണാപ്പാടം പഠിക്കേണ്ടി വരും. ഓരോന്നിനെയും എങ്ങനെയാണ് IFRSലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ. അപ്പൊ ഇതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദെൻ നൗ വി ഹാവ് ടു മൂവ് ഓൺ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അപ്പം മേജർ ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ റിലേറ്റഡ് അക്കൗണ്ടിങ്ങിന്റെ പോർഷൻ കഴിഞ്ഞു. ഇനി വരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ അനലൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള റൂൾസാണ് പറഞ്ഞത് അല്ലെ. ഇനിയുള്ളത് ഇതിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്. അപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീങ് പ്രിപ്പയർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ബട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇസ് ബീങ് പ്രിപ്പയർഡ് അറ്റ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം. അതോ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഹെഡിങ് എഴുതുമ്പോൾ തന്നെ പറയണ ബാലൻസ് ഷീറ്റ് ആസെറ്റ് ഓർ ആസ് ഓൺ അല്ലെ. അറ്റ് ഓർ ഓൺ എന്നുള്ളത് സ്പെസിഫിക്കേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഓക്കെ. അസെറ്റ് എങ്ങനെയാ 31 മാർച്ച് 2012 അങ്ങനെയാണ് നമ്മൾ എഴുതി വിടുന്നത് അല്ലെ. പക്ഷെ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് ഫോർ ദ ഇയർ എൻഡ് പറഞ്ഞത്. അപ്പൊ ഫോർ ദ ഇയർ മീൻസ് ഇറ്റ്സ് ഫോർ ദി ഓൾ ഇയർ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എ കൈൻഡ് ഓഫ് ഇറ്റ്സ് ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ഇയർ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തിന് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ച് ഇൻഫർമേഷൻ അറിയണം, നമ്മുടെ ഓർഗനൈസേഷന്റെ ഏർണിംഗ് കപ്പാസിറ്റി അറിയണം, ബിസിനസ് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് അറിയണം, ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടീസ് ഞാൻ പറഞ്ഞല്ലോ മേജർ ആയിട്ടുള്ള പ്ലെയേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, ഓർഗനൈസേഷൻ ഫ്യൂച്ചറിൽ എങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അനലൈസ് ചെയ്യണം. ഓർഗനൈസേഷന്റെ ഒരു എന്താ പറയുക ഡെപ്റ്റ് കപ്പാസിറ്റി ഉണ്ടോ, ഡെപ്റ്റ് എടുത്താൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, ഡെപ്റ്റ് സർവീസ് റേഷ്യോ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയതിനു ശേഷം അതൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താൽ ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും പല ടൂൾസ് ഉപയോഗിച്ചിട്ട്. ആ ടൂൾസ് എന്ന് പറയുന്നതിലേക്ക് വരുന്ന എന്താ അനാലിസിസ് ആണ്. ഓക്കെ. ഈ അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് we are employing different kind of tools and we are checking whether the organization is in good lines or in good prospects. Okay. Now ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നേച്ചർ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. റെക്കോർഡഡ് ആയിട്ടുള്ള ഫാക്ടുകളായിരിക്കും, അസംഷൻസ് ഉണ്ടാവും, പേഴ്സണൽ ജഡ്ജ്മെന്റ്സ് അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഓരോ ഓർഗനൈസേഷൻ ഡിഫറെന്റ് അക്കൗണ്ടൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ അക്കൗണ്ടൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവര് ഓരോരുത്തരും പലതരത്തിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടാവും, പലതരത്തിലുള്ള ഫിനാൻഷ്യലി ഒരു ഇക്കണോമിക് വ്യൂസ് ഉള്ളവരായിരിക്കും, പലതരത്തിലുള്ള മെത്തേഡുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഈവൻ ഇറ്റ് ഇസ് ബീങ് സാങ്ഷൻഡ് ബൈ ദി ലോ. അപ്പൊ ഓരോ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആളുടെയും പേഴ്സണൽ ജഡ്ജ്മെന്റ്സ് ചിലപ്പോൾ ഇതിനെ അഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ എറേഴ്സ് ചിലപ്പോൾ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് എറേഴ്സ് ചിലപ്പോൾ കടന്നുകൂടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്ലീഡിംഗ് ആയി പോകും, നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ എടുത്ത് കിട്ടുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം.
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ചിലരെങ്കിലും ചില അക്കൗണ്ടിങ് എക്സ്പേർട്ടുകളെങ്കിലും മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെടുക്കുന്ന ഓരോ ഫിഗേഴ്സും ഈവൻ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് P&L ഓർ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി ബാലൻസ് ഷീറ്റ് വി ആർ ടേക്കിംഗ് ദി ഫിഗേഴ്സ് ഇൻ കോസ്റ്റ് പ്രൈസ്. ഞാൻ നിങ്ങൾ പറഞ്ഞു അല്ലെ, ആദ്യമേ നമ്മൾ മേടിച്ചപ്പോൾ ഉള്ള ഇൻപുട്ട് വാല്യൂ എന്താണോ അതിലാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഒരിക്കലും ആ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് സ്റ്റേബിൾ ആയും ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റേഷനറി പൊസിഷനിൽ മൂവ് ചെയ്യില്ല. ഇറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദി ഫാക്ടേഴ്സ് ഓഫ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നിങ്ങൾക്ക് അറിയാലോ, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും, ഇതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരം കേസുകൾ വരുമ്പോൾ ഇതിൽ പ്രൈസിൽ ചേഞ്ചസ് വരും. പക്ഷേ when we are preparing the book of accounts for the financial statements at the end of the year, we are not able to accommodate these changes. അല്ലെ, ഈ ചേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് ലെവലിൽ നമുക്ക് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ചില എക്സ്പേർട്ടുകൾ പറയാറുണ്ട് എന്ത്, അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് is actually misleading statements because we are just conducting only the post-mortem study of what happened at the earlier stage. അല്ലെ, earlier ഒരു സ്റ്റേജിൽ അതിന്റെ എന്താണ് നടന്നുള്ളതിന്റെ പോസ്റ്റ്മോർട്ടം സ്റ്റഡി നമ്മൾ നടത്തുന്നുള്ളൂ. പ്രസന്റ് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ഓവർവ്യൂ കിട്ടില്ല. ശരിയായിരിക്കാം അത്, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ദിസ് ഈസ് വാലിഡ് ബിക്കോസ് വി ക്യാൻ അനലൈസ് ഓർ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. വാട്ട് പോളിസി ചേഞ്ചസ് വി ഹാവ് ടു മേക്ക് സോ ദാറ്റ് ഓർഗനൈസേഷൻ വിൽ മൂവ് ഓൺ ഇൻ ഗുഡ് ലൈൻസ്. ഓക്കെ, അങ്ങനെയും ചില എക്സ്പേർട്ടുകൾ പറയാറുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ ഇൻ സം വാട്ട് വേ, ബട്ട് വി ക്യാൻ ഇഗ്നോർ ഇറ്റ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞതാണ് യൂസേഴ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ. ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന മെയിൻ ഏരിയ. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് നമ്മൾ ഒരു വർഷം കൊണ്ടുവന്ന് വെക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1 or 2 ട്രാൻസാക്ഷൻ അല്ല. We will be getting a lot of transactions or we will be conducting a lot of activities and we will be recording it in the book of accounts. ശരിയല്ലേ? അപ്പോ ഈ പറയുന്ന നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ബൾക്ക് എമൗണ്ട് ഓഫ് ഡേറ്റയാണ്. ഇതിന് അങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആക്കി ചെറിയ ചെറിയ രീതിയിൽ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അപ്പൊ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫുൾ ആയ ടേംസിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, ഈ പറയുന്ന അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കും. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കും, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കും, റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കും, ട്രെൻഡ് അനാലിസിസ് ഉപയോഗിക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കും, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. ഇതെല്ലാം ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. വി ആർ ബ്രേക്കിംഗ് ഇറ്റ് ഓൺ ദി ബേസ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ. അങ്ങനെ നമ്മൾ ഓരോന്നിനെ മാറ്റിയതിനു ശേഷം ഇതിൽ നിന്ന് ചില കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യും. അതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത്. സോ ഇന്റർപ്രിട്ടേഷൻ കംസ് അറ്റ് എ സ്റ്റേജ് വെയർ ദി അനാലിസിസ് എൻഡ്സ്. അതാണ് പറയുന്നത്. ഓക്കെ, നൗ അടുത്ത കണ്ടല്ലോ, അനാലിസിസ് refers to the process of simplifying the complex data and interpretation means explaining the meaning and significance of the simplified data. ഓക്കെ, അപ്പൊ പല സെറ്റുകളായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയതിനു ശേഷം എന്താണ് ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കണം, അനാലിസിസും ഇന്റർപ്രിട്ടേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ ആൻഡ് അനാലിസിസ് ബിഗിൻ ചെയ്യുന്നത് ഇന്റർപ്രിട്ടേഷൻ ബിഗിൻ ചെയ്യുന്നത് അനാലിസിസ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തോണം. Now let's move on to what are the different kind of financial statements, financial statement analysis techniques. അതിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പർപ്പസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു, ഓർഗനൈസേഷന്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റും, ഓർഗനൈസേഷൻ സോൾവൻസിയിലാണോ ലിക്വിഡിറ്റിയിലൊക്കെയാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയാൻ പറ്റും, ഓർഗനൈസേഷൻ ഡെപ്റ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് ടേം സോൾവൻസി ആണ്. വെറുതെ സോൾവൻസി എന്ന് ഉദ്ദേശിച്ചാൽ ലോങ് ടേം സോൾവൻസിനെയാണ് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഫോമുകൾ തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് എൻഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്. ഒരു ഇൻഡസ്ട്രിയുടെ കീഴിൽ ഇത്ര ഫേമുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ ഫേമിന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പ്രോഫിറ്റ് കുറഞ്ഞു പോയി, എനിക്ക് മാത്രം എന്തുകൊണ്ട് മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയാണ് എന്റെ കോമ്പറ്റീഷൻ സ്ട്രാറ്റജി പിഴച്ചു പോയത്, എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന എവിടുന്ന
ഈ പറയുന്ന അനാലിസിസിലൂടെ കിട്ടുന്ന മീനിങ് ഫുൾ ആയ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ ഓർഗനൈസേഷനുള്ള മാനേജറിയൽ കപ്പാസിറ്റി എന്തുമാത്രം ഉണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഇന്റേണലി ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് അനാലിസിസിലൂടെ കിട്ടും. ഇനി ഒരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഡംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ദേ ആർ കോൾഡ് ഡംപ് സ്റ്റേറ്റ്മെന്റ്സ്. കാരണം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയാനേ പറ്റുള്ളൂ, പക്ഷെ അതിനെ എങ്ങനെ ദൂരീകരിക്കണം എന്നുള്ളത് അവയിൽ തന്നെ അവർക്ക് ഒരു കൺക്ലൂഷൻ പറയാൻ പറ്റാത്തത് കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ ഡംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് പറയാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ആ ലിമിറ്റേഷനെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഇത്രയും ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് അനാലിസിസ് ടൂൾസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡം സ്റ്റേറ്റ്മെന്റ്സ് തന്നെ വിളിക്കാറുണ്ട്. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്ത്? ഒരു ചെറിയ ഒച്ച കേൾക്കുന്നുണ്ട്, എനിക്കത് എന്താന്ന് പിടികിട്ടുന്നില്ല. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇത് അസ്വസ്ഥയായിക്കൊണ്ടിരിക്കും. Okay, so that is financial statement analysis. Now, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഡിഫറെന്റ് ഹെഡുകളുടെ കീഴിൽ ആ അനാലിസിസ് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് ദി മെറ്റീരിയൽ ദാറ്റ് ഇസ് ബീങ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ബേസിസിലുള്ള ഒരു കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഇസ് എക്സ്റ്റേണൽ അനാലിസിസും ഉണ്ട്, ഇന്റേണൽ അനാലിസിസും ഉണ്ട്. എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ അനാലിസിന്റെ ഡേറ്റ എന്നുള്ളതിന്റെ ഷെയറിംഗ് പോകുന്നത് ഔട്ട്സൈഡേഴ്സിലേക്കായിരിക്കും. They will be using it for their own purposes like investing or to find out the financial position of the organization, to make decision whether to invest or not, then to understand how the organization is moving, whether they are following the ethical practices or whether they are complying with the CSIR regulation. ഇതെല്ലാം ഇവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ അനാലിസിലൂടെ ഇത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഇന്റേണൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് അതിന്റെ വിതിൻ ഓർഗനൈസേഷൻ അകത്ത് തന്നെയാണ് നമ്മൾ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഇൻഫർമേഷൻസ് അവിടുത്തെ തന്നെ മേജർ ആയിട്ടുള്ളതും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതുമായ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, എന്നിട്ട് അത് സാധാരണ ഇത് അത്രയും ചില എന്താ പറയുക ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സീക്രട്ടുകൾ നമ്മൾ അങ്ങനെ റിവീൽ ചെയ്യാറില്ല. മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടും പബ്ലിക്കിലേക്ക് പോകേണ്ടതും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കംപ്ലൈ ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്യുന്നതുമായ കാര്യങ്ങൾ പറയും. അല്ലാണ്ടുള്ള ഇന്റേണൽ അനാലിസിസ് റിപ്പോർട്ടുകൾ അവരിൽ തന്നെയാണ് ഇരിക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഓൺ ദ ബേസ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അനാലിസിസ്. അനാലിസിന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിന്റെ ബേസിസിലുള്ള കൈൻഡ് ഓഫ് okay, let me try to mute all people. Okay, സോ ഫസ്റ്റ് വൺ ഷോർട്ട് ടേം അനാലിസിസ് ആണ്. ഷോർട്ട് ടേം അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ, ഓർഗനൈസേഷന് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് എന്തുമാത്രം സോൾവൻസി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, ഏണിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ലോങ് ടേം അനാലിസിസ് ആകുമ്പോൾ എന്താ പറയുക ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിലേക്ക് ഓർഗനൈസേഷൻ എത്രമാത്രം സോൾവൻസി ഉണ്ട്, എത്രമാത്രം ലിക്വിഡിറ്റി ഉണ്ട്, എത്രമാത്രം ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ കൂടുമ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ അതിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് പിടികിട്ടും. ഓക്കെ, ഇനി മോഡസ് ഓപ്പറാൻഡി, ദാറ്റ് ഇസ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അതായത് ഹൊറിസോണ്ടൽ അനാലിസിസും ഉണ്ട്, വെർട്ടിക്കൽ അനാലിസിസും ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് നമ്മൾ 1 വർഷം 2 വർഷം 3 വർഷം അങ്ങനെ ഒരു സീരീസ് ഓഫ് ഡേറ്റനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോഴേക്കും ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൽ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നെയുള്ള ഡിഫറെന്റ് കമ്പോണൻസിനെ എടുത്താണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒരെണ്ണത്തിൽ തന്നെ ഒരു അക്കൗണ്ടിങ് പീരീഡ് തന്നെയുള്ള ഡിഫറെന്റ് കമ്പോണൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഒരു ടൈം സീരീസ് പോലെ ഒരു നമ്പർ ഓഫ് ഇയേഴ്സിലേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിന് എന്താണ് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ. ആദ്യമേ മീനിങ് ഫുൾ ടേംസിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ റീഅറേഞ്ച് ചെയ്യുക, കമ്പാരിസൺ നടത്തുക, അനാലിസിസ് നടത്തുക, ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടുവരിക. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ തനിയെ എഴുതാവുന്ന കൺസെപ്റ്റ് ആണ്. ഇനി ആദ്യത്തെ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയറും കറന്റ് ഇയറും ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 or more ഇയേഴ്സിലേക്കുള്ള ഡേറ്റയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത് കമ്പാരിറ്റീവ് ആയിട്ടുള്ള
പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്. രണ്ടും നമ്മൾ അനലൈസ് ചെയ്യും. ഇതിനകത്തും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് എന്താ, ഷോർട്ട് ടേം എന്നല്ല, ഓർഗനൈസേഷന്റെ സ്ട്രെങ്തിനെ അറിയാം, വീക്ക്നെസ്സിനെ അറിയാം, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം, ഒരു ഇയറിൽ നിന്ന് മറ്റൊരു ഇയറിലേക്ക് അതിനകത്ത് എത്രമാത്രം ചേഞ്ച് വന്നു എന്നറിയാം, ലിക്വിഡിറ്റി ഉണ്ടോന്ന് അറിയാം, സോൾവൻസി ഉണ്ടോന്ന് അറിയാം, പ്രോഫിറ്റബിലിറ്റി ഉണ്ടോന്ന് അറിയാം. ഇതെല്ലാം കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി മോഡ് ഓഫ് കമ്പാരിസൺ ആണ്, പ്രിപ്പയർ ചെയ്യാൻ അത്ര വലിയ പാടുള്ള ഒരു കൺസെപ്റ്റ് അല്ല, വീക്ക്നെസ്സുകളെ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 100% സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ കോമൺ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പറയുന്നത് അവരെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത് 100% സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ്, അതായത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താലും കോമൺ സൈസ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലും ഒരു പെർട്ടിക്കുലർ ഫിഗറിന് നമ്മൾ 100% എന്നുള്ള രീതിയിൽ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ഫിഗേഴ്സിനെ ഇൻ ടേംസ് ഓഫ് ഇറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ കൂടുതലായിട്ട് പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴും അത്തരം വീഡിയോസ് നിങ്ങൾ അവൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവും. ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട് വി ഹാവ് പ്രിപ്പയർഡ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ ഓൺ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ അസറ്റുകളെയും ടോട്ടൽ ലയബിലിറ്റിനെ നമ്മൾ 100% എന്ന് പറയുന്ന അസ്യൂം ചെയ്തിട്ട് അതിന്റെ ഇൻ ടേംസിലാണ് ബാക്കി ഫിഗേഴ്സിന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിലേക്ക് വന്നാൽ, അതായത് കോമൺ സൈസ് P&L അക്കൗണ്ടിലേക്ക് വന്നാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സെയിൽസിനെ ആയിരിക്കും നമ്മൾ എന്തായിട്ട് നിർത്തുന്നത്, 100% ഫിഗർ ആയിട്ട് നിർത്തി അതിന്റെ ടേംസിലായിരിക്കും ബാക്കിയുള്ള ചേഞ്ചസ് ഇൻ ഇൻവെന്ററി അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, മറ്റു തരത്തിലുള്ള റവന്യൂ, അതർ ടൈപ്പ് ഓഫ് എക്സ്പെൻസസ്, അതർ കൈൻഡ് ഓഫ് ഇൻകം, ഇതിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് നെറ്റ് സെയിൽസിന്റെ വേരിയേഷൻസിന് നമുക്ക് അറിയാൻ പറ്റും, ടോട്ടൽ അസറ്റ് ലയബിലിറ്റി ഉണ്ടായിരിക്കുന്ന വേരിയേഷൻസിനെ അറിയാൻ പറ്റും, അത് തമ്മിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് റിലേഷൻ കൂടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അതിനകത്ത് വരുന്നൊരു മേജർ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഓക്കെ, ഇനി ട്രെൻഡ്, നമുക്കറിയാം ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഇയർ ഉണ്ട്, ആ ബേസ് ഇയറിനെ, പാസ്റ്റിലുള്ള ഒരു ബേസ് ഇയറിനെ നമ്മൾ മറ്റ് വന്നിരിക്കുന്ന ബാക്കി പീരീഡ് ഓഫ് ഇയേഴ്സിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. ജനറൽ ടെൻഡൻസികളാണ് അറിയാൻ പറ്റുന്നത് നമുക്ക്. ഓക്കെ, ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്തുമാത്രം വ്യത്യാസം വന്നു, അവിടെ നിന്ന് എത്രമാത്രം വ്യത്യാസം വന്നു, ആ ഒരു കൈൻഡ് ഓഫ് ഗ്രാഫിക്കലായ റെപ്രസെന്റേഷനിലേക്കാണ് ട്രെൻഡ് അനാലിസിസ് കൂടുതൽ പോകുന്നത്. വാട്ട് സിറ്റുവേഷൻ ഈസ് ഹാപ്പനിങ് നൗ ആൻഡ് വാട്ട് വാസ് ഇറ്റ് ഏർലിയർ, ഇതാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി 3 തരത്തിൽ നമുക്ക് അതിന് മെത്തേഡ് ഉണ്ട്. ട്രെൻഡ് പെർസെന്റേജ് ഉണ്ട്, ട്രെൻഡ് റേഷ്യോസ് ഉണ്ട്, ഗ്രാഫിക് മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ 3 നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് മേജർ ആയിട്ട് നമ്മൾ പറയുന്ന ആദ്യത്തെ ഒരു 3 കൈൻഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി വരുന്ന ഒരു മേജർ ഐറ്റം എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് നൗ. ഓക്കെ, ഓക്കെ, നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കണ്ടു, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് കണ്ടു, ട്രെൻഡ് അനാലിസിസ് കണ്ടു. ഇനി വരുന്നതാണ് റേഷ്യോ അനാലിസിസ്. ഓക്കെ, റേഷ്യോ അനാലിസിസ് നമുക്കറിയാം, ഒരു ഫിനാൻഷ്യൽ ഫിഗറിനെ മറ്റൊന്നിന്റെ ടേംസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെ, റേഷ്യോസിന് നമുക്ക് പല തരത്തിലുള്ള റേഷ്യോസ് നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ഫിഗേഴ്സ് എടുത്തിട്ടുള്ള റേഷ്യോസ് ഉണ്ട്, P&L അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഫിഗേഴ്സ് എടുക്കുന്ന റേഷ്യോസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മിങ്കിൾ ചെയ്ത് വരുന്ന മിക്സഡ് റേഷ്യോസ് ഉണ്ട്. അതുപോലെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതുണ്ട്, ലിക്വിഡിറ്റിക്ക് വേണ്ടിയുള്ളതുണ്ട്, സോൾവൻസിക്ക് വേണ്ടിയുള്ളതുണ്ട്, ലെവറേജ് റിലേറ്റഡ് ഉണ്ട്, ആക്ടിവിറ്റി റിലേറ്റഡ് ഉണ്ട്, അതുപോലെ മാർക്കറ്റ് ടെസ്റ്റ് റിലേറ്റഡ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള റേഷ്യോസ് കണ്ടുപിടിക്കുന്നു. ഓരോ റേഷ്യോയ്ക്കും ഓരോ കൈൻഡ് ഓഫ് ഇന്റൻഷൻ ആണ്. അതെല്ലാം ഓർഗനൈസേഷന്റെ ഒരു അവസ്ഥയെ കുറിച്ച് കൃത്യമായി നമ്മളോട് പറയുന്നതാണ്. വാട്ട് ഈസ് ദിസ് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ നൗ, ഇതാണ് നമുക്ക് റേഷ്യോ അനാലിസിസിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ റേഷ്യോസ് ആണെങ്കിൽ ഷോർട്ട് ടേം സോൾവൻസി മനസ്സിലാവും. അതായത് വെദർ ദി ഓർഗനൈസേഷൻ ഈസ് ഏബിൾ ടു ഫ്രൂട്ട്ഫുള്ളി മീറ്റ് ഇറ്റ്സ് ഡേ ടു ഡേ എക്സ്പെൻസസ്, ഇതെല്ലാം കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ ഇസ് ബെസ്റ്റ് ടൈപ്പ് ഓഫ് അനാലിസിസ് ദാറ്റ് ക്യാൻ ബി inferred, that can be made to the financial statements. Okay, to make the financial statements more meaningful, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഒരെണ്ണത്തിന് ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഫിഗറിനെ നമ്മൾ വേറൊന്നിന്റെ ടേംസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത്, റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, പല തരത്തിൽ നമുക്ക് അതിനെ കാണിക്കാം. പ്രപ്പോർഷൻ ആയിട്ട് കാണിക്കാം, പെർസെന്റേജ് ആയിട്ട് കാണിക്കാം, ടൈംസ് ആയിട്ട് കാണിക്കാം, ഫ്രാക്ഷൻ ആയിട്ട് കാണിക്കാം. ലിക്വിഡിറ്റി റേഷ്യോസ് മിക്കവാറും നമ്മൾ പ്രപ്പോർഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് 2:1. ദാറ്റ് മീൻസ് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോ ആണ്.
That is 2:1. It is a standard ratio for current ratio. Then പെർസെന്റേജ് ആയിട്ട് കാണിക്കാറുണ്ട്. പെർസെന്റേജ് ആയിട്ട് കാണിക്കുന്ന ഏതാണ്? നമ്മൾ ഗ്രോസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എല്ലാം തന്നെ പെർസെന്റേജിലാണ് കാണിക്കുന്നത്. ഇനി ടൈംസ് ആയിട്ട് നമുക്ക് കാണിക്കാം. ടൈംസ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതല്ല, ടൈംസിൽ കാണിക്കുന്നതാണ്. ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് കാണിക്കാം. ഇറ്റ്സ് ഓൾസോ ഫെയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റേഷ്യോസ് കാണിക്കാറുള്ളത്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ഫിഗറുകൾ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നമുക്ക് റേഷ്യോയിൽ നമ്മൾ നടത്താറുള്ളത്. ദെൻ അപ്പൊ എന്തൊക്കെയാണ് ഉള്ളത്? അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലുള്ള റേഷ്യോസ്. അതിൽ തന്നെ ബാലൻസ് ഷീറ്റ് റേഷ്യോസ് ഉണ്ട്, P&L അക്കൗണ്ട് റേഷ്യോസ് ഉണ്ട്, മിക്സഡ് റേഷ്യോസ് ഉണ്ട്. ഇനി ഇമ്പോർട്ടൻസിന്റെ ബേസിലുള്ള റേഷ്യോസ്, അതിൽ തന്നെ പ്രൈമറി റേഷ്യോസ് എന്നും സെക്കൻഡറി റേഷ്യോസും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നേച്ചർ ആൻഡ് ഫംഗ്ഷന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞ മേജർ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അതാണ് നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നതും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും. ബാലൻസ് ഷീറ്റ് ആൻഡ് P&L കമ്പൈൻഡ് എന്നുള്ള നിങ്ങൾക്ക് ഓരോ ഫിഗർ, ഓരോ ഇക്വേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം അതിലേക്ക് ഇൻകൾക്കേറ്റഡ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോ ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോൾവൻസി ലെവറേജ് റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ഉണ്ട്. ഇനി ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗനൈസേഷന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഓർഗനൈസേഷന് ഡെപ്റ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോ, അതിന്റെ ക്രെഡിറ്റേഴ്സിനെയും ബാങ്കേഴ്സിനെയും കൃത്യമായ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, വേണ്ട രീതിക്ക് അതിന്റെ എന്താണ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റിയുടെ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ, പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, ഇതെല്ലാമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വരുന്നത് എന്താ? കറണ്ട് റേഷ്യോ. ഇറ്റ് ഈസ് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓർ ബാങ്കേഴ്സ് റേഷ്യോ. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, എന്ത് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സിനോണിം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ടേ പോകാവുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ചിലപ്പോൾ ഈ സിനോണിം വെച്ചിട്ടായിരിക്കും. ഒരു സാധനത്തിന്റെയും സിനോണിംസ് വിട്ടുകളയരുത്. ഇപ്പൊ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഒത്തിരി സിനോണിംസ് ചിലത് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു 3-4 ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ ഇരിക്കണം. ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് തോന്നുന്നതും ഓർത്ത് വെക്കാൻ എളുപ്പമുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലൊക്കെ ഇട്ട് ചോദിച്ചെന്നൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ സിനോണിംസിനെയും പറ്റുമെങ്കിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇപ്പൊ നിങ്ങൾക്ക് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്നുള്ള ആ ഒരു ഫിഗേഴ്സിന്റെ ഇക്വേഷൻ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പേര്. കാരണം എന്നാ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈസ് വാട്ട്? ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ ഓരോ ക്ലൂസ് വെച്ചിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഓർത്ത് വെക്കുക. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാങ്കേഴ്സ് റേഷ്യോ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്നാ? ഇതിന്റെ ഒരു പേഴ്സൺ എത്രമാത്രം ഈ റേഷ്യോ ഉണ്ടെന്നുള്ളത് ലോണൊക്കെ കൊടുക്കുവാനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർമാലിറ്റീസ് വരുമ്പോൾ ബാങ്കേഴ്സ് ഒക്കെ നോക്കുന്ന ഒരു കാര്യമാണ്. അത് കൂടുതലും നോക്കുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളും ലിക്വിഡിറ്റി, ഇവർക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൃത്യമായിട്ട് ടൈംലി ആയിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി ഈ കറണ്ട് റേഷ്യോയിലേക്കും ദേ യൂസ് ടു ഗിവ് എ ഗ്ലാൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന സിനോണിംസ് എല്ലാം ഒന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതി കണക്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് കമ്പോണൻസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അങ്ങനെ പോകും. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഷോർട്ട് ടേം ആയിട്ടുള്ള അഡ്വാൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. കാരണം ഈ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഈ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ ക്ലാസിഫിക്കേഷൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ കയ്യിൽ ഓൺ ഒരു റെഡി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മൾ ഒരു അവസാനത്തെ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നിങ്ങളോട് നേരിട്ട് ഇങ്ങനെ ഐറ്റംസ് വന്നിട്ട് അതിന്റെ ബേസിൽ കണ്ടുപിടിക്കാൻ പറയില്ല. ദേ വിൽ ബി സംടൈംസ് ഗിവിംഗ് യു സം ക്ലൂസ് റിഗാർഡിംഗ് ദി ഫിഗേഴ്സ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ്. മനസ്സിലായോ? അതായത് ഇപ്പം 1600 ഇപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1600 ആണ്, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1.25:1 ആണ്. അതാണ് നമുക്ക് വന്നിരിക്കുന്ന റേഷ്യോ. ഈ 1.25:1 എന്ന് പറയുന്ന റേഷ്യോ മാറ്റാതെ തന്നെ ഇനി എത്ര കൂടെ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും, ആ എമൗണ്ട് കണ്ടുപിടിക്കുക. സോ ദാറ്റ് മീൻസ് അത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് നേരിട്ട് ഐറ്റംസ് വന്നതിന് പെറുക്കി എഴുതുന്നതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ റെക്കോർഡിംഗ്സിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ നിങ്ങൾക്ക് അവൈലാക്കി തരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ യുവർ ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ അവൈൽ ചെയ്തതിനെ കാണുക. എന്നാലും എന്താണ് അതിന്റെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ പഠിക്കുമ്പോഴേക്കും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ചെയ്ത് വേണം പഠിക്കാൻ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ഐറ്റംസ് വന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഇല്ല, അത്തരം ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കുറവാണ്. ഓക്കെ, അപ്പോ ഇതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്തത്
കണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പീറ്റുകളാണ്. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ ഇവിടെ എഴുതി പോയിട്ടുണ്ട്. ദെൻ ഇനി ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി, ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ലിക്വിഡിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമുക്ക് ഒരു കാര്യം ഓർത്തോണം, ഈ ലിക്വിഡിറ്റിയിൽ ഓരോ റേഷ്യോയിൽ നിന്ന് നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകും തോറും ലിക്വിഡിറ്റിയുടെ ഒരു കോൺസെൻട്രേഷൻ എന്നുള്ളത് കൂടിയാണ് വരുന്നത്. അവസാനം നമ്മൾ അതിന്റെ ഏറ്റവും എസൻസ് ഓഫ് ലിക്വിഡിറ്റിനെയാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കണേ, മറ്റിടത്ത് നമ്മൾ ഡെപ്റ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റി നോക്കി, ഇവിടെ വരുമ്പോഴോ ഇൻസ്റ്റന്റ് ആയിട്ട് ഡെപ്റ്റ് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് സ്ക്വീസ് ചെയ്യപ്പെടുവാണ്, അല്ലെ, കുറച്ചുകൂടി ഒന്ന് അതിന്റെ ഒരു ക്രിസ്റ്റൽ ഒരു പ്യൂർ ഫോമിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ഇവിടെ നമ്മള് കറന്റ് ലയബിലിറ്റിയിൽ ചേഞ്ച് ഇല്ല, പക്ഷെ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ബീങ് ചേഞ്ച് ടു ക്യുക്ക് അസറ്റ്. കറന്റ് അസറ്റ് എന്ന് പറയുന്ന ടേം മാറ്റിയിട്ട് ഇവിടെ ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞ ടേമാണ് വയ്ക്കുന്നത്. ക്യുക്ക് അസറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റന്റ് റീപേയ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അല്ലെ. ക്യുക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ കറന്റ് അസറ്റിൽ നിന്നും ഇൻവെന്ററീസിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിനെയും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള അസറ്റുകളെ മാത്രമാണ് എടുക്കുന്നത്. കാരണം വി ആർ മൂവിങ് ടു ദ ഡെപ്ത് ഓഫ് ലിക്വിഡിറ്റി. ഓക്കെ, അത് ഓർത്തോണം, എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇനി ഇതിന് പറയുന്ന ഒരു വേറൊരു പേരുകൾ ഓർത്തു വെക്കുക. നിയർ മണി റേഷ്യോ എന്ന് പറയും, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയും. ഇത് രണ്ടും ഇതിന് ഉപയോഗിക്കുന്ന പേരുകളാണ്, അത് മറന്നു പോകാതിരിക്കാം. സോ ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ഈസ് വാട്ട്, ക്യുക്ക് റേഷ്യോ. അപ്പൊ ഓരോ റേഷ്യോസും പഠിച്ചു വെക്കുക. ഇതിന്റെ സ്റ്റാൻഡേർഡ് ക്യുക്ക് റേഷ്യോയും അനലൈസ് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് 1:1. ദെൻ അപ്പൊ ഇവിടെ ഇനി എന്തുകൊണ്ടാണ് ഈ ഇൻവെന്ററീസിന് ഇതിനകത്ത് എടുക്കാത്ത എന്താ നമുക്കറിയാലോ. ഇൻവെന്ററി നമുക്ക് പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇൻവെന്ററി എന്ന് പറയുന്ന കൺസെപ്റ്റ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു കാര്യത്തെ പ്രൊഡ്യൂസ് ചെയ്തു, അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് അതിന്റെ കസ്റ്റമറിലേക്ക് അതിന്റെ റീച്ച് എത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, കസ്റ്റമർ ചെന്നാലല്ലേ പൈസ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ആദ്യമേ ഇത് മാനുഫാക്ചർ ചെയ്യുന്നു, മാനുഫാക്ചറർ ആയിട്ടുള്ള അയാളുടെ ഹോൾസെയിലർ ആയ വ്യക്തിയിലേക്ക് കൊടുക്കും, ഹോൾസെയിലർ ആയിട്ടുള്ള ആളുടെ ഗോഡൌണിൽ അത് കുറച്ചാൾ കിടക്കും. അതിനുശേഷം അതിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴായിരിക്കും റീറ്റെയിലർ വന്നത് മേടിച്ചോണ്ട് പോകുന്നത്, റീറ്റെയിലറിന്റെ ഗോഡൌണിൽ അത് കുറച്ചാൾ കിടക്കും. അതിനുശേഷം ആ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നേരെ ഷോപ്പിലേക്ക് കൊണ്ടുവരും, ആ ഷോപ്പിൽ നിന്ന് കസ്റ്റമറിലേക്ക് മാറണം. അപ്പൊ ദാറ്റ് മീൻസ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ആ സൈക്കിൾ കംപ്ലീറ്റ് ആവാതെ ഇതിന് കൃത്യമായ മോണിറ്ററി വാല്യൂയിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി ഓഫ് ദി ഇൻവെന്ററീസ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ക്വീസിംഗ് ഓഫ് ദി ലിക്വിഡിറ്റി നടത്താൻ പറ്റുമോ? ഇല്ല. ലിക്വിഡിറ്റി കുറച്ച് സ്പെസിഫിക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളായിട്ട് നമുക്ക് മാറ്റണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള അസറ്റുകൾ വെച്ചിട്ട് റേഷ്യോ കണ്ടുപിടിക്കും. അതാണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ലിക്വിഡ് റേഷ്യോ ഓർ ക്യുക്ക് റേഷ്യോ ഇസ് ക്യുക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, നിയർ മണി റേഷ്യോ can be called can be found out with the liquid assets or quick assets or liquid assets divided by current liabilities. Okay, ഇനി അടുത്തത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അപ്പോ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി അറ്റ് ദ മാക്സിമം ഓർ ലിക്വിഡിറ്റി അറ്റ് ദ പീക്ക്. അതാണ് ശരിക്കും എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ നമ്മളപ്പം നമുക്കറിയാലോ ഏറ്റവും ലിക്വിഡ് ഫോം ഓഫ് മണി ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ്, അല്ലെ. അത് കഴിഞ്ഞാലോ സെക്യൂരിറ്റികളായിരിക്കും, അതിനപ്പുറത്തേക്ക് വേറൊരു സാധനം വരില്ല. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകളായിരിക്കും. അപ്പൊ ഈ ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റിനെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണേ? അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, so cash in hand can be taken, cash at hand, cash in bank hand can be taken, cash in hand will be there, marketable securities will be there, and also what, some kind of short term investments will also be there. ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരെന്താ? സൂപ്പർ ക്വിക്ക് റേഷ്യോ എന്ന് വേറൊരു പേരുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. വളരെ വളരെ ശ്രദ്ധിച്ച് ഓരോ പോയിന്റ് ഓർത്ത് വെച്ച് പഠിച്ചോണം. ക്യാഷ് റേഷ്യോ അല്ലെങ്കിൽ സൂപ്പർ ക്വിക്ക് റേഷ്യോ നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ സിനോണിംസിനെ ഓർത്ത് വെക്കുക, മറന്നു പോകാതിരിക്കുക. ദെൻ അടുത്തത് ക്യാഷ് ബേൺ റേഷ്യോ. ക്യാഷ് ബേൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ഈ എന്താ പറയണ ടെക്നോളജിക്കലായ ചില കമ്പനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനെ ഫുൾ ഫ്ലഡ്ജഡ് ആയ ഒരു അവസ്ഥയിൽ എത്തിക്കാനായിട്ട് അപ്പൊ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്നില്ല, അല്ലെ. ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള എമൗണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും പബ്ലിക് ഓഫറിംഗിലൂടെ ഷെയർസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോമിൽ എന്ത് ചെയ്യും? എമൗണ്ടിനെ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് എത്ര നാൾ കൊണ്ട് ഇവരിൽ നിന്ന് ഇവരുടെ കയ്യിൽ നിന്ന് തീർന്നു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യണമല്ലോ. കാരണം എന്താ, ഫ്യൂച്ചറിലേക്ക് ഇവർക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട്, ഫ്യൂച്ചറിലേക്ക് ഇവർക്കൊന്ന് ഒരു എന്താ പറയുക ഒരു കരുതൽ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പം ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് എത്ര നാളത്തേക്ക് ഇവരുടെ കയ്യിൽ കാണും, എത്ര നാളത്തേക്ക് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്ന റേഷ്യോ ആണ് അത് കാൽക്കുലേറ്റിംഗ് റേഷ്യോ ആണ് ക്യാഷ് ബേൺ റേഷ്യോ എന്ന് പറയുന്നത്.
Okay, how many number of days they can survive with the amount of money that they have collected through the IPO offering. Adana cash bond ratio. Okay, so that means cash that is raised from the initial investors divided by projected startup cost into 365. 365 cash that is being received from the investors divided by projected cost into 365. That is the ratio. Okay, that is not that much important. That's important. All the more ratios are important. Okay. Okay, now let's move on to the next type of ratios. That is that is leverage ratios or solvency ratios. ഓർത്തോണം കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇനി ഓർത്തോണം, നമ്മൾ വെറുതെ സോൾവൻസി എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചാൽ, വേറൊരു സ്പെസിഫിക്കേഷനും ഇല്ലാതെ സോൾവൻസി എന്ന് മാത്രം പറഞ്ഞാൽ, we are referring to long term solvency. Okay, short term solvency means it is liquidity only. ഇനി സോൾവൻസി എന്നുള്ള പൊസിഷൻ എന്താണ്? Whether the organization is able to survive for a long period of time with prompt meeting of its obligation. അതിനുള്ള കടമകളും ചെയ്യേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങളും പേയ്മെന്റുകളും നടത്തി ഓർഗനൈസേഷന് ലോങ് ടേം സർവൈവൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ് സോൾവൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ മനസ്സിലറിയാവുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോ ആ ഒരു പൊസിഷൻ നമ്മളിവിടെ അനലൈസ് ചെയ്യുകയാണ്. അപ്പൊ അത് രണ്ടു തരത്തിലാണ് അതിന്റെ റേഷ്യോസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സ്ട്രക്ചറൽ റേഷ്യോസും ഉണ്ട്, കവറേജ് റേഷ്യോസും ഉണ്ട്. സ്ട്രക്ചറൽ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റേഷ്യോസ് ആണ്. ദാറ്റ് മീൻസ് ഡെപ്റ്റ് ആൻഡ് ഓൾസോ ഇക്വിറ്റി. ഓക്കെ, നമുക്കറിയാലോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡെപ്റ്റും ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ഫണ്ടും ഉണ്ട്, ഇന്റേണൽ ഫണ്ടും ഉണ്ട്, ഓർ ബോറോഡ് ഫണ്ടും ഉണ്ട്, ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, അങ്ങനെ നമുക്ക് പറയാം. ദാറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിനകത്ത് സ്ട്രക്ചറൽ റേഷ്യോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സ്. കവറേജ് റേഷ്യോസ് മീൻസ് നമ്മളൊരു ബോറോഡ് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കൈൻഡ് ഓഫ് നമ്മളെ ഓർഗനൈസേഷൻ എടുക്കുന്ന ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ഇറ്റ് ഇസ് ബോറോഡ് ഓർ ഓൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേയ്മെന്റുകളെ നമുക്ക് കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഒരു ലോൺ എടുത്തതിന്റെ ബന്ധപ്പെട്ട് വരുന്ന എക്സ്പ്ലിസിറ്റ് എക്സ്പെൻസസിനെ നമുക്ക് കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് റേഷ്യോസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലെവറേജ് റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ്. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ അതുമെല്ലാം പറഞ്ഞേക്കണേ സ്ട്രക്ചറൽ റേഷ്യോസ് ആണ്. അവിടെ എന്താ റിലേഷൻഷിപ്പ്? ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും നമ്മൾ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. യു ഹാവ് ഓൾറെഡി ടോൾഡ് അബൌട്ട് ഇറ്റ് അല്ലെ. കവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഇത് വെച്ചിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓർത്തോണം, സ്ട്രക്ചറൽ റേഷ്യോസ് വി ആർ കാൽക്കുലേറ്റിംഗ് ഫ്രം ദ ബാലൻസസ് ഓർ ദി ഫിഗേഴ്സ് ഫ്രം ദി ബാലൻസ് ഷീറ്റ്, ആൻഡ് കവറേജ് റേഷ്യോസ് വി ആർ കാൽക്കുലേറ്റിംഗ് ഓൺ ദ ബേസ് ഓഫ് ദി എമൗണ്ട് ഓർ ദി ഫിഗേഴ്സ് ഓർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓർത്തോണം കേട്ടോ. അപ്പം ഇൻട്രസ്റ്റിനെയും ഡിവിഡന്റിനെയും ഒക്കെ റെഗുലർലി കൃത്യമായ രീതിയിൽ അവർക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കവറേജ് റേഷ്യോസിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തത് ഫസ്റ്റ് റേഷ്യോ, സ്ട്രക്ചറൽ റേഷ്യോസിന്റെ ഹെഡിന്റെ കീഴിലുള്ളത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. വാട്ട് ഈസ് ദാറ്റ്? ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഇന്റേണൽ റേഷ്യോ. ഓക്കെ, എക്സ്റ്റേണൽ ഇന്റേണൽ ലിക്വിഡിറ്റി റേഷ്യോ ഓർ സെക്യൂരിറ്റി റേഷ്യോ. ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഓർഗനൈസേഷന്റെ സോൾവൻസി പൊസിഷൻ ആണ് അറിയുന്നത് വിത്ത് റിലേഷൻ ടു ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി ഉണ്ട്, ഷോർട്ട് ടേം ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ഇതൊക്കെയാണ് ഈ പറയുന്ന ഐറ്റംസ് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ലോങ് ടേം ഡെപ്റ്റിൽ വരുന്നത്, ഇതൊക്കെയാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ലോങ് ടേം ഡെപ്റ്റിൽ ഇതൊക്കെ വരും, ലോൺസ് വരും, അതായത് ലോങ് ടേം ലോൺസ് വരും, മോർഗേജസ് വരും, ഡിബഞ്ചേഴ്സ് വരും. ഇക്വിറ്റിയിലാകുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. ഇത് ഏകദേശം കുറെ കാര്യങ്ങളിൽ ഇതേ ഐറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോ റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. ദാറ്റ്സ് ഓൾ. ഇനി ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് അടുത്തതാണ്. ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഡെപ്റ്റിനെയും കൺസിഡർ ചെയ്യണം, ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും, അത് മാത്രമേ വ്യത്യാസം വരും. ഓക്കെ, ദെൻ അടുത്തത് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ്. അതായത് ഇവിടെ നമ്മൾ ഓർഗനൈസേഷന്റെ ടോട്ടൽ അസറ്റുകളെയും ടോട്ടൽ ഡെപ്റ്റിനെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ സോൾവൻസി ഓർത്തോണം കേട്ടോ, അവിടെ ശ്രദ്ധിച്ചേ. റേഷ്യോ ഓഫ് ടോട്ടൽ ഡെപ്റ്റ് ടു ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് പറയുന്ന വേറൊരു പേരെന്താണ്? ഇറ്റ് ഈസ് സോൾവൻസി റേഷ്യോ. നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ നിങ്ങളോട് വെറുതെ ക്വസ്റ്റ്യൻ, ശരിക്കും സോൾവൻസി റേഷ്യോസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഒത്തിരി റേഷ്യോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ട്. കാരണം എന്നാ, സ്ട്രക്ചറലുണ്ട്, കവറേജ് റേഷ്യോസ് ഉണ്ട്,
അങ്ങനെ അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള റേഷ്യോസ് ആണ് സോൾവൻസി റേഷ്യോസ് അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി അല്ലെങ്കിൽ ലെവറേജിന്റെ കീഴിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ വെറും ഒരു സോൾവൻസി റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്, റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെപ്റ്റ്. അപ്പൊ ഓരോന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കൺഫ്യൂസിങ് ആയ രീതിയിലുള്ള കുറെ സിനോണിംസ് ഒക്കെ ഇതിനകത്ത് ഇടയ്ക്ക് കയറി വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഓരോന്നും മനസ്സിലാക്കിയിരിക്കണം. ഓരോന്നും ചോദിക്കുമ്പോൾ ട്രിക്കി ആയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കുറെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയിട്ടുണ്ട്. ദാറ്റ് യു വിൽ ഗെറ്റ് ദി വീഡിയോസ് ആൻഡ് ഓൾ. ഇനി അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണ്? ടോട്ടൽ അസറ്റും ഉണ്ട്, ടോട്ടൽ ഡെപ്റ്റും ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. അത് നമ്മൾ ഡിവൈഡ് ചെയ്യും. ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേമും ഉണ്ട്, ഷോർട്ട് ടേം അല്ലെങ്കിൽ കറന്റും ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇനി അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോക്ക് പറഞ്ഞ വേറൊരു പേര് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും, നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയും. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ആണ്, അത് എന്തായിരിക്കും? ഇക്വിറ്റി ആയിരിക്കും അല്ലെ. പ്രൊപ്രൈറ്ററിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇക്വിറ്റി ആണ്. അപ്പൊ ഇക്വിറ്റി റേഷ്യോ എന്നും നെറ്റ് വർത്ത് റേഷ്യോ എന്നും പറയുന്നു. അതിനുള്ള ഇക്വേഷൻ, we are trying to establish the relation between shareholders fund and total assets of the organization. Okay, so equity divided by what? Total assets into 100 will be the answer. Equity എന്ന് പറയുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. അതിനകത്ത് എന്തൊക്കെ വരും? ഇക്വിറ്റി വരും, റിസർവ് സർപ്ലസ് വരും, പ്രിഫറൻസ് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നൗ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി അടുത്തത് ഫിക്സഡ് അസറ്റ് നെറ്റ് വർത്ത്. എന്തായിരിക്കും? ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വെക്കാം അല്ലെ. ഞാൻ ഓടിച്ചു വിടുവാണ്, കാരണം നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സെഷൻസിൽ ഡീൽ ചെയ്യുന്നത് കൊണ്ട്, ഇതൊരു ഓവർവ്യൂ സെഷൻ ആയതുകൊണ്ടും ഐ എം ജസ്റ്റ് skipping all, not skipping, I'm not going into the details of these ratios. Okay, അപ്പോ ഇതാണ് ഈ പറയുന്ന റേഷ്യോ. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഓക്കെ, നൗ ദി നെക്സ്റ്റ് വൺ ഈസ് റിഗാർഡിംഗ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. Yes, fixed asset ratio. Fixed asset ratio means fixed asset after depreciation divided by long term funds. ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യും. ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടുവാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒത്തിരി ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാത്തത്. ക്ലാസ്സുകൾ വരുന്നുണ്ട്, നമുക്ക് ഇത് ബാക്കിയുള്ള ടോപ്പിക്കിനെ ഒരു ഓവർവ്യൂ കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് ഇൻകം ബെയറിംഗ്, ഇതൊക്കെ എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻകം ബെയറിംഗ്? ഇതൊക്കെ നമ്മൾ പറയും കേട്ടോ. ദാറ്റ് മീൻസ് എന്തൊക്കെയായിരിക്കും? ഡിബഞ്ചേഴ്സും ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറയുന്നത് ഫിക്സഡ് ഇൻകം എന്ന് പറയുന്നത്? We have to give interest amount അല്ലെ, അതൊരു ഫിക്സഡ് ഇൻകം ആണ്. ഫിക്സഡ് or we will be receiving the interest amount, that means it's fixed income. then long term loans ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് അതിനകത്ത് കൺസിഡർ ചെയ്യാം. പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒരു കൈൻഡ് ഫിക്സഡ് എലമെന്റ് ആണ്. കാരണം എന്താ? ഇത്ര എമൗണ്ട് ഓഫ് ഡിവിഡന്റ് ഈവൻ പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ. they are having that preference to get the dividend before the equity shareholders. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കമ്പനിയിലൊക്കെ പഠിച്ച സമയത്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദെൻ അപ്പൊ ഇതാണ് റേഷ്യോ അനാലിസിന്റെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കവറേജ് റേഷ്യോ. നമ്മൾ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ റേഷ്യോസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് കവറേജ് റേഷ്യോ. കവറേജ് റേഷ്യോ നിങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ, P&L ഫിഗേഴ്സ് ആണ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നോക്കണത്? ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ പറ്റുമോ, ഡിവിഡന്റ് കവർ ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഓക്കെ, അതിനി അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൊടുത്തിരിക്കുന്നത്? നമ്മള് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് എബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, കാരണം എന്നാ, ഈ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഇനി എന്ത് കൊടുക്കേണ്ടത്? കൊടുത്തിട്ടില്ലാത്ത ആ പ്രോഫിറ്റിന്റെ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം വരുന്നതാണ് EAT എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇൻട്രസ്റ്റ് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പൊ ഇത് നിങ്ങൾ മാർജിനൽ ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കയ്യിൽ എത്രമാത്രം ഓർഗനൈസേഷൻ പ്രോഫിറ്റ് കയ്യിൽ കിടപ്പുണ്ടോ ആ പ്രോഫിറ്റിനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്? ഫിക്സഡ് എക്സ്പെൻസുകളും വേരിയബിൾ എക്സ്പെൻസുകളും അതിനകത്ത് പോയി കഴിഞ്ഞു, ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എത്രമാത്രം ഇൻട്രസ്റ്റ് കൊടുക്കാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കവർ റേഷ്യോയ്ക്ക് പറയുന്ന വേറൊരു പേര് ഡെപ്റ്റ് സർവീസ് റേഷ്യോ. ദെൻ അടുത്തത് നെക്സ്റ്റ് കൈൻഡ് ഓഫ് റേഷ്യോ ഈസ് ഡിവിഡന്റ് കവറേജ് റേഷ്യോ. ഡിവിഡന്റ് coverage ratio means here we are trying to analyze whether the organization is having that capability to give the dividend കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള. ആർക്കാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്. ഓക്കെ, കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്തെങ്കിലും ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം അതുപോലെ ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. ശരിയാണല്ലോ? ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലേക്കുള്ള ഡിവിഡൻഡ് കവറേജ് ആണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ പറഞ്ഞു ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ഇൻട്രസ്റ്റും ടാക്സും കൂടെ പേയ്മെന്റ് നടത്തിയ ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റും പേയ്മെന്റും ടാക്സ് ഷെയറിംഗ് അതിന്റെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എന്താണ്? ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്. അതാണ് EAT എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആ EAT-യിൽ നിന്നും എത്രമാത്രം പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇപ്പം 1 lakh ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള എമൗണ്ട് എങ്കിൽ അതിന് 10% ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ എന്ത് വരും? ഇറ്റ് വിൽ ബി 10,000 ഉള്ളി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഓക്കെ, നൗ ഇനി അടുത്തത് ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എല്ലാ തരത്തിലുള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജുകളും മീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിനകത്ത് എന്തും വരും, ഡിവിഡൻഡും വരും, പ്രിഫറൻസ് ഡിവിഡൻഡും വരും, മറ്റു തരത്തിലുള്ള ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും വരും, അല്ലെങ്കിൽ ബോറോയിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും വരും. അത് ഓർത്തോണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി, അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസും അല്ലെങ്കിൽ ഡിവിഡൻഡും ഇതെല്ലാം കൂടെ കൊടുക്കാനായിട്ട് നമ്മുടെ ഉള്ള ഏക സാധനം എന്നാ? ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സേ ഉള്ളൂ അല്ലെ? അത് വെച്ചാൽ അതിൽ നിന്നല്ലേ നമ്മൾ കൊടുക്കണ്ടേ. ബാക്കി എക്സ്പെൻസുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് എബിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ഇൻട്രസ്റ്റ്, ഫിക്സഡ് ചാർജസ്. അതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി റേഷ്യോസ്. ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലുള്ള അതിന്റെ അസറ്റുകളെ, അതിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് അസറ്റ്സിനെ ഓർഗനൈസേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിന്റെ എഫിഷ്യൻസി ലെവൽ എന്താണ്, ഇതാണ് ആക്ടിവിറ്റി റേഷ്യോസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ പെർഫോമൻസ് റേഷ്യോസ്, അസറ്റ് മാനേജ്മെന്റ് റേഷ്യോസ്, അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, ഓർഗനൈസേഷന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന റിസോഴ്സുകളെ എത്ര ഇഫക്റ്റീവായ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ, ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓർത്തോണം കേട്ടോ, അത് എപ്പോഴും ഓർക്കണം. ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാലോ ഓർഗനൈസേഷന് കുറെ റിസോഴ്സുകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് റിസൾട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പം ആക്ടിവിറ്റി റേഷ്യോസ് നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് കൂടെ വിളിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ എഫക്റ്റീവ്ലി ഓർ അറ്റ് വാട്ട് സ്പീഡ് ദീസ് കൈൻഡ് ഓഫ് റിസോഴ്സ് ആർ ബീങ് ടേൺഡ് ഇൻ ടു ക്യാഷ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻകം അല്ലെ? നമ്മളത് കുറെ റിസോഴ്സുകൾ ഓർഗനൈസേഷൻ അകത്ത് വെച്ചിട്ട് കാര്യമില്ല. അതിനെ നമുക്ക് ക്യാഷ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇൻകത്തിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ ഈ റിസോഴ്സുകൾ എംപ്ലോയ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എത്ര സ്പീഡിൽ ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതെന്നുള്ളതാണ് ആക്ടിവിറ്റി റേഷ്യോസിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇൻവെന്ററി അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അവിടെ നമ്മൾ എടുക്കുന്ന രണ്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് ഇൻവെന്ററിയുമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. ഇതിന് കുറച്ച് ഓൾട്ടർനേറ്റ് ഇക്വേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ക്ലാസ്സുകളിലൂടെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴേക്കും മനസ്സിലാക്കും. ദെൻ അടുത്തത് ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കും. ആവറേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ട് ഫിഗറുകളെങ്കിലും കുറഞ്ഞത് കാണും. അത് ഡിവൈഡഡ് ബൈ എത്ര ഫിഗേഴ്സ് ഉണ്ടോ ആ എമൗണ്ട് ആയിരിക്കും അല്ലെ? നമ്മളൊരു മീനൊക്കെ കണ്ടുപിടിക്കുന്ന പോലെ. അപ്പൊ നമുക്കിവിടെ ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ടാവും, ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ടാവും. So that means opening inventory plus closing inventory divided by 2 will be the average inventory. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കിട്ടും. ദാറ്റ് വിൽ ബി റെപ്രസെന്റിംഗ് ഓൺലി ഇൻ വാട്ട് ടൈംസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു കളക്ഷൻ പീരീഡ് അറിയണം, അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ സ്റ്റോക്ക് വെലോസിറ്റി അറിയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് either we will take this amount ടൈംസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ, അതിനെ നമ്മൾ മന്ത്സിലാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ എന്നുള്ള ഈ ഫിഗർ ഇട്ട് ചെയ്യും, അല്ലെങ്കിൽ 365 ഡിവൈഡഡ് ബൈ എന്നുള്ള രീതിയിൽ ചെയ്യും. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ട് എനിക്കറിയാം. സ്പീഡ് കൂടുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് ആൻ ഓവർവ്യൂ സെഷൻ. നിങ്ങൾക്ക് കൂടുതൽ സെഷൻസ് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടും, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. ഓക്കെ,
ഇനി അടുത്തത്, this is a kind of ratio that is debtors turnover ratio. Okay, please don't worry കേട്ടോ, നിങ്ങളത് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഒരു ഓവർവ്യൂ കിട്ടും. അപ്പൊ അതുകൊണ്ട് just listen what all things you have to study in this particular area. എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി പോവാം. ഇനി അടുത്തത് ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മുടെ ഡെപ്റ്റേഴ്സ് ആയിട്ടുള്ളവരിൽ നിന്ന് എത്ര പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എമൗണ്ടിനെ റിസീവ് ചെയ്യാൻ പറ്റും, അതാണ് ഡെപ്റ്റേഴ്സ് ടേൺഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളത് എന്താ എടുക്കണം, നമുക്ക് ഡെപ്റ്റർ ഉണ്ടാവുന്ന എപ്പോഴാണ്? ഒരു ഓർഗനൈസേഷൻ ക്രെഡിറ്റ് സെയിൽസ് എല്ലാം നമുക്ക് ക്യാഷിലായി കിട്ടണമെങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഇല്ല. ഓക്കെ, ഡെപ്റ്റേഴ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷന്റെ കയ്യിൽ അവർ സെല്ലിംഗ് നടത്തിയിരിക്കുന്ന ഗുഡ്സിൽ നിന്നും എന്തുമാത്രം എമൗണ്ട് ആണ് ഇവർക്ക് എന്താ പറയുക, ആ എമൗണ്ട് ക്രെഡിറ്റിൽ പോയിരിക്കുന്നത് എത്ര നാള് കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് ക്വിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനപ്പോ നമുക്ക് എന്ത് സെയിൽസ് ആണ് എടുക്കേണ്ടത്? ക്യാഷ് സെയിൽസ് നമുക്ക് ആവശ്യമില്ല. വി ഷുഡ് ഗെറ്റ് ദി ക്രെഡിറ്റ് സെയിൽസ്. സോ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ടിനെ നമ്മൾ എടുക്കും, എന്നിട്ട് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ചെയ്യും. വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ സുഖമായിട്ട് അനലൈസ് ചെയ്തെടുക്കാം, എളുപ്പമാണ്. ഇനി ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ്സ് ഓൾ. അതിന്റെ കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിസീവബിൾസും കൂടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആവറേജ് നമ്മൾ ഈ പറയുന്ന റിസീവബിൾസിന്റെ ആവറേജ് കൂടെ കൺസിഡർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആവറേജ് കളക്ഷൻ പീരീഡ് അത് സെയിം തന്നെയാണ്. നമ്മൾ കിട്ടുന്ന ടൈംസ് ആണ്. ആ ടൈംസിനെ ഡിനോമിനേറ്റർ ആക്കി നിർത്തിക്കൊണ്ട് 360 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 12 ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് ടേൺഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ക്രെഡിറ്റേഴ്സ് എപ്പോഴാണ് വരുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റിലാണെങ്കിലാണ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുന്നത്, അല്ലെ? നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന കടത്തിലാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് ഇത് കൊടുത്ത് തീർക്കാനായിട്ട് കിടക്കുന്ന എമൗണ്ട് ആണ്. ആ പറയുന്ന നമ്മൾ സപ്ലൈസിലേക്ക് പോകേണ്ട ഒരു എമൗണ്ട് ആണ്. അപ്പൊ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗുഡ് ക്രെഡിറ്റിലാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ളവരിലേക്ക് നമുക്ക് എത്ര പെട്ടെന്ന് ആ പേയ്മെന്റിനെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് ക്രെഡിറ്റേഴ്സ് ടേൺഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ പേയബിൾസ് ടേൺഓവർ റേഷ്യോ എന്ന് വിളിക്കാറുണ്ട്. ഇതിനപ്പോ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? ക്രെഡിറ്റ് പർച്ചേസസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം എന്നാ, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴേ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുന്നുള്ളൂ, ആണല്ലോ. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസിന്റെ ഫിഗർ എടുക്കുന്നു, അത് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അതില് ബിൽസ് റിസീവബിൾ നമ്മൾ ഡെപ്റ്റേഴ്സിൽ ആഡ് ചെയ്യുന്നത് പോലെ ഇവിടെ ബിൽസ് പേയബിൾ വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. ആവറേജ് ഈസ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി അതിന്റെയും ആവറേജ് പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് പീരീഡ് ഉണ്ട്. That is 360 divided by that particular times or 12 divided by that particular times. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ എത്രമാത്രം പ്രാവശ്യം ടേൺ ഓവർ ചെയ്താണ് സെയിൽസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റിലേഷൻ ഈസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഒരു കൈൻഡ് ഓഫ് ബാക്ക് ബോൺ നമുക്ക് പറയാം. കാരണം ആഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഫേസ് തിങ്സ്. അപ്പം ഡേ ടു ഡേ വരുന്ന എക്സ്പെൻസുകളെ എന്നിവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സെറ്റിൽമെന്റ്സ് നടത്താൻ പറ്റില്ല, ഈവൻ കളക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് എഫക്റ്റീവായ കോൺട്രിബ്യൂഷൻസ് വരില്ല, യൂട്ടിലൈസേഷൻ എന്നുള്ളത് കുറഞ്ഞു പോകും. ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയ ശരിക്കും പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഒത്തിരി കാര്യങ്ങൾ, ഇൻവെന്ററി മാനേജ്മെന്റ്, റിസീവബിൾസ് മാനേജ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിയറീസ് ഉണ്ട് ക്യാഷ് മാനേജ്മെന്റിൽ വരുന്നത്. പ്യൂമോൾസ് തിയറി, അതുപോലെ ഓർ മോഡല്, ഇങ്ങനെ കുറെ തരത്തിലുണ്ട്. ഓർ മോഡല്, അതുപോലെ അങ്ങനെ ഒത്തിരി ഒത്തിരി മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അപ്പം എത്രമാത്രം പ്രാവശ്യം ടേൺ ഓവർ ആയിട്ടാണ് നമുക്ക് സെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്ത് ഉപയോഗിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ്സ് ഓൾ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്ര ഉള്ളൂ. ഇനി അടുത്തത്, ഇപ്പൊ സ്പീഡ് ഓക്കെ ആണോ നിങ്ങൾക്ക്? സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ, സോ ഫിക്സ്ഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ. ഇനി ഫിക്സ്ഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫിക്സ്ഡ് അസറ്റ്സ് ഇതുപോലെ തന്നെയാണ്. ഫിക്സ്ഡ് അസറ്റുകളെ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ടാണ് ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം സെയിൽസിലേക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുന്നതെന്നാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ പഠിക്കുന്നത്. അവിടെയും എന്താണ്? സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റ്സ്. അത്രേ ഉള്ളൂ. ഇതെല്ലാം വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റുകളാണ്. ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻവെസ്റ്റ്മെന്റ്സിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം അത് സെയിലിനെ അഫക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ സെയിൽസ് എന്ന് പറയുമ്പം
സെയിൽസ് ദാറ്റ് ഇസ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ സെയിൽസ് അല്ല, അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാൽ മതി. ദെൻ അപ്പൊ ഇതാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി അടുത്തത് വരുന്നതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഇത് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റേഷ്യോസ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മുടെ സെയിൽസിൽ നിന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിൽ നിന്നും നമുക്കുള്ള ടോട്ടൽ അസറ്റുകളിൽ നിന്നും എന്തുമാത്രം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ദാറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ സെയിൽസ് ഓർ ഇൻവെസ്റ്റ്മെന്റ്, രണ്ട് തരത്തിലും ഉണ്ട്. ഓക്കെ, സെയിൽസിൽ നിന്നുള്ളതാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഏർണിംഗ്സ് പെർ ഷെയർ, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് റേഷ്യോസിലേക്ക് അത് പോകും. ഓക്കെ, അപ്പൊ പ്രോഫിറ്റബിലിറ്റി നമുക്ക് ആദ്യം സെയിൽസിന്റെ ബേസിലുള്ള നോക്കാം. ആദ്യം വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രോസ് മാർജിൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും? വെരി സിമ്പിൾ. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇറ്റ് ഈസ് ബീങ് റെപ്രസെന്റഡ് ഇൻ 100, ദാറ്റ് മീൻസ് പെർസെന്റേജ് ടേംസിലാണ് നമ്മൾ കാണിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, അതാണ് അതിന്റെ റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻടു 100, അതാണ് റേഷ്യോ. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സെയിൽസിലേക്ക് എത്തണമല്ലോ. സെയിൽസ് എന്ന് പറയുമ്പോൾ നെറ്റ് സെയിൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രോസ് സെയിൽസ്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തിട്ടുണ്ടാവണം? സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത് മൈനസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഈ ഗ്രോസ് നെറ്റ് സെയിൽസ് ഇസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇനി എങ്ങനെയാണ് ഈ ഗ്രോസ് സെയിൽസ് കണ്ടുപിടിക്കണേ? ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാലോ ഈ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ മൈനസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഇൻവെന്ററിക്കകത്ത് ചെയ്തതാണ്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നു. നെറ്റ് സെയിൽസിൽ നിന്നും ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. That gross profit divided by net sales into 100 will give you the gross profit ratio. That's all. Okay. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു ഓവറോൾ എഫിഷ്യൻസി ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിനെയാണ് അളക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസസും ഉണ്ട്. ഓക്കെ, അപ്പോ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസസും ഉണ്ട്. ഇത് രണ്ടിനും നമ്മൾ അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ എക്സ്പെൻസസും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്നുള്ള എമൗണ്ട് നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇതാണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് cost of goods sold plus operating expenses divided by net sales into 100 will give you operating ratio. Operating expenses include office and administration, selling and distribution and financial expenses. Okay. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ എലമെന്റ്സ് കൂടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും ആണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. നോൺ ഓപ്പറേറ്റിംഗ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ റേഷ്യോസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും പഠിക്കും. ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻസ് മാത്രം പറഞ്ഞ് ഞാൻ പോവാണ്. ഓക്കെ, ഇനി എക്സ്പെൻസസ് റേഷ്യോ. എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പെൻസിനെയും നെറ്റ് സെയിൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു അതിന്റെ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇപ്പം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഇപ്പോൾ ലേബർ കോസ്റ്റ്, ഇതിനൊക്കെ എന്ത് ചെയ്യും? ഇപ്പം ഫോർ എക്സാമ്പിൾ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവണമെങ്കിൽ കോസ്റ്റ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം. എന്നാലാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബിഫോർ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് കളഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ടാക്സ് എലമെന്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ആഫ്റ്റർ ടാക്സ് ആണെന്നുണ്ടെങ്കിലോ ടാക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കൃത്യമായി നമ്മുടെ കയ്യിലുള്ള ഡിസമിനേഷൻ പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നെറ്റ് പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോസ് എന്ന് പറയുന്നത്. ഇനി ഇത് ജസ്റ്റ് ഓവർവ്യൂ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇനി പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് റേഷ്യോസ് എന്ന് പറയാനാണ് നമ്മൾ പറയുന്നത്
ദിസ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അതിനകത്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റി ക്യാപിറ്റൽ, ടോട്ടൽ അസറ്റ്സ്, ഇത്ര റിട്ടേൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതില് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻടു 100 ഇങ്ങനെയാണ് ഇക്വേഷൻസ് പോകുന്നത്. അപ്പൊ ഇത് ഞാൻ ഈ റേഷ്യോസിന്റെ ഒരു ഓവർവ്യൂ മാത്രമേ തരുന്നുള്ളൂ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. റേഷ്യോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻ സിമ്പിൾ വേർഡ്സ് വി ആർ എക്സ്പ്രസിംഗ് സം കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ഡിഫറെന്റ് ഐറ്റംസ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഓർ ദ P&L അക്കൗണ്ട്. അത് പലതരത്തിലുള്ള റേഷ്യോസ് പോകുന്നുണ്ട്. മെയിൻ ഇമ്പോർട്ടന്റ് ആയ റേഷ്യോസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് തരാം. ബാക്കിയുള്ള നമ്മൾ വഴിയെ ആ സെഷൻസ് വരുമ്പോഴേക്കും ബാക്കി പഠിക്കും. ഓക്കെ, അതായത് ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി ഓർ ലെവറേജ് റേഷ്യോസ്, ആക്ടിവിറ്റി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള റേഷ്യോസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റിക്കകത്ത് തന്നെ ബേസ്ഡ് ഓൺ സെയിൽസ് ആണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. ബാക്കിയുള്ളതും ചോദിച്ച് കാണാറുണ്ട്, പക്ഷെ അതിൽ കൂടുതലും ഈ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സിലബസിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ബഡ്ജറ്റിംഗ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കോസ്റ്റ് ഷീറ്റിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, അതുപോലെ ഡൂപോണ്ട് അനാലിസിസ്, അതുപോലെ തന്നെ സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ കിടക്കുന്ന മെയിൻ ഏരിയാസ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നത് ഇതൊരു സിലബസ് അക്വൈൻറ്റൻസിന്റെ സെഷൻ ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു ഓർഗനൈസേഷൻ അതിന്റെ ഡിഫറെന്റ് ആയ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അതിന്റെ ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് അനുസരിച്ചിട്ട് സാധാരണഗതിയിലെ ബഡ്ജറ്റിംഗിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു, അതിനെ ഉപയോഗിക്കുന്നു. ബാക്കി എന്താണോ അടുത്ത വർഷം അതിന്റെ പോളിസികൾ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്ത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം പുതിയ തരത്തിലുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ കൊണ്ടുവരുന്നു. ഇത്ര നമ്മൾ സാധാരണ ഒരു ബഡ്ജറ്റ് നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ്. പക്ഷേ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറും കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് അലോക്കേഷനും ഒരു മാനേജ്മെന്റ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും അവർക്ക് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്, ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു ബഡ്ജറ്റിനെ അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അപ്പം ഓരോ പ്രാവശ്യവും കണ്ടിന്യൂസ് ലെവൽ ഓഫ് ഇവാലുവേഷൻ നടന്നതിന് ശേഷം മാത്രം ജസ്റ്റിഫിക്കേഷൻസിന്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സീറോ ബഡ്ജറ്റിംഗ് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ദാറ്റ് മീൻസ് ഈച്ച് ടൈം ദ ഓർഗനൈസേഷൻ വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം സ്ക്രാച്ച്. ഓക്കെ, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് ആണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന ടൈപ്പ് ഓഫ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, ഈ സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗിനകത്ത് ഡിഫറെന്റ് ആയ ഡിസിഷൻ പാക്കേജസ് കാണും. ആ ഡിസിഷൻ പാക്കേജസ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്ക് റെസ്പോൺസിബിലിറ്റി എടുത്തത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് ബഡ്ജറ്റ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് സിംപ്ലി പറഞ്ഞ എന്താണ്, നമ്മൾ ആന്റിസിപ്പേഷൻ, ഒരു കൈൻഡ് ഓഫ് എക്സ്പെക്ടഡ് ഇൻകംസ് ആൻഡ് എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തതിനു ശേഷം ഡിഫറെന്റ് കൈൻഡ് ഓഫ് അലോക്കേഷൻസ് നടത്തുന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്, പ്രോഗ്രാം ബഡ്ജറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ബഡ്ജറ്റ്സ് ഉണ്ട്, മാസ്റ്റർ ബഡ്ജറ്റ്സ് ഉണ്ട്, അതുപോലെ ഫങ്ഷണൽ ആയിട്ടുള്ള ബഡ്ജറ്റുകൾ ഉണ്ട്. ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് പർച്ചേസ് ഉണ്ട്, യൂട്ടിലൈസേഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്യാഷ് ബഡ്ജറ്റ്സ് ഉണ്ട്, അതുപോലെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയ ബഡ്ജറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിന്റെ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ദോസ് കൈൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് അനാലിസിസ് പഠിക്കുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി ദാറ്റ് മീൻസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അനാലിസിസ് പഠിക്കുന്നുണ്ട്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് പഠിക്കുന്നുണ്ട്, അതുപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേഷൻസ്, എബിറ്റ് കാൽക്കുലേഷൻസ്, കോൺട്രിബ്യൂഷൻ കാൽക്കുലേഷൻ, വിച്ച് ഏത് പ്രൊഡക്റ്റുകളിലേക്ക് സെയിൽസ് മിക്സ് ആണ് നല്ലത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്യും. അതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത രണ്ട് ഏരിയാസ് ആണ് ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനകത്ത്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ ക്യാഷ് പൊസിഷനെ അനലൈസ് ചെയ്യും. ഫ്രം വെയർ ദ ക്യാഷ് ഇസ് കമ്മിങ് ടു ദി ഓർഗനൈസേഷൻ ആൻഡ് ടു വെയർ ദ ക്യാഷ് ഇസ് ഗോയിങ് ഫ്രം ദി ഓർഗനൈസേഷൻ. ഇതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ 3 ഹെഡിന്റെ കീഴിൽ നമ്മൾ തിരിക്കും: ഇൻവെസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ്. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്, അങ്ങനെ ഒരു സ്കെഡ്യൂൾ നമ്മൾ തിരിക്കും. അതിന്റെ കീഴിലാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് പൊസിഷൻ ആണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഫണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഏറ്റവും പോപ്പുലർ സെൻസിനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ,
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പൊ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ആദ്യമേ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ദാറ്റ് മീൻസ് എവിടെ നിന്നൊക്കെയാണോ ഓർഗനൈസേഷന് കിട്ടുന്ന എമൗണ്ട്, അത് ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് വരുന്നത്, ഈ കിട്ടുന്ന എമൗണ്ടിനെ എങ്ങോട്ടൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് അതിനെവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും, ഈ കാര്യമാണ് നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാൻ കിടക്കുന്ന ഏരിയാസ്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് ഈ ഒരു ഓവർവ്യൂ അവസാനിപ്പിക്കുവാണ്. Now let us move on to check some kind of questions that is being asked in the previous years. കഴിഞ്ഞ ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എവിടം വരെയൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഹിയർ നമുക്ക് ആദ്യമേ അതിന്റെ തിയറി പോർഷൻസ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്തിനെ കുറിച്ച് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന്, ഞാനിപ്പോ ഇതിന്റെ എന്താ പറയുക പ്രോബ്ലം ഏരിയാസ് ഇപ്പൊ എടുക്കുന്നില്ല, കാരണം നിങ്ങൾ പുതിയ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ഇത് കുറച്ചുകൂടി ആ ടോപ്പിക്സിലേക്ക് അക്വൈന്റഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. So now let us move on to think about some simple general type of questions that you can answer now. Okay. Our first question എന്ന് പറയുന്നത് ഇതൊരു കൈൻഡ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഐ തിങ്ക് നിങ്ങൾക്ക് സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യട്ടെ. So this is some of the previous year question that was being asked, and this question is accounting principles are generally based on. അപ്പൊ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വന്ന ഏരിയാസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി, നമുക്കറിയാം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട് അത് കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത്. മെയിൻ ആയിട്ടും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ട്, ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു റൂൾസും റെഗുലേഷൻസും അതുപോലെ തന്നെ ഒരു കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. ഒബ്ജക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആക്യുറസി കൊണ്ടുവരാൻ ഒരു ഒബ്ജക്റ്റീവ് ആണ്. യൂണിഫോമിറ്റി കൊണ്ടുവരിക, കമ്പാറബിലിറ്റി എൻഷുർ ചെയ്യുക, ഹാർമണൈസേഷൻ കൊണ്ടുവരിക, കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാഗ്മാറ്റിക് ആക്കുക, ഇതെല്ലാം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ബേസ്ഡ് ഓൺ വാട്ട്? സബ്ജക്ടിവിറ്റി ആണോ, കൺവീനിയൻസ് ആണോ, ലീഗൽ ഫ്രെയിംവർക്ക് ആണോ, പ്രാക്ടിക്കബിലിറ്റി ആണോ? നിങ്ങളൊന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു ഇപ്പൊ കിട്ടിയിരിക്കുന്ന ജനറൽ ഐഡിയ മാത്രം മതി. എല്ലാ തരത്തിലുള്ള നമ്മളിപ്പോ വെൽ വേഴ്സ്ഡ് അല്ല ഒരു ടോപ്പിക്കിൽ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ, ഇത് ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. So if you are okay or if you know this particular answer, you may please type in the chat box. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ? എ. വെരി കറക്റ്റ്. അനുപമ, ഇറ്റ് ഇസ് കറക്റ്റ്. രശ്മി, യെസ്, വെരി സിമ്പിൾ അല്ലേ? നമുക്ക് ഒന്നും ആലോചിക്കാതെ നമുക്ക് പറയാവുന്ന ആൻസർ ആണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ജനറലി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടിക്കബിലിറ്റി. വെരി അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കി മാറ്റുക, കുറച്ചുകൂടി എല്ലാത്തിനും ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, now this then come to this particular question. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അത്രയും നമുക്ക് പോകണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. Now take this question. Cash flows are grouped in the form of cash flow statements as per Ind AS 3 into which of the following major categories? ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാഷ് പൊസിഷൻ അനലൈസ് ചെയ്യാനുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഇന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്, ഇന്ന ഹെഡുകളുടെ തിരിക്കുന്നുണ്ട്. ഇവിടെ ആൻസർ വന്നു കഴിഞ്ഞു, ഡി. that is absolutely right. very good. That is എന്തൊക്കെയാണ്? 3 ഹെഡുകളുടെ കീഴിലാണ് നമ്മൾ തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫിനാൻസിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ? ഇറ്റ്സ് ട്രൂ. Okay, that's a very simple question. എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. So if you try for it or if you are prompt in learning the portions, you can crack this exam in a very simple manner. Okay, ഇനി അടുത്തത് which നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് ചൂടോടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണത്. Which concept states that profit are normally recognized when the title of the goods passes to the customer and not necessarily when money changes hands? ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഏത് കൺസെപ്റ്റ് ആണ് ഇങ്ങനെ പറയുന്നത്? പൊസിഷൻ മൂവ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് റെക്കഗ്നൈസ്ഡ് ആയി എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം, അല്ലാതെ മണി ചേഞ്ച് ചെയ്യുന്ന സമയത്തല്ല. ഏതാണ് ഈ പറയുന്ന കൺസെപ്റ്റ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏതാണ് ഈ കൺസെപ്റ്റ്? മേജർ ഇമ്പോർട്ടന്റ് ആയ 8 to 9 കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. Can you give me the answer? പറയാൻ പറ്റുമോ? ഇല്ല, നോക്കട്ടെ. ആൻസർ വന്നല്ലോ.
Yes. Realization concept. Yes. Realization concept. Okay. Now, next question. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion, IFRS and GAAP are two accounting systems competing for international acceptance. That is the assertion. And the reason is Indian accounting standards are in convergence with both the IFRS and the GAAP. Choose the correct appropriate answers. This is the answer. നമ്മളിപ്പോ പറഞ്ഞാണ് IFRS എന്താണ്, ഗ്യാപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, ഇത് ഈ സെയിം സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ സെഷന്റെ ഒരു ടൈമിൽ. അപ്പൊ എന്താണ് ആൻസർ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ, ബി. ഓക്കെ, ദെൻ വേറെ ഏതെങ്കിലും ആൻസർ പറയാനുണ്ടോ? ഉണ്ടോ? എനി അതർ കൈൻഡ് ഓഫ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉള്ളവരുണ്ടോ? എയും ബിയും അല്ലാതെ? ഇല്ല. No one is having any other kind of different opinion. So you are unanimous in your decision. Okay. Okay. But the answer is actually wrong. The answer is C. കാരണം എന്താ? എ കറക്റ്റ് ആണ്, പക്ഷെ 6 റോങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ IFRSും ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ട് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ശരിയാണ്, അതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇന്റർനാഷണൽ അക്സെപ്റ്റൻസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞ് പോയതാണ് നമ്മൾ ആദ്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ IFRSിലേക്ക് മാത്രമാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവേർജൻസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഗ്യാപ്പിലേക്ക് അല്ല. അത് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു ആണല്ലോ. എന്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ ഉണ്ടാക്കിയാലും അത് ഏത് സ്പെസിഫിക് ആയ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും ഏത് ഫിനാൻഷ്യൽ ഐറ്റത്തിന് വേണ്ടിയിട്ടാണെങ്കിലും they are doing it in convergence with IFRS only, not GAAP. So the answer is A is correct, but R is not correct. Did you get it? മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ക്ലിയർ ആണോ? റീസൺ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Okay. Now the next question, let's move on. Now try to answer this question. Making sufficient provisions for future losses but do not anticipate future profits. This statement is in accordance with which concept? ഏത് കൺസെപ്റ്റ് ആണ്? കൺസെപ്റ്റ് അല്ല കേട്ടോ, ആക്ച്വലി ആ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇറ്റ്സ് എ കൺവെൻഷൻ. ഏതാണ്? സി. യെസ്, ഇറ്റ്സ് റൈറ്റ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. സി, കൺസർവേറ്റിസം കൺസെപ്റ്റ് കൺവെൻഷൻ. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയതുള്ളൂ അല്ലെ. നമ്മള് പ്രോബബിൾ ആയിട്ടുള്ള ഈ പ്രോഫിറ്റ്സിനെ ആന്റിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, പക്ഷെ വരാൻ സാധ്യതയുള്ള ഷോക്കുകളെ, അൺപ്രീസിഡന്റഡ് ആയിട്ടുള്ള കണ്ടിജൻസീസിനെ, അൺഫോർസീൻ ഇവന്റ്സിനെ മനസ്സിലാക്കിയിരിക്കണം, അതിന് സഫീഷ്യന്റ് ആയ പ്രൊവിഷൻസിനെ കൊടുത്തിരിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ് ആൻഡ് യു ആർ so right in choosing the options. Now the next one is window dressing is prohibited due to. Okay, find answer to this question. Window dressing is prohibited due to. What is the answer? Someone is typing B. Okay, then any other answer? ഏതെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒരാൾക്ക് മാത്രമേ പറയാനുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ല. Okay, the answer is right. Convention of A. No, A is not correct. Conservatism അല്ലല്ലോ. ഏത് കൺവെൻഷൻ ആണ്? കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? fraudulent or manipulating the results, or we are concealing some kind of sensitive information of the organization. ശരിയല്ലേ? അത് പാടില്ല എന്നാണ് എന്ത് പറയുന്നത്? കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിൻഡോ ഡ്രസ്സിംഗ് അതിൽ പ്രോഹിബിറ്റഡ് ആണ്. സോ ദി ആൻസർ ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് ബി. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Try to find this. I don't know whether you will be able to figure out this question, but let's try. Schedule 3, Part 2 of the Companies Act 2013 deals with which of the following? ഏതാണ് അതിൽ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങളൊരു വൈൽഡ് ആയിട്ടുള്ള ഒരു ഗസ് നടത്തി നോക്കുക, ചിലപ്പോൾ ശരിയാകാം. I know that you are not thorough with this, but still let's try. ഏതാണ് ആൻസർ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാലോ. വൺ എ, ഓക്കെ, സി, ദെൻ എ.
ഏതാണ് ആൻസർ? ആരെങ്കിലും എന്തെങ്കിലും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടോ? Any kind of different opinion? ACA. But the answer is actually B, format of profit and loss account. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ലാത്തതാണല്ലോ, പഠിക്കാൻ ഇനി നമുക്ക് സമയം കിട്ടും. Okay, so here that's it. Then now ഇത് വേണ്ട, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ കിടക്കുന്ന കാര്യങ്ങളാണ്. So let us നമുക്കത് വേണ്ടെന്ന് നോക്കി. ഇനി ഇത് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കി. Identify true statements from the following. Balance sheet is always prepared from the point of view of the business, but not from the owner's point of view. The financial relation with the business to the owners is shown in the balance sheet. Balance sheet is always prepared for a period of time. So what is the answer? What is the correct code that we can select here? Is it 1 and 2, 2 and 3, 1 and 3, 1, 2, 3? What is the answer? What do you feel? നിങ്ങൾക്ക് എന്താ തോന്നണേ? Answer? A. Okay, that's true. A ആണ്. It is always prepared from the point of view of the business and not from the point of view of the owners. And here in balance sheet, we can see the relation between business and the owners, but because we are stating the amount of capital, that is share capital, equity shareholders, preference shareholders, etc. So that means financial relation can be seen. ഇനി balance sheet എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. Asset or ASO. That means it's point of time, not period of time. So the correct answer is A, 1 and 2. That's good. Then, so you are moving in the correct line. Now, next question. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, എനിക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ജസ്റ്റ് ട്രൈ വെദർ യു ക്യാൻ സീ ആൻഡ് വെദർ വി ക്യാൻ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഏതാണ് ആൻസർ വരുന്നത്? സിമ്പിൾ ആണ് ആക്ച്വലി. എ ആണ് ആൻസർ. എ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? എ ആണോ പറഞ്ഞേ? ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. എ ആണ് ആൻസർ. Goodwill of the company is a kind of fixed asset. Overdraft is a current liability. Yes, very good. Preliminary expenses are kind of fictitious assets, and premium on the issue of shares is reserves and surplus. Okay, that's true. Now, next question. What does a high payout ratio indicate? What does a high payout ratio indicate? നമ്മളിപ്പം കുറച്ച് പറഞ്ഞു വന്നതാണ്, നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ജസ്റ്റ് ട്രൈ വെദർ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. എ എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു. ദെൻ എ എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു. ദെൻ എനി അതർ കൈൻഡ് ഓഫ് ഒപ്പീനിയൻ ബി എന്ന് പറയുന്നു. ഓക്കെ, രശ്മി ഈസ് ടെല്ലിംഗ് ബി. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല, തീർന്നു. ആക്ച്വലി ബി ഈസ് ദി റൈറ്റ് ആൻസർ. മാനേജ്മെന്റ് ഇസ് നോട്ട് ഫ്ലോയിങ് ബാക്ക് ഇനഫ് പ്രോഫിറ്റ്. നമുക്കറിയാലോ പേ ഔട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഡിവിഡന്റ് പേ ഔട്ട് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ഓർഗനൈസേഷന് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് പുതിയ മാനേജറൽ പോളിസികളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റിനെ ഫ്ലോ ബാക്ക് ചെയ്യുന്നത്, അല്ലെ? കാരണം എന്നാ, അതിന് നമുക്ക് ഡിവിഡന്റ് ആയിട്ട് കൊടുത്താൽ ശരിയാവില്ല. നമുക്ക് വേറെ പല കാര്യങ്ങളിലേക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാനുണ്ട്. ഓർഗനൈസേഷനെ കുറച്ചുകൂടി ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. സർവൈവൽ കുറച്ചുകൂടി ഒന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ചില പോളിസികൾ എടുക്കാനുണ്ട്. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് ഇതിനെ ഒത്തിരി അങ്ങോട്ട് എന്താ പറയണേ, ഡിവിഡന്റ് ആയിട്ട് പേ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈ പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ഫ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് നടക്കുന്നില്ലെന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കുറവാണെന്നുള്ളതാണ്, അല്ലെ? സോ ദ മാനേജ്മെന്റ് ഇസ് നോട്ട് ഫ്ലോയിങ് ബാക്ക് ഇനഫ് പ്രോഫിറ്റ് ഇസ് റൈറ്റ് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ ടു യു നൗ? മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ?
ക്ലിയർ ആണോ? തെറ്റിപ്പോയാണ് ചോദ്യം. ക്ലിയർ ആണോ കൺസെപ്റ്റ്? യെസ്. ഓക്കെ. Now the next question. Try to find out this ratio. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ ചോദ്യം. ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഏതാണ് ആൻസർ വരുന്നത്? ഒന്ന് നോക്കിയേ. Which option is the right answer? Which option is the right answer? ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. Yeah, D. Someone is saying D. Rashmi is saying it is D. Then ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അനുപമ, സമീറ, okay. Okay, so let's move on. നമുക്ക് നോക്കാം. ലെവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു, ഞാൻ പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. അല്ലെങ്കിൽ ലെവറേജ് ഇൻ ദ സെൻസ് നമ്മൾ ആദ്യമേ മീൻ ചെയ്യുന്നത് ഡെപ്റ്റ് ആണ്, അല്ലെ? അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഞാൻ നിങ്ങളോട്, ആണല്ലോ, സോൾവൻസി റേഷ്യോസ് അല്ലെങ്കിൽ ലെവറേജ് റേഷ്യോസ്. സോ ലെവറേജ് റേഷ്യോ അപ്പൊ എന്തായിരിക്കും? എ ക്യാൻ ബി മാച്ച്ഡ് ടു ദ തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ. ഇനി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി പറഞ്ഞ എന്താന്നാ ഞാൻ പറഞ്ഞത്? ഷോർട്ട് ടേം സോൾവൻസി ആണ്, ആണല്ലോ? ആണ്. ഞാനത് നമ്മൾ അവിടെ ആ ഒരു സ്ലൈഡിൽ എഴുതിയിട്ട് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോ ലിക്വിഡിറ്റി ഈസ് ഓൾവേസ് ഷോർട്ട് ടേം സോൾവൻസി, സോ വി ക്യാൻ മാച്ച് ടു 1, ദാറ്റ് ഈസ് ഷോർട്ട് ടേം സോൾവൻസി. Then ടേൺ ഓവർ റേഷ്യോ ഇസ് തേർഡ് വൺ. ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫിഷ്യൻസി. ഞാൻ പറഞ്ഞല്ലോ, ടേൺ ഓവർ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? എഫിഷ്യൻസി ഓർ യൂട്ടിലൈസേഷൻ ഓർ അസറ്റ് മാനേജ്മെന്റ്, അസറ്റ് യൂട്ടിലൈസേഷൻ, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് ടേൺ ഓവർ റേഷ്യോ ക്യാൻ ബി മാച്ച് ടു എഫിഷ്യൻസി ഓഫ് അസറ്റ് മാനേജ്മെന്റ്. Then പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അത് ഒബ്വിയസ്ലി എന്താണ്? How much the organization is getting as reward from the activities, that is earning capacity. So we can match this D to second option, that is earning capacity. So D is the answer. Okay, so that's it. Now try the next question. Given below are the two statements. Activity ratios show where the company is going, and the balance sheet ratios shows how the company stands. Which is correct? Which statement is correct? 1 is correct, 2 is wrong, both are correct. 1 is wrong, 2 is correct, both are wrong. ഏതാണ് ആൻസർ വരുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് ട്രൈ ബൈ യുവർ സെൽഫ് നോക്കിക്കേ. ആൻസർ വന്നല്ലോ, നോക്കട്ടെ. സി. ആരാണ് പറഞ്ഞത്? സി ആണോ പറഞ്ഞേ? എ പറഞ്ഞിരിക്കുന്നു, സി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. എന്നാൽ ആക്ച്വലി ദ ആൻസർ ഇസ് ബി. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. നമുക്കറിയാലോ, ആക്ടിവിറ്റി റേഷ്യോസിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന അസറ്റുകൾ എത്രമാത്രം പ്രാവശ്യം ടേൺ ഓവർ ചെയ്താണ് സെയിൽസിലേക്ക് എത്തുന്നത്, സെയിൽസിലേക്കുള്ള ആ ഒരു ജേർണിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ദാറ്റ് മീൻസ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് വേർ ദ കമ്പനി ഈസ് ഗോയിങ് ആണല്ലോ, ആണ്. ഓക്കെ. ഇനി ബാലൻസ് ഷീറ്റ് റേഷ്യോസിൽ കമ്പനി എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു നമ്മൾ കണ്ടുപിടിക്കണം. അതും കറക്റ്റ് തന്നെയാ, ശരിയല്ലേ? ബാലൻസ് ഷീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ബോത്ത് ആർ കറക്റ്റ്. 1 and 2 ആർ കറക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? Whether you need any kind of further explanation? Any other kind of further explanation? Okay, I think it's clear to you now. Okay, now next one, next question. Yeah, try to find this out. നമ്മൾ പറഞ്ഞു പോയതാണ്, ഞാൻ അത് പറഞ്ഞിടയ്ക്ക് ഇടയ്ക്ക് ഈ കാര്യത്തെ കുറിച്ച് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. So that means you will be able to find it out.
Which of the following ratios are taken into consideration by a banker before sanctioning the loan? Before sanctioning the loan. Which of the following ratios are taken into consideration by a banker before sanctioning the loan? ഏതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന, നമ്മൾ ഇൻ ദ സെൻസ് ഒരു ബാങ്കർ കൺസിഡർ ചെയ്യാൻ പോകുന്ന, നിങ്ങളൊരു ബാങ്കർ ആണെങ്കിൽ ഏതിന്റെ റേഷ്യോനെ ആയിരിക്കും അത് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? Which ratio? Just try to find. Yeah, chat is coming in. C. Okay. Then any other opinion? വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? Any other kind of opinion? No, that is right. Debt equity ratio. അല്ലെ? Debt proportion എന്തുമാത്രമാണ്? അത് വെച്ചിട്ട് ഇത്ര % ഇത്ര ഡെപ്റ്റ് ഇക്വിറ്റി നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാവുമ്പോഴേക്കും നമുക്കത് സർവീസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഏത് %, ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് പ്രൊപ്പോർഷൻ ആണ് കൂടി നിൽക്കുന്നത്? ഇത്തരം സർവീസിംഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ബട്ട് സ്റ്റിൽ ആ പ്രപ്പോർഷനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെ? അപ്പൊ ദാറ്റ് വിൽ ബി ലുക്ഡ് ഓവർ or looked up by the banker before sanctioning the loan. So that is also correct. Now, the next one is this question. Try to find it out. Even if you are not getting the answer, it is okay. Match നോക്കിക്കേ. അറിയാവോ ഈ ക്വസ്റ്റിന്റെ ആൻസർ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം കേട്ടോ. If you are not able to find the answer, you can tell me that you don't know. No problem. A. Let's see. നോക്കാം. CA. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ഞാൻ പറഞ്ഞുതരാം. നോക്കട്ടെ, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, കൃത്യമായ ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കാതെ ഒരിക്കലും എമൗണ്ട് അലോക്കേറ്റ് ചെയ്യില്ല എന്നുള്ള നിഷ്കർഷയുള്ള ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആണ്, അല്ലെ? ദാറ്റ് മീൻസ് they are trying to control what expenditure. So zero based budgeting can be matched to zero control of expenditure. That means one can be matched to C. Then goodwill or capital reserve, that can be matched to business combination. So ആദ്യത്തെ നമ്മൾ സിയിലേക്ക് മാച്ച് ചെയ്തു, രണ്ടാമത്തെ നമ്മൾ ഡിയിലേക്ക് മാച്ച് ചെയ്തു. അപ്പൊ അങ്ങനെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, എയും ഡിയും ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാനിത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളിലേക്ക് ടൈപ്പ് ചെയ്യണം കേട്ടോ. സോ ഹിയർ നമുക്കറിയാം ബിസിനസ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ മെർജേഴ്സ്, അക്വിസിഷൻ, അമാൽഗമേഷൻ, അങ്ങനെയുള്ള എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആണ്. അത് നിങ്ങൾ ആക്ച്വലി അതിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയസ് നമ്മൾ എംകോമിലൊക്കെയാണ് പഠിക്കുന്നത്. ബികോമിൽ അത്രയും കാര്യമായിട്ട് അത് വരുന്നില്ല, ഉണ്ട്, പക്ഷെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ടാവില്ല. സോ ഇവിടെ നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അസറ്റുകളെയും ലയബിലിറ്റിനെ ഒക്കെ വാല്യൂ ചെയ്തതിനു ശേഷം ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ആസ്പെക്ട്സ് അനുസരിച്ചിട്ട് ഈ ഗുഡ്വിൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ് ബാലൻസസ് വരും. അത് നിങ്ങളൊരു പ്രോബ്ലം കാണുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. So that means it is connected with business combinations, that is merger, acquisition, amalgamation, etc. So we can match this 2 to D. Okay. ഇനി അടുത്തത് വരുന്നത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ വരുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. അത് നമ്മുടെ പാസ്റ്റ് അക്യുമുലേറ്റഡ് നമ്മുടെ ഓർഗനൈസേഷന്റെ ക്യാപിറ്റലിന്റെ എമൗണ്ടിനകത്ത് നമ്മൾ തന്നെ വരുന്ന ചില ഓൾട്ടറേഷൻ ആണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കുള്ള ചില പാസ്റ്റിൽ ഉണ്ടായിരുന്ന അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ലോസിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഷെയർ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും. അതാണ് പെർ ഷെയർ വാല്യൂ നമ്മൾ റെഡ്യൂസ് ചെയ്യും. അതാണ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ വേർ വി ആർ റീകൺസ്ട്രക്ടിങ് അവർ ഓൺ ക്യാപിറ്റൽ. മറ്റൊന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എക്സ്റ്റേണൽ പാർട്ടീസ് തമ്മിലാണ് ബിസിനസ് കോമ്പിനേഷനിൽ റീകൺസ്ട്രക്ഷൻസ് വരുന്നത്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് കുറെ കാര്യങ്ങളുണ്ട് അതിൽ പറയാൻ. ഇനി ബേസ്ഡ് ആൻഡ് ഡയലൂട്ടഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്? ഏതാ ഓപ്ഷൻ കറക്റ്റ്? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഡി അല്ലേ വന്നിരിക്കുന്നത്? യെസ്, ഡി ഈസ് ദി ആൻസർ. സോ ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷനിൽ
സോ 5 മിനിറ്റ്സേ ഉള്ളൂ ഇനി. അപ്പൊ നമ്മളിനി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി. നമ്മൾ നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ വെച്ചിട്ട് എലിമിനേഷൻ ടെക്നിക്സിനെ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ വി വിൽ ബി. നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇന്ന് നമ്മുടെ ഒരു ഓവർവ്യൂ ആ കണ്ടത്. എന്താണ് അക്കൗണ്ടിങ് എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു, മാനേജ്മെന്റിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആരിലേക്കൊക്കെയാണ് ഈ ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത്, ആർക്കൊക്കെ ഇത് ഉപകരിക്കും, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസിഷൻ ഇതുകൊണ്ട് എടുക്കാൻ പറ്റും, ഇനി ഇതില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൽ തന്നെ അതിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസുകൾ എന്തൊക്കെയാ, അനാലിസിസ് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താ, മീനിങ്ഫുൾ ആയിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെയാണ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സെഷൻസിൽ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ എന്താണ് സിലബസിനകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മളതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അക്കൗണ്ടിങ് ഈ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് എന്താണ് ഈ സിലബസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ അക്കൗണ്ടിങ്ങിന്റെ കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് അറിയാലോ, വെറുതെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടുന്ന ഒരു സാധനമല്ല അക്കൗണ്ടിങ്. നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾസും കൂടെ നമ്മുടെ തലയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സ്റ്റോർഡ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് കൃത്യമായി പഠിക്കുന്നതിൽ ക്ലാരിറ്റി, കൺസെപ്റ്റൽ ക്ലാരിറ്റീസ് വരുത്തി മാത്രം പോവുക. അതിലൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യരുത്. അപ്പോൾ കൃത്യമായി കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ മാനർ. കാരണം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ എല്ലാവരും അത്യാവശ്യം ആക്യുറസി ഉള്ളവരായിരിക്കും. ഒരു ബേസിക് ആയിട്ടുള്ളത് മതി അക്കൗണ്ടിങ്. അത് ഒത്തിരി വലിയ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു മാനേജ്മെന്റ് പഠിക്കുന്നവർക്ക് കുറച്ച് ഇച്ചിരി ഡിഫിക്കൽട്ടി വരാൻ സാധ്യതയുള്ള ഏരിയയാണ് അക്കൗണ്ടിങ്. കാരണം എന്താ, ഈ പറയുന്ന ചില എന്താണ് കൺസെപ്റ്റുകൾ നിങ്ങൾ ഇൻഡെപ്തിൽ പോകാത്തവര്, ബികോം ബാക്കപ്പ് ഉള്ളവരാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ബട്ട് ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് സച്ച് കൈൻഡ് ഓഫ് എ ബാക്കപ്പ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ. അപ്പൊ അതുകൊണ്ട് ഫോക്കസ്ഡ് ആയിരിക്കുക. ഇവിടെ നിന്ന് തരുന്ന വീഡിയോസ് കൃത്യമായിട്ട് കാണുക ഏറ്റവും നല്ല രീതിക്ക്. സോ താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. സംബഡി ഈസ് ടൈപ്പിംഗ് സം കൈൻഡ് ഓഫ് കോംപ്ലിമെന്റ്. അപ്പൊ അതുകൊണ്ട് ശ്രമിച്ചാൽ നടക്കും, ശ്രമിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനകത്തുള്ള സ്പീഡും കൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്കറിയാലോ, ഞാൻ പറയുന്നത് ഒരു മിനിറ്റിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കാൻ പോകരുത്. അത്ര ആക്യുറസിയോടുകൂടി അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആവണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. യു ക്യാൻ വിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ദേ ആർ വെൽ വേഴ്സ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ helping the persons to crack this particular examination. So അതുകൊണ്ട് let's try to be a focused learner rather than a passive learner. Okay, so thank you. Hi, hello. So next session will be introduction to business economics. I'm Usina. ഞാൻ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാം. നിങ്ങൾ സ്ക്രീനും വോയിസും അതുപോലെ വീഡിയോയും എല്ലാം ഓക്കെ ആണോ അല്ലേ എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ പറയാം കേട്ടോ. Okay, I hope everything is okay. Let's start. Am I audible? Chat box lo ഒന്ന് പറയണേ എല്ലാം ക്ലിയർ ആണ് എന്ന്. Okay, thank you. Okay, today we are dealing with introduction to business economics. അപ്പൊ നമുക്ക് എക്കണോമിക്സിലെ കുറച്ച് ഏരിയാസ് ഉണ്ട് നിങ്ങൾക്ക് മാനേജ്മെന്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതിലുള്ള കൺസ്യൂമർ ബിഹേവിയറിന്റെ ഏരിയ, അതുപോലെ പ്രൊഡക്ഷൻ കൺസെപ്റ്റുകൾ, കോസ്റ്റ് കൺസെപ്റ്റുകളാണ് ഞാനിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് ഒരു സെഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ആ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആൻഡ് ആക്ച്വലി പിന്നെ നമ്മൾ സമയമുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറും കൂടി പറഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ സെഷന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ചാറ്റ് ബോക്സിലൂടെ പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡീൽ വിത്ത് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ ആരാണ്? ഒരു കൺസ്യൂമർ ആരാണ്? someone who consumes, right? കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ
ആദ്യം പറയുന്ന ഒരു കാര്യമാണ് ഡിമാൻഡ്, റൈറ്റ്? ഡിമാൻഡ്. പ്രൊഡ്യൂസറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സപ്ലൈയെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ നമുക്ക് ആദ്യം ഡിമാൻഡിനെ കുറിച്ച് ബേസ് മുതൽ ഇങ്ങനെ തുടങ്ങാം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസയർ ടു പോസസ് എ ഗുഡ് സപ്പോർട്ടഡ് ബൈ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയണമെങ്കിൽ അവിടെ ഒരാൾക്ക്, ഒരു കൺസ്യൂമർക്ക് എന്ത് സംഭവിക്കണം? ആ ഒരു സ്പെസിഫിക് ഗുഡ്, ആ ഒരു സ്പെസിഫിക് കമ്മോഡിറ്റി ഡിസയർ ചെയ്യണം. അയാൾ അത് പ്രൊസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹം മാത്രം മതിയോ? പോരാ, വില്ലിംഗ്നെസ് വേണം. അത് വാങ്ങാനുള്ള വില്ലിംഗ്നെസ് വേണം. ആൻഡ് പ്ലസ് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്, ദാറ്റ് മീൻസ് ക്യാഷും കൂടി വേണം. ലോ ഓഫ് ഡിമാൻഡ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ +2 മുതലേ ഇങ്ങനെ കേൾക്കുന്ന ഒരു സാധനമാണ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസും ക്വാണ്ടിറ്റിയും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. Then the law of demand states that people will buy more at lower prices and buy less at higher prices. Other things remaining the same. ഇതാണ് പ്രൊഫസർ സാമുവൽസൺ അതൊരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും പ്രത്യേകിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളല്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്നുള്ള രീതിയിൽ ഡിമാൻഡ് എന്താണെന്നും ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് ഡിമാൻഡ് കർവ് അഥവാ ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ദസ് ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇതൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റിയും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, അഥവാ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. സോ ദിസ് ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ഓർ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ്. സോ ലോ ഓഫ് ഡിമാൻഡ് എപ്പോഴും എല്ലാ കമ്മോഡിറ്റീസിന്റെ കേസിലും ശരിയായിക്കോളണം എന്നില്ല. ലോ ഓഫ് ഡിമാൻഡ് പലപ്പോഴും തെറ്റുന്ന കുറച്ച് സമയങ്ങളുണ്ട്. സോ ലോ ഓഫ് ഡിമാൻഡിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് അഥവാ ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രസ്റ്റീജ് ഗുഡ്സ്. പ്രസ്റ്റീജ് നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലെ? ഇത് എന്റെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണെന്നൊക്കെ പറയാറുണ്ട് ചിലര്. പ്രസ്റ്റീജ് ഗുഡ്സ്, ദർ ആർ സർട്ടൈൻ കമ്മോഡിറ്റീസ് ലൈക്ക് ഡയമണ്ട്, സ്പോർട്സ് കാർ, അത്തരത്തിലുള്ള കുറച്ച് എന്താ പറയാ കമ്മോഡിറ്റീസ് ഉണ്ട്. കുറച്ച് വാല്യൂ കൂടുതലുള്ള, ആളുകൾ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പൈസ ഉണ്ടാവുമ്പോൾ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില സാധനങ്ങൾ. ഇത്തരത്തിലുള്ളത് എന്തിനാന്ന് വെച്ചാല് സൊസൈറ്റിയിൽ നിന്ന് നമുക്കൊരു ഡിസ്റ്റിങ്ഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു നമ്മൾ മറ്റുള്ളവരെക്കാൾ കുറച്ചും കൂടി ഉയർന്നതാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പ്രസ്റ്റീജ് ഗുഡ്സിനെ നമ്മൾ തേടി പോവാറുള്ളത് ജനറലി. ഓക്കെ, അപ്പോ ഇത്തരം ഗുഡ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇതൊരിക്കലും ലോ ഓഫ് ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല. ഇത്തരം ഗുഡ്സിന് പ്രൈസ് കൂടുമ്പോൾ തന്നെയാണ് ആളുകൾ അതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നത്. കാരണം അതൊരു പ്രസ്റ്റീജിന്റെ ഭാഗമാണ്. അവർക്ക് പ്രൈസ് കൂടുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? അത് കൂടുതൽ വാങ്ങുന്നത്. മറ്റൊരു എക്സെപ്ഷൻ ആണ് പ്രൈസ് എക്സ്പെക്ടേഷൻ. ഇഫ് പീപ്പിൾ എക്സ്പെക്ട് എ ഫർദർ റൈസ് ഇൻ ദ പ്രൈസ് പെർട്ടിക്കുലർ കമ്മോഡിറ്റി ദേ മേ ബൈ മോർ ഇൻ സ്പൈറ്റ് ഓഫ് റൈസ് ഇൻ പ്രൈസ്. അതായത് ഇപ്പൊ നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മളിപ്പോ ഈ ബജറ്റ് അനൗൺസ് ചെയ്യുന്നതിന്റെ തൊട്ട് തലേന്ന് പെട്രോൾ പമ്പിൽ ഭയങ്കര തിരക്കായിരിക്കുന്നു, പൊതുവെ ഒരു കിംവദന്തി ഉണ്ട് അല്ലെ? അതുപോലെയാണ് ചില കാര്യങ്ങൾക്ക് പ്രൈസ് ഫർദർ കൂടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ, ചില കമ്മോഡിറ്റീസിന്റെ പ്രൈസ് കൂടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ നിലവിലുള്ള പ്രൈസ് എന്താണെന്ന് പോലും നോക്കൂല, വേഗം എന്ത് ചെയ്യും? പെട്ടെന്ന് കുറച്ചും കൂടി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും. സോ ആ ഒരു പർട്ടിക്കുലർ സമയത്ത്, ആ ഒരു ഗുഡിന്റെ കേസ് അല്ല ആക്ച്വലി, അത് ആ ഒരു സമയത്ത് സംഭവിക്കുന്നതാണ്. ആ ഒരു പ്രത്യേക സമയത്ത് ലോ ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യില്ല? അംഗീകരിക്കില്ല. ദെൻ ഇഗ്നോറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഇഗ്നോറൻസ് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്താണ്? ഈ പ്രൈസിനെ കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. ഹിസ് ഇഗ്നോറിംഗ് ദ പ്രൈസ്. ഇഫ് ദ കൺസ്യൂമർ ഈസ് ഇഗ്നോറന്റ് അബൌട്ട് ദ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ഹി മേ ബൈ മോർ അറ്റ് ഹയർ പ്രൈസസ്. അവർ പ്രൈസ് എന്താണെന്ന് നോക്കുന്നില്ല, അവർ ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള അത്ര വാങ്ങുന്നു. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജിഫൻ ഗുഡ്. ജിഫൻ ഗുഡ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. അത് ഇൻഫീരിയർ ഗുഡ് എന്താണെന്ന് പറയാം. പ്രൈസ് നല്ലോണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വാങ്ങില്ലാത്ത ടൈപ്പ്. പ്രസ്റ്റീജ് ഗുഡിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രസ്റ്റീജ് ഗുഡ് എന്താണ്? നല്ലോണം പ്രൈസ് കൂടിയാൽ നമ്മൾ കൂടുതൽ വാങ്ങും. പക്ഷെ ഈ ഒരു ഇൻഫീരിയർ ഗുഡ് എന്ന് പറഞ്ഞാല് പ്രൈസ് ഒരു പരിധിക്കപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫീരിയർ ഗുഡ് ഓൾറെഡി എന്താണ്? അത് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കാത്ത സാധനങ്ങൾ ആയിരിക്കും. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേരാത്ത സാധനം എന്നൊക്കെ ചിലര് ചിന്തിക്കുന്ന ടൈപ്പ് ഗുഡ്സ് ആയിരിക്കും ഇൻഫീരിയർ ഗുഡ്. അതിന്റെ ഒരു സബ് ക്ലാസിഫിക്കേഷൻ ആണ് ജിഫൻ ഗുഡ്.
ഓക്കെ, അപ്പൊ ജിഫൻ ഗുഡ് എന്താണ്? വെൻ ദ പ്രൈസ് ഓഫ് എ ജിഫൻ ഗുഡ് ഫാൾസ്, ഇറ്റ്സ് ഡിമാൻഡ് ഓൾസോ ഫാൾസ്. ഇവിടെയും ജിഫൻ ഗുഡ് എന്ന് പറയുന്ന ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗുഡ്സ് നമുക്ക് അത് ഓരോ നാട്ടിലും ഡിഫറെന്റും ആയിരിക്കും കേട്ടോ. ഈ ജിഫൻ ഗുഡ് എല്ലാ നാട്ടിലും ഒരേ ടൈപ്പ് സാധനങ്ങളും ആയിരിക്കില്ല. പണ്ടൊക്കെ ചില നാടുകളിൽ ടാപ്പിയോക്ക, പൊട്ടറ്റോ ഒക്കെ ജിഫൻ ഗുഡ് ആയിട്ട് കണക്കാക്കിയിരുന്നു. ജിഫൻ ഗുഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങൂല, അത് നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേരില്ല എന്ന് വിചാരിക്കും. പക്ഷെ അതിനൊരു അറ്റ് എ പോയിന്റിൽ അതിന്റെ വില കൂടി കഴിഞ്ഞാൽ ആളുകൾ അത് വാങ്ങും ചെയ്യും. അപ്പം വില കൂടിയതുകൊണ്ട് ഇത് നമ്മുടെ സ്റ്റാൻഡേർഡിനെ ബാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവരത് വാങ്ങും ചെയ്യും. അതാണ് ജിഫൻ ഗുഡ്. ഇൻഫീരിയർ ഗുഡ് ആണ്, അത് എപ്പോഴും ഇൻഫീരിയർ ആണ്. അതിനൊരു വില കൂടുക കുറയുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല, അത് എപ്പോഴും എന്താണ്? ഇൻഫീരിയർ ആയിരിക്കും. സോ ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. Many consumers seek to be different and exclusive by demanding less of a commodity as more people consuming it. Is called what? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് എന്താണെന്ന് പറയുന്നതിലൂടെ ആയിരിക്കും ഇത് നിങ്ങൾ പഠിക്കുക. അറിയുന്നവർ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കൊന്ന് പറയാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻസർ വരുന്നുണ്ട്, റൈറ്റ് ആണ്. ഒരുപാട് ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ട്. അവര് എന്താണ്? എക്സ്ക്ലൂസീവ്ലി ഒരു സാധനം ഡിമാൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവരിപ്പോ അത് ഡിമാൻഡിങ് ലെസ് ആണ്. ദേ ആർ ഡിമാൻഡിങ് ലെസ് ഓഫ് എ കമ്മോഡിറ്റി ആസ് മോർ പീപ്പിൾ കൺസ്യൂമിങ് ഇറ്റ്. ഒരുപാട് ആളുകൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് കാരണം ചില പെർട്ടിക്കുലർ കൺസ്യൂമേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ ഗുഡ് വേണ്ട എന്ന് വെക്കുന്നു. ദാറ്റ് മീൻസ് ഇത് ആക്ച്വലി എന്താണ് ബാൻഡ് വാഗൺ? ഇവിടെ ആൻസർ സ്നോബ് ഇഫക്റ്റ് ആണ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് പറയാം. ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ദാറ്റ് മീൻസ് ഒരു കമ്മോഡിറ്റി ഒരുപാട് പേര് ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഒരുമിച്ച് കൺസ്യൂം ചെയ്യാണെന്ന് വിചാരിക്കാം. നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി. ഒരുപാട് പേര് അറ്റ് എ ടൈം ഈ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ആളുകൾക്ക് അതിലുള്ള യൂട്ടിലിറ്റി അഥവാ സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ടുള്ള യൂസ്ഫുൾനെസ് ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേരാണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഓർ ഇറ്റ് ഈസ് കോൾഡ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആകും. സോഷ്യൽ മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് കമന്റ് ഇടുന്നത്? നമ്മൾ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല പിക്ചേഴ്സ് ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് അല്ലെ? ഇതെന്തിനാണ് ആക്ച്വലി? അത് കൂടുതൽ പേര് കാണണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് സോഷ്യൽ മീഡിയ, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ കൂടുതൽ ആളുകൾ അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾ ആ ഒരു നെറ്റ്വർക്കിലേക്ക് വരിക എന്ന് പറയുന്നത് എല്ലാവരുടെയും യൂട്ടിലിറ്റിയെ കൂട്ടും. അതാണ് ബാൻഡ് വാഗൺ എഫക്റ്റ് ഓർ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്നോബ് ഇഫക്റ്റ്. സ്നോബ് ഇഫക്റ്റ് നമുക്ക് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിന്റെ കേസിലും പറയാം. അതല്ലാതെ ഇവിടെ ഇപ്പൊ നോക്കാം, ഇതൊരു ക്യൂ ആണ് അല്ലെ? സെക്കൻഡ് പിക്ചർ നോക്കാം, ഇതൊരു ക്യൂ ആണ്. ഒരു ക്യൂവിന്റെ വലുപ്പം കൂടുന്തോറും ആളുകൾക്കുള്ള ആ ഒരു യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. ആദ്യം ഒരു 3 or 5 ആളുകളെ ക്യൂവിലുള്ളൂ എങ്കിൽ കുഴപ്പമില്ലാതെ ഇങ്ങനെ ആളുകൾ നിൽക്കും. പിന്നെ ഇങ്ങനെ ക്യൂവിന്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം അത്രയും പോവുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ആ ഒരു യൂട്ടിലിറ്റി, അതുകൊണ്ടുള്ള സാറ്റിസ്ഫാക്ഷനും അതുകൊണ്ടുള്ള യൂസ്ഫുൾനെസ്സും എല്ലാം നമുക്ക് കുറഞ്ഞു വരും. അതാണ് സ്നോബ് ഇഫക്റ്റ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരാള് റൊണാൾഡോ സൈൻ ചെയ്ത ഒരു ജേഴ്സി തന്റെ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. റൊണാൾഡോ സൈൻ ചെയ്ത ഒരു ജേഴ്സി തന്റെ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതെന്താണ്? അയാൾക്ക് ഇഷ്ടമാണ്. ആ റൊണാൾഡോ സൈൻ ചെയ്ത ജേഴ്സി മറ്റാരുടെ കയ്യിലും ഇല്ലല്ലോ, ഇത് എന്റെ മാത്രം ഒരു സ്വത്താണല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും അയാൾക്ക്. അതുകൊണ്ടാണ് അയാൾ അത് കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് എല്ലാവരുടെയും കയ്യിൽ കോമൺ ആയിട്ട് റൊണാൾഡോ ഒരുപാട് ജേഴ്സികൾ അങ്ങ് സൈൻ ചെയ്ത് ലോകത്ത് മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെടും ചെയ്യും. അതായത് ആ നെറ്റ്വർക്കിലേക്ക് ഒരുപാട് പേര് വന്നിട്ട് അത് കൺസ്യൂം ചെയ്യുന്നതോടുകൂടി അതിന് പിന്നെ എന്താവുകയാണ്? അതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. ആളുകൾക്ക് പിന്നെ ഇതെല്ലാവരുടെയും അടുത്തുള്ളതാണല്ലോ, എന്നാ പിന്നെ എന്തിനാ എനിക്ക്? അതൊരു എന്തല്ല പിന്നെ പ്രത്യേകമായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് വിചാരിച്ചിട്ട് ആളുകൾ അത് എന്ത് ചെയ്യില്ല, കൺസ്യൂം ചെയ്യുന്നത് കുറക്കും. ഇതാണ് സ്നോബ് ഇഫക്റ്റ്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ബാൻഡ് വാഗൺ ഇഫക്റ്റ് ആൻഡ് സ്നോബ് ഇഫക്റ്റ്. ഓക്കെ,
നെക്സ്റ്റ് വെബ്ലൻ ഗുഡ്സ്. വെബ്ലൻ ഗുഡ്സ് നമ്മൾ വെബ്ലൻ ഇഫക്റ്റ് എന്നും കൂടി പറഞ്ഞു അല്ലെ. വെബ്ലൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതും ആക്ച്വലി സ്നോബ് ഇഫക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഇത് വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലക്ഷറി ഗുഡ്സ് ആണ്. മറ്റേത് ലക്ഷറി ഗുഡ്സിന്റെ ആയിക്കോളണമെന്നില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാധനം മാത്രം കൈവശം വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ വെബ്ലൻ ഗുഡ് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാവാം. ഐഫോൺ, ഫെറാറി, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നല്ലോണം എന്താ പറയാ വില കൂടുതലാണ്, അതുപോലെ അതിലുള്ള ഫീച്ചേഴ്സ് കൂടുതലാണ്, അത് നമ്മുടെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുന്നു. അപ്പൊ ഈ രീതിക്കൊക്കെ ഉള്ള സാധനങ്ങൾ എന്താണ്, അതിന് വില കൂടുമ്പോൾ തന്നെയാണ്, അതിന്റെ ഒരു പ്രൈസ് കൂടുമ്പോൾ തന്നെയാണ് ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങുന്നത് അല്ലെ. സോ ദാറ്റ് മീൻസ് അത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആളുകൾ അത് വാങ്ങണമെങ്കിൽ അതിന് ഇത്ര പ്രൈസ് വേണം താനും. അതിന് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പം അത് വാങ്ങിക്കൊള്ളണം എന്നില്ല. എനിവേ അതിന്റെ ഒരു ഫീച്ചേഴ്സും അത് എല്ലാം കിട്ടുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ പ്രൈസും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എല്ലാം കൂടുന്നു. അത്തരത്തിലുള്ള സാധനങ്ങളെ അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു പ്രൈസ് കൂടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യുന്നു. അതാണ് വെബ്ലൻ ഗുഡ്സ് അഥവാ വെബ്ലൻ ഇഫക്റ്റ്. ഇനി നമ്മൾ ഡിമാൻഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഡിമാൻഡ് നമുക്കൊന്ന് പറയാം. ടൈപ്സ് ഓഫ് ഡിമാൻഡ്. വൺ ഇസ് ജോയിന്റ് ഡിമാൻഡ്. ജോയിന്റ് ഡിമാൻഡ് എന്താണ്? ജോയിന്റ് ഡിമാൻഡ് ഒരുമിച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, മീൻസ് 2 or more goods are demanded together. 2 or അതിലധികമോ ഗുഡ്സ് ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അത് ജോയിന്റ് ഡിമാൻഡ് ആയിട്ടാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം ഗുഡ്സിനെ ആക്ച്വലി നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് അഥവാ കോംപ്ലിമെന്റ്സ് എന്നാണ് പറയാറ്. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് ഷുഗർ. ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ഷുഗർ ഉള്ളവരുടെ കാര്യമല്ല, നോർമൽ ആളുകളെ കുറിച്ച് പറയാണ്. ടീയും ഷുഗറും ഒരുമിച്ചായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അതേപോലെ ഒരു ഇങ്ക് പെന്ന് കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ക് പെന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമല്ല, അതിൽ എന്ത് വേണം? ഇങ്ക് വേണം. സോ ഇങ്കും ഇങ്ക് പെന്നും ഒരുമിച്ചായിരിക്കും വാങ്ങുന്നത്. അതേപോലെ ബ്രെഡ് ആൻഡ് ജാം കോമൺ ആയിട്ട് പറയുന്ന ഒരു കോംപ്ലിമെന്ററി ഗുഡാണ്. ബ്രെഡും ജാമും ഒരുമിച്ചായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. ദെൻ പെട്രോൾ ആൻഡ് കാർ. നമുക്ക് ഒരാൾ കാർ വാങ്ങി, സ്വാഭാവികമായിട്ടും അയാൾക്ക് കാറിലേക്ക് പെട്രോൾ അടിക്കേണ്ടി വരും അല്ലെ. സോ പെട്രോളും കാറും എന്തായിരിക്കും? ജോയിന്റ് ഡിമാൻഡ് ആയിരിക്കും. ഇനി മറ്റൊരു തരം ഡിമാൻഡ് ആണ് ഓൾട്ടർനേറ്റീവ് ഡിമാൻഡ്. ഓൾട്ടർനേറ്റീവ് ഡിമാൻഡ്. ഓൾട്ടർനേറ്റീവ് എന്നുള്ള വാക്കിൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഒന്നല്ലെങ്കിൽ മറ്റേത്, അതാണല്ലോ ഓൾട്ടർനേറ്റീവ് നമ്മൾ പറയാറുള്ളത്. സോ ഓൾട്ടർനേറ്റീവ് ഡിമാൻഡ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓൾട്ടർനേറ്റീവ് ഡിമാൻഡ് ഏത് നമ്മൾ പറഞ്ഞു ജോയിന്റ് ഡിമാൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സിലാണെന്ന് പറഞ്ഞു. ഓൾട്ടർനേറ്റീവ് ഡിമാൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഗുഡ്സിലായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നിന് പകരം മറ്റൊന്നിനെ മാറ്റി വെക്കാൻ പറ്റുന്ന തരം ഗുഡ്സ്, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി. നമുക്ക് ടീ തന്നെ വേണം എന്നില്ല, കോഫി ആകാം. കോഫി തന്നെ വേണമെന്നില്ല, ടീ ആവാം. അതുപോലെ കൊക്കക്കോള ആൻഡ് പെപ്സി പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. മക്ഡൊണാൾഡ്സ് ആൻഡ് ബർഗർ കിങ് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. പലതരം സ്മാർട്ട് ഫോണുകൾ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. ഇത്തരം ഗുഡ്സിന്റെ കൺസംഷനെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ അത്തരം ഗുഡ്സിനെ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡിമാൻഡ് എന്ന് പറയാം. ദെൻ അടുത്തതാണ് ഇൻകം ഡിമാൻഡ്. ഇൻകം ഡിമാൻഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡഡ്. ഒരാളുടെ അടുത്ത് പൈസ ഉണ്ടാവുമ്പോൾ അയാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻകം ഡിമാൻഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോസ് ഡിമാൻഡ്. ദിസ് ഇസ് ടേക്കൺ ഇൻ ദ കേസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. തമ്മിൽ റിലേഷൻ ഒന്നുകിൽ കോംപ്ലിമെന്ററി ആവാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉള്ള എന്തെങ്കിലും തരത്തിൽ റിലേഷൻ ഉള്ള ഗുഡ്സ്. ആ റിലേഷൻ ഉള്ള ഗുഡ്സിനെ എങ്ങനെയെല്ലാമാണ് പ്രൈസ് ചേഞ്ച് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്, ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി വരും കേട്ടോ. ക്രോസ് ഡിമാൻഡ് എങ്ങനെയെല്ലാമാണ് കോംപ്ലിമെന്ററി ഗുഡ്സിലും, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ പറയുന്ന ഒരു ഭാഗത്ത് ഇനി വീണ്ടും നമ്മൾ ഇത് പറയും. സോ ഇറ്റ് ഈസ് റിട്ടൺ ആസ് ഈ ഡിമാൻഡ് ഇവിടെ ഈ ക്രോസ് ഡിമാൻഡ് എന്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതാണ് PR. ഇറ്റ് ഇസ് എ D equal to function of price of related goods. Okay. അടുത്തതാണ് derived demand. Demand for labor. Demand for any factor is a demand derived from the final product which that factor helps to produce. ഫോർ എക്സാമ്പിൾ പറയാം, നമുക്ക് ഒരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ചെരുപ്പ് കമ്പനിയോ അങ്ങനെ എന്തോ ആവട്ടെ. നമുക്ക് അവിടെ ഒരുപാട് പ്രൊഡക്ഷൻ വന്നു. അപ്പൊ അവിടെ ലേബേഴ്സിന്റെ എണ്ണം അവർക്ക് തികയുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യും.
കൂടുതൽ ലേബേഴ്സിനെ ഹയർ ചെയ്യാൻ മീൻസ് ലേബറിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ് വീണ്ടും കൂടാണ്. അപ്പോൾ ഫൈനൽ കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് കൂടി എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനാവശ്യമായ റോ മെറ്റീരിയൽസും ലേബറും കാര്യങ്ങളൊക്കെ അഡീഷണലി വീണ്ടും ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു ഡിമാൻഡ് കാരണം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു ഡിമാൻഡ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Then composite demand or rival demand. Multi-uses commodities or services. ഒരേ സാധനത്തിന് ഒരുപാട് തരം യൂസുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പോസിറ്റ് ഡിമാൻഡ് ഓർ റിവൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിന് ഒരു എക്സാമ്പിൾ ആണ് മിൽക്ക്. മിൽക്കിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. മിൽക്ക് ചീസ്, മിൽക്ക് മാത്രമായിട്ട് കുടിക്കും, അല്ലെങ്കിൽ ചീസ്, ബട്ടർ, കേർഡ്, അങ്ങനെ ഒരുപാട് തരം എന്താണ് മിൽക്കിന്റെ വെറൈറ്റീസ് വരും. അപ്പൊ മിൽക്കിന് അത്രത്തോളം ഉപയോഗങ്ങൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ കമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഈ ഒരു ഡിമാൻഡ് കർവിന് എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്? ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, മൂവ്മെന്റും ഉണ്ട്, ഷിഫ്റ്റും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. സോ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, സൈമൾട്ടേനിയസ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓൺലി ഡ്യൂ ടു പ്രൈസ്. പ്രൈസിൽ മാത്രമാണ് ചേഞ്ച് വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കർവ് നോക്കുക. പ്രൈസിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് എങ്കിൽ അത് ഈ ഒരു കർവിലൂടെ മാത്രമേ പിന്നെ ഡിമാൻഡ് മൂവ് ചെയ്യുകയുള്ളൂ. അതായത് ഷിഫ്റ്റ് അല്ല, ഇവിടെ എന്തായിരിക്കും? എക്സ്റ്റൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആയിരിക്കും സംഭവിക്കുന്നത്. ഇറ്റ് വിൽ ബി നോട്ട് ഷിഫ്റ്റ്. പ്രൈസിൽ മാത്രമാണ് ചേഞ്ച് എങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്റ്റൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഈ ഒരു കർവിലൂടെ ഉള്ള പോയിന്റ്സിൽ മാത്രമേ ഡിമാൻഡ് എന്താവുള്ളൂ? ചേഞ്ച് ആവുകയുള്ളൂ. ദെൻ നമ്മളിപ്പോ എക്സ്റ്റൻഷനും കൺട്രാക്ഷനും പറഞ്ഞു. ഇനി അടുത്തതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഈ ഒരു ഡിമാൻഡ് കർവ് മൊത്തത്തിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പിന്നിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. രണ്ടും സംഭവിക്കാം. ഒന്നുകിൽ മുന്നോട്ട് മുഴുവനായും ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നോട്ട്. എനിവേ പാരലൽ ആയിട്ട് മുഴുവനായും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കീപ്പിംഗ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ഓർ സൈമൾട്ടേനിയസ് the same direction or also opposite direction changes in demand curve due to factors other than price. പ്രൈസ് അല്ലാത്ത എന്തിന് മാറ്റം വന്നാലും പ്രൈസിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് അല്ലാത്ത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആളുകളുടെ ഇൻകത്തിൽ ചേഞ്ച് വന്നു, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ആളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാങ്ക് ക്രെഡിറ്റ്, എന്തെങ്കിലും ഗവൺമെന്റ് പോളിസികൾ, എന്തെങ്കിലും ചേഞ്ചസ് കാരണം ഡിമാൻഡ്, അതായത് ഇതൊക്കെ എന്തായിരിക്കും? എക്സ്റ്റേണൽ ചേഞ്ചസ് ആയിരിക്കും. അത്തരത്തിലുള്ള ചേഞ്ചസ് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ, ഒരു കൺട്രിയിലെ പോപ്പുലേഷൻ സ്വാഭാവികമായിട്ടും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നുണ്ട്. ചേഞ്ചസ് ഇൻ നാച്ചർ ഓഫ് കമ്മോഡിറ്റീസ്, ചില കമ്മോഡിറ്റീസിന്റെ ആ ഒരു പ്രകൃതം ഡിമാൻഡിനെ നിശ്ചയിക്കുന്നുണ്ട്. ചേഞ്ചസ് ഇൻ ഇൻകം, ആളുകളുടെ കയ്യിൽ ഇൻകം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനനുസരിച്ച് ഡിമാൻഡ് നിർണ്ണയിക്കുന്നുണ്ട്. ചേഞ്ചസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇപ്പോ പാവങ്ങളുടെ കയ്യിൽ അതേപോലെ പണക്കാരുടെ കയ്യിൽ ഒക്കെ പലതരത്തിലായിരിക്കും പണത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓരോ രാജ്യത്തും കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റേത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിന് വില കൂടുകയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ചായക്ക് തേയിലയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? കാപ്പിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ട്രേഡ്, ട്രേഡിന്റെ നിലകൾ. ഇപ്പൊ നമുക്കറിയാം, ബിസിനസ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ബൂമിന്റെ സമയം ഉണ്ടാകും, ഡിപ്രഷന്റെ സമയം ഉണ്ടാകും. ഇപ്പൊ ബൂമിന്റെ സമയത്ത് ഒരു പക്ഷെ ഡിമാൻഡ് നല്ല കൂടുതലായിരിക്കും, ഡിപ്രഷന്റെ സമയത്ത് ഡിമാൻഡ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ട്രേഡിന്റെ പല സ്റ്റേറ്റുകൾ എന്താവുന്നുണ്ട്? ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ദെൻ ക്ലൈമറ്റ് ആൻഡ് വെതർ കണ്ടീഷൻ, അഥവാ സീസണുകൾ മാറുമ്പോൾ ഡിമാൻഡിൽ വ്യത്യാസമുണ്ട്. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ മൺസൂണിന്റെ ഒരു സീസൺ ഒക്കെ ആയി കഴിഞ്ഞാൽ കൊടയ്ക്ക് ഡിമാൻഡ് കൂടും. അതേപോലെ നമ്മുടെ നാട്ടിൽ വിഷുവിന്റെ സമയമായാൽ എന്ത് ചെയ്യും? ഈ ഫയർ വർക്ക്സ് പോലത്തെ പടക്കം അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഡിമാൻഡ് കൂടും. സോ സീസണൽ വേരിയേഷൻസും ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വൈ ഡിമാൻഡ് കർവ് ഇസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഡിമാൻഡ് കർവ് എന്തുകൊണ്ടാണ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആവുന്നത്? വൺ ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതൊരു നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ
രണ്ട് തരം അപ്രോച്ചുകളെ പറയാറുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുക. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളതിനെ നമ്മൾ ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം ഒരു കൺസ്യൂമർ എന്ത് ചെയ്യാണ്, ഒരു കമ്മോഡിറ്റി മോർ യൂണിറ്റ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് ഒരുപാട് ആൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരേ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. മാർജിനൽ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. മാർജിനൽ എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും മനസ്സിലാക്കുക, ഇറ്റ് വിൽ ബി അഡീഷണൽ ആഡ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഒരു യൂണിറ്റ് അധികം കൺസ്യൂം ചെയ്തതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് ആഡ് ചെയ്യുന്ന ആ യൂട്ടിലിറ്റി അതെന്താണ്, കുറഞ്ഞു വരികയാണ്. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, അയാൾ നന്നായിട്ട് ഓടിക്കതച്ച് തളർന്നു വന്നിരിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ആദ്യത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അയാൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അയാൾ എന്താവുന്നു, ഹാപ്പി ആവുന്നു. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, കുഴപ്പമില്ല, അയാൾ അത്യാവശ്യം സ്റ്റേബിളായി, നോർമലായി, ഇനി ഓക്കെ, നല്ല രീതിയിൽ നിൽക്കാം. പക്ഷെ ഇയാൾക്ക് മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം കിട്ടുന്നു, അപ്പോഴേക്കും അയാളുടെ വയറ് ഫുള്ളാവുന്നു. നാലാമത്തെ ഗ്ലാസ് വെള്ളം കിട്ടുന്നു, അഞ്ചാമത്തെ ഗ്ലാസ് വെള്ളം കിട്ടുന്നു. ഈ ഓരോ ഗ്ലാസ് വെള്ളം അയാൾ അഡീഷണൽ കുടിക്കും തോറും അയാൾക്ക് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ്. ആക്ച്വലി ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ രണ്ടാമത്തെ കാരണം വൈ ഡിമാൻഡ് കർവ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാരണമാണ് ഇൻകം ഇഫക്റ്റ്. അതർ തിങ്സ് ബീങ് ഈക്വൽ, വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ്, the real income or the purchasing power of the household increases. അതായത് റിയൽ ഇൻകം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, നോമിനൽ ഇൻകം എന്നുള്ള. നോമിനൽ ആൻഡ് റിയൽ ടേംസ്, എക്കണോമിക്സിൽ എപ്പോഴും നോമിനൽ ആൻഡ് റിയൽ ടേംസിനെ രണ്ടായിട്ട് തന്നെയാണ് പറയാം. നമ്മൾ ജസ്റ്റ് നമ്പേഴ്സിൽ മാത്രമാണ് ഒരു കാര്യത്തിനെ കുറിച്ച്, 100 രൂപ എന്നുള്ളത് 100 രൂപ മാത്രമായിട്ട് കാണുമ്പോൾ അത് നോമിനൽ ആകുന്നു. 100 രൂപക്ക് എത്ര ക്വാണ്ടിറ്റി സാധനം കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റിയൽ ടേംസിലോട്ട് മാറ്റുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയൽ, മറ്റേത് നോമിനൽ, ഇത് റിയൽ എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകും. സോ റിയൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സാധനത്തിന്, ഒരു കമ്മോഡിറ്റിക്ക്, ഫോർ എക്സാമ്പിൾ അരി നിത്യജീവിതത്തിൽ ഉപയോഗമുള്ള ഒരു സാധനമാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ അരി വാങ്ങിക്കൊണ്ടിരുന്നത് 100 രൂപക്കാണെന്ന് വിചാരിക്കാം. അരി 100 രൂപക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എന്തായിരുന്നു, 1 കിലോ അരിക്ക് 20 രൂപയായിരുന്നു എന്ന് വിചാരിക്കാം. 100 രൂപക്ക് നമുക്ക് അപ്പോൾ 5 കിലോ അരി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, അല്ലെ? ഇനി ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റില്, ഒരു പെർട്ടിക്കുലർ സീസണില് അരിന്റെ വില കുറയാണ്, അരിന്റെ വില എന്താണ്, കുറയാണ്. സോ 20 രൂപക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 1 കിലോ അരി നമുക്ക് 10 രൂപക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതേ സമയത്ത് ആ 100 രൂപക്ക് അയാൾക്ക് 10 കിലോ വാങ്ങാമായിരുന്നു. പക്ഷെ ഇയാൾ 5 കിലോ തന്നെ വാങ്ങുന്നുള്ളൂ. അപ്പൊ പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യുന്നു, 5 × 10 50 രൂപക്ക് തന്നെ ഇയാള് കൺസംഷനിൽ കുറവില്ലാതെ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇത് വാങ്ങാൻ പറ്റുന്നു. അപ്പോൾ അയാൾക്ക് അഡീഷണൽ 50 രൂപ അവിടെ ബാലൻസ് വരുന്നു, അല്ലെ? അഡീഷണൽ 50 രൂപ അവിടെ ബാലൻസ് വരുന്നു. അയാളുടെ പർച്ചേസിങ്, ആ ഒരു 50 രൂപ കൊണ്ട് അയാൾക്ക് അഡീഷണൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും പറ്റുന്നു. ആ ഒരു അഡീഷണൽ പർച്ചേസിങ് പവർ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻകം ഇഫക്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഡിമാൻഡ് കർവ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിലേറ്റഡ് ഗുഡ്സ്, ചായ, കാപ്പി. ചായയുടെ പ്രൈസ് കുറയുന്നു അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നു. ചായയുടെ പ്രൈസ് കൂടിയാൽ, ഇത് ചായയും കോഫിയും തമ്മിൽ ഇൻഡിഫറന്റ് ആയവർ, ഏത് കുടിച്ചാലും കുഴപ്പമില്ല, ഉന്മേഷം കിട്ടുന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, ചായന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാപ്പിന്റെ പ്രൈസ് കുറവാണെങ്കിൽ, ചായന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ കാപ്പിന്റെ പ്രൈസ് കുറവാണെങ്കിൽ കാപ്പി വാങ്ങി കഴിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അങ്ങനെ ചായയുടെ പൈസ കൂടി, അപ്പൊ അയാൾ ചായ വാങ്ങിയില്ല, പകരം കാപ്പി വാങ്ങി. കാപ്പിക്ക് ആ ഒരു സമയത്ത് കാപ്പിക്ക് ചായനേക്കാളും പ്രൈസ് കുറവായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇയാൾ ഈ കുറഞ്ഞ പൈസന് ആ സാധനം വാങ്ങുന്നു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാളുടെ ഈ പറഞ്ഞ പോലെ ഇൻകം ഇഫക്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ കുറഞ്ഞ പൈസക്ക് വാങ്ങിയതുകൊണ്ട് അയാൾക്ക് ഒരു അഡീഷണൽ ഇൻകം അവിടെ ഉണ്ടാകുന്നു. ആ അഡീഷണൽ ഇൻകം കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കൺസ്യൂം ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു സാധനത്തിന് വില കൂടിയത് കൊണ്ട് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു സാധനം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഇഫക്റ്റ് വരുന്നത്. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നു.
Then entry of new buyers. When the price of a commodity falls, its demand not only increases from the old buyers, but the new buyers also enter the market. ഒരു സ്പെസിഫിക് കമ്മോഡിറ്റി അതിന് വില കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രമല്ല, അഡീഷണൽ ആളുകളും അത് വാങ്ങും. ഫോർ എക്സാമ്പിൾ ഐഫോണിന് അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് 1,00,000 മുകളിൽ വില ആയതുകൊണ്ട് വളരെ കുറച്ച് പേർക്ക് അത് വാങ്ങാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഫീച്ചേഴ്സ് കണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്നൊരു പെർട്ടിക്കുലർ സമയത്ത് ഈ ആപ്പിൾ കമ്പനി പറയാണ് ഐഫോൺ ഇന്ന് മുതൽ 25,000 രൂപക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അഡീഷണൽ ഒരുപാട് പേര് ഐഫോൺ വാങ്ങാൻ ഒരുങ്ങും. പക്ഷെ ഇതൊരു പ്രസ്റ്റീജിന്റെ ഭാഗമായിട്ട് മാത്രം ആണ് ഒരാൾ വാങ്ങിയത് എങ്കിൽ അയാൾക്ക് അതിൽ നിന്നുള്ള കൺസംഷൻ ഉണ്ടാവില്ല കേട്ടോ. അതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്നോബ് ഇഫക്റ്റും വെബ്ലൻ ഇഫക്റ്റും ഒക്കെ. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എൻട്രി ടു ന്യൂ ബയേഴ്സ്, അതിനുള്ള ഒരു ചാൻസും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ ഡിഗ്രീസ് ഓഫ് റെസ്പോൺസീവ്നെസ്. നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ റെസ്പോൺസീവ്നെസ്സിനെയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. റെസ്പോൺസീവ്നെസ്സിനെ, അതായത് റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവർത്തനത്തിന് മറ്റൊരു പ്രതിപ്രവർത്തനം ഉണ്ടാവുക, അതാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്ന് പറയാം. സോ പ്രൈസ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി ആണല്ലോ പ്രൈസ് എന്ന് പറയുമ്പോൾ. അതിനൊരു പെർട്ടിക്കുലർ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് എന്തായിരിക്കും, അഥവാ ക്വാണ്ടിറ്റിയിലുള്ള റെസ്പോൺസ്, ഡിമാൻഡിലുള്ള റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. ദ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കോസ്റ്റ് ബൈ എ ഗിവൺ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതിനെ നമുക്ക് ഇക്വേഷനിൽ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ ക്വാണ്ടിറ്റി ആണ്, അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്, പി പ്രൈസ്, ക്യൂ ക്വാണ്ടിറ്റി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവ്നെസ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസിലുള്ള മാറ്റം കാരണമുള്ള റെസ്പോൺസീവ്നെസ്. ഇനി ഇതുപോലെ എന്ത് സംഭവിക്കും? ഇൻകം ഇലാസ്റ്റിസിറ്റി വരാനുണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി വരാനുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവ്നെസ് ആണെന്ന് ഓർത്ത് വെക്കുക. അത് എന്തിനുള്ള റെസ്പോൺസീവ്നെസ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ പ്രൈസിനോടുള്ള റെസ്പോൺസീവ്നെസ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ഇൻകത്തിനോടുള്ള റെസ്പോൺസീവ്നെസ്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റിലേറ്റഡ് ഗുഡ് എന്ന് ചിന്തിക്കണം. ക്രോസ് റിലേറ്റഡ് ഗുഡ് എന്ന് ചിന്തിക്കണം. അപ്പൊ ആ റിലേറ്റഡ് ഗുഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതിലുള്ള പ്രൈസിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസീവ്നെസ് എന്താണ്? ഇതാണ് ആക്ച്വലി ഇലാസ്റ്റിസിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ ഇലാസ്റ്റിസിറ്റിനെ ഇനി നമുക്ക് പല ടൈപ്സ് ആയിട്ട് പറയാൻ പറ്റും. വൺ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. Perfectly elastic demand is when the demand for the product is entirely depend on the price of the product. This means that if any producer increases his price by even a minimal amount, his demand will disappear. അതായത് മനസ്സിലാക്കുക, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിമാൻഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ചെറിയൊരു ചേഞ്ചിന് തന്നെ വലിയ മാറ്റം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് മൈന്യൂട്ടായിട്ട്, ഒരു പക്ഷേ നമുക്ക് ആ ചേഞ്ച് കാണാൻ പോലും പറ്റില്ല, അത്രയും മൈന്യൂട്ടായ ഒരു ചേഞ്ച് ആയിരിക്കും. എന്നാൽ പോലും എന്താവുകയാണ്? ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസീവ്നെസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? E equal to infinity and it will be parallel to x-axis. X-axisനോട് പാരലൽ ആയിട്ടായിരിക്കും ഈ ഒരു കർവ് പോവുക. It shows that the demand curve is a horizontal line which indicates that the quantity demanded is infinitely responsive to price. പ്രൈസിലുള്ള ഒരു ചെറിയ ചേഞ്ച് പോലും ക്വാണ്ടിറ്റിയിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു മാറ്റത്തിനെ വരുത്തും. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അടുത്തതാണ് പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് ഡിമാൻഡ് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. When the quantity demanded of a good does not change at all to whatever change in price. പ്രൈസിന് എന്ത് സംഭവിച്ചാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ യാതൊരുവിധ ചേഞ്ചും സംഭവിക്കുന്നില്ല. ക്വാണ്ടിറ്റി എന്തോ സംഭവിച്ചോട്ടെ, കൺസ്യൂമർ എന്താണ് ചിന്തിക്കുന്നത്?
പ്രൈസിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാൻ മാറ്റം വരുത്തില്ല. അത്തരത്തിലുള്ള ഗുഡ്സ് ആണെങ്കിൽ അതിന് നമുക്ക് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിന്റെ പാരലൽ ആയിരുന്നു പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിന്റെ കർവ് കടന്നിട്ടുണ്ടായിരുന്നത്. പെർഫെക്റ്റ് ഇനിലാസ്റ്റിക് ആകുമ്പോൾ വൈ ആക്സിസിന്റെ പാരലൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0 ആണ്. ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0 ആണ്. ഒരു എക്സാമ്പിൾ ആണ്, എ 30% റൈസ് ഓർ fall in price lead to no change in the quantity demanded of a good. ഒരു 30% പ്രൈസ് കൂടി കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ എന്ത് സംഭവിക്കുന്നില്ല, ഈ ഒരു കൺസ്യൂമർ അവർ എത്രയാണോ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണോ അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ അവർ യാതൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. അടുത്തതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, when the quantity demanded of a good changes by exactly the same percentage as price, the demand is said to have a unitary elasticity. അതായത് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആണ്. ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1. ഫോർ എക്സാമ്പിൾ, ഒരു 30% ചേഞ്ച് പ്രൈസിൽ വന്നാൽ അതേ 30% തന്നെ ചേഞ്ച് ക്വാണ്ടിറ്റിയിലും വരിക, ഒരേപോലെയാണ്. അതായത് യൂണിറ്ററി ആയിട്ടാണ് ഇതിലുള്ള റെസ്പോൺസിവ്നെസ്. പ്രൈസിന് എന്താണോ സംഭവിക്കുന്നത് അതേ തോതിലുള്ള ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റിയിലും സംഭവിക്കുന്നു. പക്ഷെ പ്രത്യേകം ആലോചിക്കുക, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, പ്രൈസിൽ 30% ചേഞ്ച്, അതായത് പ്രൈസ് 30% കൂടിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി 30% കുറയാണ് ചെയ്യുക. കാരണം നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഈ ഈക്വൽ ടു 1 ആകുന്ന ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ അതിന്റെ കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും, റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അടുത്തതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു 1% ചേഞ്ച് ഇൻ പ്രൈസ്, 1% പ്രൈസിൽ ചേഞ്ച് ചെയ്തു, പക്ഷെ 1%-ലധികം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരികയാണ്. ഇവിടെയും പ്രത്യേകം ആലോചിക്കുക, നെഗറ്റീവ് റിലേഷൻ ആണ്. 1% പ്രൈസ് കുറയുകയാണെങ്കിൽ 1%-നേക്കാൾ ക്വാണ്ടിറ്റി കൂടുകയായിരിക്കും. ഓക്കെ, അപ്പോ അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ എന്തായിരിക്കും, ഇലാസ്റ്റിക് ഡിമാൻഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഇതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അടുത്തതാണ് ഇനിലാസ്റ്റിക് ഡിമാൻഡ്. ഇനിലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ when a change in price causes a less than proportionate change in quantity. അതായത് 1% പ്രൈസിൽ ചേഞ്ച് ചെയ്തു, പക്ഷെ അത്രത്തോളം എന്തായില്ല, ഡിമാൻഡിൽ ചേഞ്ച് വന്നിട്ടില്ല. അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 5%, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമാകും. 5% പ്രൈസിൽ ചേഞ്ച് വന്നു, പക്ഷെ 1% മാത്രമേ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുള്ളൂ. അത്തരത്തിലുള്ളതാണ് ഇനിലാസ്റ്റിക് ഡിമാൻഡ്. ഇനിലാസ്റ്റിക് ഡിമാൻഡ് ആകുമ്പോൾ അതിന്റെ ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ദാൻ 1. ഓക്കെ, അടുത്തതാണ് മെഷർമെന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. വൺ ഓഫ് ദ മെത്തേഡ് ഇസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ ടോട്ടൽ റവന്യൂ മെത്തേഡ്. ഇലാസ്റ്റിസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്ത് മാറ്റം വന്നു എന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഒരു പെന്നാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പെന്ന് നമ്മൾ 20 രൂപയായ സമയത്ത് നമ്മൾ ഡിമാൻഡ് ചെയ്തത് 10 പെന്നായിരുന്നു. 20 രൂപ ആയിരുന്ന സമയത്ത് 10 പെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്തായിരുന്നു, 20 × 10 200. ആ ഒരു പെന്നിന്റെ പ്രൈസ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്താവുകയാണ്, 10 രൂപയായി മാറി എന്ന് വിചാരിക്കാം. 10 രൂപയായി മാറി. 10 രൂപയായി മാറിയ സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തത് 30 പെന്ന്. കാരണം നേരത്തെ 20 രൂപ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തായി, പ്രൈസ് കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞപ്പോൾ കൺസ്യൂമർ വിചാരിക്കുകയാണ് ആ പ്രൈസ് കുറഞ്ഞു, കുറച്ചും കൂടി കൂടുതൽ നമുക്കിപ്പം ഡിമാൻഡ് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, 30 ഡിമാൻഡ് ചെയ്തിരിക്കുന്നു. 10 × 30 അപ്പം വരുന്ന എക്സ്പെൻഡിച്ചർ 300 ആണ്. ഈ രണ്ട് നമ്പേഴ്സ് നോക്കാം. നേരത്തേനേക്കാളും എന്തായിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ കൂടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് പറയാൻ പറ്റും. സോ ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. ഓക്കെ, അങ്ങനെ അടുത്തതാണ് മറ്റൊരു മെത്തേഡാണ് ജോമെട്രിക് മെത്തേഡ് ഓർ പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പിന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പഠിക്കാനാണ്, ΔQ / ΔP × P/Q. ഇത് ക്വസ്റ്റ്യൻ രൂപത്തിൽ വരികയാണെങ്കിൽ ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത്രത്തോളം മാനേജ്മെന്റിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, എക്കണോമിക്സിൽ കണ്ടിട്ടുണ്ട്.
So the proportionate change in the quantity demanded resulting from very small proportionate change in price. Point elasticity അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ മറ്റൊരു അപ്പൊ ഇതിനെ നമുക്ക് ഈ പോയിന്റ് ഇലാസ്റ്റിസിറ്റിനെ നമുക്ക് ഒരു ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 6 എന്നുള്ള പോയിന്റിലുള്ള സ്പെസിഫിക് ഇലാസ്റ്റിസിറ്റി ആണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ ഈ ലോവർ സെഗ്മെന്റിനെ നമുക്ക് എടുക്കാം, അതേപോലെ അപ്പർ സെഗ്മെന്റിനെ എടുക്കാം. ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ആയിരിക്കും അവിടെ ഇലാസ്റ്റിസിറ്റി ആയിട്ട് നമുക്ക് ആ ഗ്രാഫിലൂടെ കിട്ടാൻ പോകുന്നത്. അടുത്തതാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെയും ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ അറിയേണ്ടത്. സോ അതായത് P1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രൈസ്, P2 എന്ന് പറയുമ്പോൾ പ്രൈസിൽ ഉണ്ടായ ചേഞ്ച് വന്നതിന് ശേഷം രണ്ടാമതുണ്ടായ പ്രൈസ്, Q1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്വാണ്ടിറ്റി, പിന്നെ ചേഞ്ച് വന്ന ആ ക്വാണ്ടിറ്റി അതായിരിക്കും Q2. ദെൻ ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ്. ദെൻ അടുത്തതാണ് നമ്മൾ നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റെസ്പോൺസീവ്നെസ് എന്നാണ് ഓർക്കേണ്ടത്. റെസ്പോൺസീവ്നെസ് എന്നാണ് ഓർക്കേണ്ടത്. ഇവിടെ എന്തിന്റെ റെസ്പോൺസീവ്നെസ് ആണ്? ഇൻകത്തിലുള്ള ചേഞ്ച് കാരണം എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡിന് സംഭവിക്കുന്നത്. സോ EY ഇൻകം ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ. നമ്മൾ നേരത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറയുമ്പോൾ ഈ ഒരു ഡെൽറ്റ വൈന്റെ സ്ഥാനത്ത് എന്തായിരുന്നു? പ്രൈസിന്റെ ചേഞ്ച് ആയിരുന്നു. അപ്പൊ എന്തിന്റെ ചേഞ്ച് ആണോ കാണുന്നത് അതായിരിക്കും ഇവിടെ ഡിനോമിനേറ്ററിൽ വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇൻകത്തിൻ്റെതായതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാകും. ഇൻകം ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഇൻകം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒരാളുടെ ഇൻകം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് അയാൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിൽ അളവ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് നല്ല ഇൻകം ഉള്ള ഒരു സമയത്താണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ഒരു നോർമൽ ജസ്റ്റ് അയാൾ അരി ഭക്ഷണം കഴിക്കുന്ന ഒരാള് ചോറ് കഴിക്കുന്നു, അതിന്റെ കൂടെ ഒരു കറി കഴിക്കുന്നു, ഏറിപ്പോയാൽ 1-2 ഉപ്പേരി. അയാൾക്ക് നല്ല ഇൻകം കൂടുന്നു എങ്കിൽ അയാൾ അതിന്റെ കൂടെ ഫ്രൂട്ട്സും അതേപോലെ 1-2 തരം അധികം കറികളും ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഇൻകത്തിലുള്ള ചേഞ്ച് കാരണം നമ്മൾ ഓരോ സാധനത്തിൽ ക്വാണ്ടിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഞാൻ പറഞ്ഞു ക്രോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ റിലേറ്റഡ് ഗുഡിനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഗുഡ്സിനെ കൺസിഡർ ചെയ്യണം. എക്സ് എന്നുള്ളൊരു ഗുഡും വൈ എന്നുള്ള ഗുഡും. വൈ എന്നുള്ള ഗുഡിന്റെ പ്രൈസിൽ എന്താണോ സംഭവിക്കുന്നത് അത് എന്തിനോട് റെസ്പോൺസിബിൾ ആണ്, എന്തിനോട് റെസ്പോൺസീവ്നെസ് ഉണ്ടാക്കുന്നുണ്ട്? എക്സിന്റെ ഡിമാൻഡിൽ. ഇവിടെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എക്സിനെ ചായ എന്നും വൈനെ കാപ്പി എന്നും ആക്കി എടുക്കാം. വൈ എന്നുള്ളത് കാപ്പിയാണെന്ന് വിചാരിക്കുക. പ്രൈസ് ഓഫ് കാപ്പി എന്താകാണ്? ചേഞ്ച് ചെയ്യാണ്. പ്രൈസ് ഓഫ് കാപ്പി കൂടുകയാണെന്ന് വിചാരിക്കുക. കാപ്പി കുടിച്ചിരുന്ന ഒരാള് കാപ്പിന്റെ വില കൂടിയ സമയത്ത് അയാൾ ചായയിലോട്ട് മാറുന്നു. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഓഫ് ചായ കൂടുന്നു. പ്രൈസ് ഓഫ് കാപ്പി കൂടുന്നു, ഡിമാൻഡ് ഓഫ് ചായ കൂടുന്നു. അതാണ് ഇവിടുത്തെ റിലേഷൻ കേട്ടോ. സോ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നെഗറ്റീവ് റിലേഷൻ ആവില്ല, പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും ഈ ഇത്തരത്തിലുള്ള കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിൽ. ഓക്കെ, ദെൻ ജസ്റ്റ് നോക്കാം. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ, പെട്ടെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയ ഗുഡ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കക്കോള, പെപ്സി, അത്തരത്തിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ഇൻഡിഫറെന്റ് ആയിരിക്കും. മിക്കവാറും ആളുകൾ കൊക്കക്കോളയും പെപ്സിയും ഏത് കിട്ടിയാലും കുടിക്കുക എന്നുള്ളവരായിരിക്കും. അത്തരത്തിലുള്ള ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. പുവർ സബ്സ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ, അങ്ങനെ പെട്ടെന്നൊന്നും ഞങ്ങൾ അങ്ങനെ മാറാൻ തയ്യാറല്ല എന്നുള്ളവരാണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ദാൻ 1. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, പെർഫെക്റ്റ്ലി ഇതിൽ എന്ത് പിന്നെ ഏത് കിട്ടിയാലും ഞാൻ ഇൻഡിഫറന്റ് ആണ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് മതി എന്നുള്ള രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ അതിന് ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടും കണക്കാക്കും. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിനെ സംബന്ധിച്ച് ക്രോസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി നെഗറ്റീവ് ആൻഡ് അൺറിലേറ്റഡ് ഗുഡ്സിനെ സംബന്ധിച്ച് ക്രോസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി 0. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടില് പോസിറ്റീവ് മറക്കാതിരിക്കുക. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി റെസ്പോൺസീവ്നെസ് ആണെന്ന് പറഞ്ഞു.
അപ്പോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു റെസ്പോൺസീവ്നെസ്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ റേഷ്യോ ഓഫ് എക്സ് ആൻഡ് വൈ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദർ പ്രൈസ് റേഷ്യോസ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ബി ഇൻഫിനിറ്റി ആൻഡ് പെർഫെക്റ്റ് കോംപ്ലിമെന്റിൽ ഇറ്റ് വിൽ ബി 0. ഓക്കെ, then factors, then nature of commodity, factors affecting elasticity and the elasticity of demand for any commodity depends on the category. Necessary goods ആണെങ്കിൽ less elastic, comfort goods ആണെങ്കിൽ moderate elastic, luxury goods ആണെങ്കിൽ more elastic. ഇത് ഈ ഒരു ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട്. then existence of സബ്സ്റ്റിറ്റ്യൂട്ട്. മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും, ലെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ കുറച്ച് ഓപ്ഷൻസേ നമുക്ക് മുന്നിലുള്ളെങ്കിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ സെവറൽ യൂസസ്, ഒരേ സാധനത്തിന് തന്നെ ഒരുപാട് യൂസുകളൊക്കെ വരികയാണെങ്കിൽ. ദെൻ ഡിഫേർഡ് കൺസംഷൻ, പലതരത്തിലുള്ള കൺസംഷൻ ഉണ്ടാകും. പിന്നെ ഓരോ ആളുകളുടെ കൺസംഷൻ ഹാബിറ്റ്സ്. ദെൻ ഇൻകം ഗ്രൂപ്പ്, റിച്ച് ആയ ആളുകളുടെ ഇലാസ്റ്റിസിറ്റിയും പുവർ ആയ ആളുകളുടെ ഇലാസ്റ്റിസിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാകും, റെസ്പോൺസീവ്നെസ്സിൽ ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ ടൈം ഫാക്ടർ, ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഡിഫറെന്റ് ആയിരിക്കും. ലോങ് റണ്ണും ഷോർട്ട് റണ്ണും എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വരുമ്പോൾ പറയാം കേട്ടോ. ദെൻ പ്രൈസ് ലെവലിലുള്ള ചേഞ്ചസും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഗുഡ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദ അണ്ടർലൈയിങ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിനനുസരിച്ച് ഈ ഗുഡ്സിനെ ഒന്ന് ഓർഡർ ചെയ്യാൻ, അസെൻഡിങ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ നോക്കാം, ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. നെസസിറ്റീസ്, ഇൻഫീരിയർ ഗുഡ്സ്, നോർമൽ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്, ജിഫൻ ഗുഡ്സ്, ഇതിൽ ഏതായിരിക്കും ആദ്യം വരിക, ഏതായിരിക്കും അവസാനം വരിക? ആൻസർ എ. എന്തുകൊണ്ടാണ് എ ആൻസർ എന്ന് വരുന്നത് നോക്കാം. ആദ്യം വരേണ്ടത് ഗുഡ് എന്താണ്? ഒരു തരം ഇൻഫീരിയർ ഗുഡ് ആണ്. പക്ഷെ ഇൻഫീരിയർ ഗുഡിനെക്കാളും കുറച്ചും കൂടി ഒരു പ്രശ്നം ഈ ജിഫൻ ഗുഡ്സിനുണ്ട്. വില പച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് തീരെ വാങ്ങില്ല എന്നുള്ളതാണ് ജിഫൻ ഗുഡിന്റെ ഒരു പ്രത്യേകത. ദെൻ ബി, പിന്നെ വരും ഇൻഫീരിയർ ഗുഡ്. പിന്നെ എ നെസസിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിത്യോപയോഗമായിട്ടുള്ള സാധനങ്ങൾ. ദെൻ സി നോർമൽ ഗുഡ്സ്, നമ്മൾ സാധാരണ വാങ്ങുന്ന നോർമൽ ആയിട്ട് ഡ്രസ്സ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള നോർമൽ ഗുഡ്സ്. ദെൻ ഡി എന്താണ്? ലക്ഷറി ഗുഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐഫോൺ പോലത്തെ ലക്ഷറി ഗുഡ്സ്. അപ്പൊ ഇൻകത്തിനനുസരിച്ച് ഈ സാധനങ്ങളിലൊക്കെ ഇപ്പൊ ജിഫൻ ഗുഡ് ആണെങ്കിൽ ഇൻകം കൂടിയ ആള് വാങ്ങൂല അല്ലെ. ദെൻ ഇൻഫീരിയർ ഗുഡും ഏതാണ്ട് അതേപോലെ തന്നെ. ജിഫൻ ഗുഡ് ആകുമ്പോൾ ഒന്നും കൂടി വാങ്ങൂല, ഇൻഫീരിയർ ഗുഡ് ആകുമ്പോൾ കുറച്ചും കൂടി ആളുകൾക്കൊരു ഇൻഡിഫറൻസ് ഉണ്ടാവും. ദെൻ നോർമൽ ഗുഡ്സ്, ഇൻകം കൂടുന്നതിനനുസരിച്ച് വലിയൊരു ചേഞ്ച് ഉണ്ടാവില്ല. കാരണം നോർമൽ ആയിട്ട് ഒരാള് വിശപ്പ് മാറാനുള്ള ഭക്ഷണമായിരിക്കും. ഇപ്പൊ അരി 1 കിലോ വാങ്ങുന്ന സ്ഥാനത്ത് 2, 3, 10 കിലോ ഒരുപാടൊന്നും വാങ്ങിയിട്ട് കാര്യം, കൂടുതലൊന്നും പോകില്ല, അത്യാവശ്യം കുറച്ചൊക്കെ ഒരു മാറ്റം വരുള്ളൂ. പിന്നെ എന്താണ്? നെസസിറ്റീസ് കഴിഞ്ഞ് നോർമൽ ഗുഡ്സ്, ഡ്രസ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം പൈസ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം വാങ്ങും. ദെൻ ലക്ഷറി ഗുഡ്സ് ആണെങ്കിലോ, ലക്ഷറി ഗുഡ്സ് വലിയ വീട്, വലിയ കാറ്, അല്ലെങ്കിൽ പിന്നെ ഐഫോൺ പോലത്തെ അങ്ങനത്തെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വാങ്ങുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു തരത്തിൽ ഇതിനൊന്ന് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് എ മെഷർ ഓഫ് ഹൗ മച്ച് quantity is demanded of a good changes in response to a change in income. ഇൻകത്തിലുള്ള ചേഞ്ചിനനുസരിച്ച് എത്രമാത്രമാണ് ആ ക്വാണ്ടിറ്റിയിൽ ഡിമാൻഡിൽ സംഭവിച്ചിരിക്കുന്നത്, ആ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ റെസ്പോൺസീവ്നെസ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഗുഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആസ് ഫോളോസ്. ഒന്ന് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു, നെസസിറ്റീസിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നെസസിറ്റീസിന്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ അത് നെഗറ്റീവ് ആയിരിക്കും. നോർമൽ ഗുഡ്സിന്റെ കേസിൽ എന്തായിരിക്കും? അത് ബിറ്റ്വീൻ 1 ആയിരിക്കും, 0 and 1 ആയിരിക്കും. ലക്ഷറി ഗുഡ്സിന്റെ കാര്യത്തിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ജിഫൻ ഗുഡ്സ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. അതായത് ഒരുപാട് അങ്ങ് അതിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ഗുഡ് ആയിരിക്കും അവർ കൺസ്യൂം ചെയ്യുക. നേരെ മറിച്ച് അതിന് വില കൂടി കഴിഞ്ഞാൽ ആളുകൾ അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റീസ്? Which of the following goods or commodities have positive elasticities? ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റി ഇതിൽ ഏതെല്ലാം ഗുഡ്സിനാണ് ഉള്ളത്? യെസ്, റൈറ്റ് ആൻസർ എ ബി സി. നെസസിറ്റീസ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ലക്ഷറി ഗുഡ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് വരാനുള്ളത്, കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ്. സർപ്ലസ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് സർപ്ലസ്, കുറച്ചധികം എന്നുള്ള ഒരു അർത്ഥമാണ് സർപ്ലസിനുള്ളത്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കുറവ്, സർപ്ലസ് എന്ന് പറയുമ്പോൾ കൂടുതൽ. സോ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർക്ക് ഇപ്പൊ എന്തോ ഒരു സാധനം അധികം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ കമ്മോഡിറ്റി എക്സ് and the amount that he would be willing to pay for this commodity rather do without it. അതായത് ഞാൻ എന്ന കൺസ്യൂമർ ഒരു പെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിലോട്ട് പോകുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പെന്നിന് 20 രൂപ എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കടയിലോട്ട് പോകുന്നു. ഞാൻ ഇയാളോട് പറയുന്നു ഈ 20 രൂപ എന്ന് പ്രതീക്ഷിച്ച് 20 രൂപയും കൊണ്ടാണ് പോയത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പെന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ പെന്ന് കയ്യിലെടുക്കുന്നു. അപ്പൊ കടക്കാരൻ എന്നോട് പറയുകയാണ് ഈ പെന്നിന് 10 രൂപയാണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഈ പെന്നിന് 20 രൂപ എന്നുള്ളതായിരുന്നു. പക്ഷെ കടക്കാരൻ എനിക്കിത് 10 രൂപക്ക് തന്നപ്പോൾ എനിക്കൊരു 10 രൂപന്റെ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അപ്പൊ ഈ ഒരു ഡിഫറൻസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് ഈക്വൽ ടു വാട്ട് എ കൺസ്യൂമർ ഇസ് പ്രിപ്പയർഡ് ടു പേ. ഞാൻ എന്തായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, 20 രൂപയാണ് പ്രിപ്പയർഡ് ടു പേ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എന്താണ് ആക്ച്വലി പേ ചെയ്തത്, 10 രൂപ മാത്രമേ ഞാൻ ആക്ച്വലി പേ ചെയ്തിട്ടുള്ളൂ. സോ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അതിനെ എക്കണോമിസ്റ്റുകളുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ എക്സസ് ഓഫ് ദ പ്രൈസ് വിച്ച് എ കൺസ്യൂമർ വുഡ് ബി വില്ലിംഗ് ടു പേ റാദർ ദാൻ ഗോ വിത്തൗട്ട് എ തിങ് ഓവർ ദാറ്റ് which he actually does pay is the economic measure of this surplus satisfaction. It may be called consumer surplus. Then ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ നോഷൻ ഓഫ് കൺസ്യൂമർ സർപ്ലസ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കൺസ്യൂമർ സർപ്ലസിനെ കാണിക്കുന്നത്? A, the difference between what consumer is willing to pay for a given quantity of goods and services and the amount they actually pay. B, the difference between what consumers is willing to buy given quantity of goods and services and quantity they actually buy. The difference between what consumers is willing to plan to buy given quantity of goods and services they actually buy. The difference between total utility and addition to total utility from goods and services the consumers buy. Yes, answer വന്നിട്ടുണ്ട് A. കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തതാണ് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു കേസ് പറഞ്ഞു അല്ലെ. അതിലെന്താണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് നമ്മൾ പറഞ്ഞു. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണെന്ന് പറഞ്ഞു. ഇനി ഈ എന്താണ് ഈ ഒരു മാർജിനൽ എന്നുള്ള കൺസെപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാർജിനൽ എന്ന് പറയുന്നത് തന്നെ അഡീഷണൽ ആണ്. യൂട്ടിലിറ്റി മീൻസ് ആ ഒരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ആ ഒരു യൂസ്ഫുൾനെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷണലി കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് മാർഷൽ ആണ്. സോ ഇറ്റ് മീൻസ് ആൻ അഡീഷണൽ ഓർ ഇൻക്രിമെന്റൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ യൂണിറ്റി ദാറ്റ് റിസൾട്ട് ഫ്രം യൂണിറ്റ് ചേഞ്ച് ഇൻ കൺസംഷൻ ഓഫ് ദ കമോഡിറ്റി വിത്തിൻ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ഇത് മെഷേഴ്സ് ഇൻ യൂട്ടിൽസ്. നമ്മളിപ്പോ ഒരു അരി എന്നുള്ള സാധനം നമ്മൾ കിലോ, kg എന്ന് പറയും. ആപ്പിൾ 1, 2, 3 അങ്ങനെ ചിലപ്പം പറയും. അങ്ങനെ ഓരോ സാധനത്തിനും ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലും അങ്ങനെ പറയുന്നു. യൂട്ടിലിറ്റി അഥവാ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ യൂട്ടിൽസ് എന്നുള്ള മെഷർമെന്റിലാണ് പറയുന്നത്, യൂട്ടിൽസ്. അപ്പോ ഇത് കാർഡിനൽ അപ്രോച്ച് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു കാർഡിനൽ അപ്രോച്ച് ആണ് മാർഷൽ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി എന്താണ് കാർഡിനൽ അപ്രോച്ച് എന്നും എന്താണ് ഓർഡിനൽ അപ്രോച്ച് എന്നും പറഞ്ഞു. കാർഡിനൽ അപ്രോച്ച് മീൻസ് അതെന്താണ്, നമുക്ക്
ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നു, 1, 2, 3, 4 എന്നിങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഓർഡർ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഇവിടെ മാർജിനൽ അനലൈസ് ചെയ്യുന്നത് മാർജിനൽ യൂട്ടിലിറ്റീനെ കാർഡിനൽ അപ്രോച്ചിലൂടെയാണ്. അപ്പൊ അതിന് കുറച്ച് അസംഷൻസും കൂടി വരികയാണ്. ഒന്ന് റേഷണാലിറ്റി. നമ്മളെപ്പോഴും പറയാറുണ്ട് കൺസ്യൂമർ എന്തായിരിക്കണം, റേഷണൽ ആയിരിക്കണം. ദെൻ കാർഡിനൽ യൂട്ടിലിറ്റി ആണ് മറ്റൊരു അസംഷൻ. ദെൻ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ ഓൾറെഡി വെള്ളം കുടിച്ച കേസ് പറഞ്ഞല്ലോ, ഇങ്ങനെ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയാറുള്ളത്. ദെൻ യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡന്റ്. ഈ യൂട്ടിലിറ്റീസ് പരസ്പരം എന്തല്ല, ഡിപ്പെൻഡന്റ് അല്ല. ഒന്നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി മറ്റേതുമായിട്ടുള്ള യൂട്ടിലിറ്റിയുമായിട്ട് ഡിഫറെന്റ് ആണ്, അഥവാ ഇൻഡിപെൻഡന്റ് ആണ്. ദെൻ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ആണ്. എന്താണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ, എക്കണോമിസ്റ്റുകൾക്ക് ഷാർപ്പായിട്ടുള്ള ഒരു കോമൺ സെൻസ് വേണം. എന്തിനു വേണ്ടിയിട്ട്? ആളുകളുടെ ഈ ഒരു എക്കണോമിക് ബിഹേവിയറിനെ സൈക്കോളജിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അനലൈസ് ചെയ്ത ശേഷം അതിനെ നമ്പേഴ്സിലോട്ട്, യൂട്ടിൽസിലോട്ട് മാറ്റാനുള്ള ആ ഒരു കഴിവുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ഓൾ യൂണിറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂംഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു 5 മിനിറ്റ് ആണ് നമ്മൾ പിന്നെ വെള്ളം കുടിച്ചത് എന്ന് വിചാരിക്കുക. ഈ 5 മിനിറ്റിൽ മൊത്തമായിട്ട് നമ്മൾ കുടിച്ച ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് മുഴുവനായിട്ട് കിട്ടിയത് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ആണോ അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ നമുക്കൊരു അഡീഷണൽ യൂട്ടിലിറ്റി കിട്ടി, പക്ഷെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഡീഷണൽ യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്, പക്ഷെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് MU, മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു ഡെൽറ്റ TU ബൈ ഡെൽറ്റ Q. ഇതും എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ വരികയാണെങ്കിൽ ഇത് ആക്ച്വലി ഡിഫറൻഷിയേഷൻ വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ചേഞ്ചസ് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ Q. അഥവാ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഡിറൈവ് ചെയ്യണം? ക്വാണ്ടിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡിറൈവ് ചെയ്യണം. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുന്ന പോയിന്റിനെ നമ്മൾ പോയിന്റ് സാഷേറ്റി എന്ന് പറയുന്നു. ആ ഒരു ഭാഗത്ത് ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുന്ന പോയിന്റിൽ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ആ ഒരു ഭാഗങ്ങൾ എത്തുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഈ പോയിന്റ് ഓഫ് സാഷേറ്റി ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ മാക്സിമം ആണ്. ഇതിന് ശേഷം പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോവുകയായിരിക്കും. ഇവിടെ മാക്സിമം ആയിട്ടുള്ള ആ ഒരു പോയിന്റിനെ സംബന്ധിച്ച് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് ആവുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. ആ ഒരു പോയിന്റിന് ശേഷം TU ഡിക്ലൈൻ ആവുന്ന ആ ഒരു പോയിന്റിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയി മാറുന്നു. ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് താഴോട്ട് പിന്നീട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ട് അത് എന്താവുകയാണ് ചെയ്യുന്നത്? പിന്നീട് അത് നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് അതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഗോസൻ ആണ് ഇത് ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് മാർഷൽ ആണ്. ഗോസൻസ് ഫസ്റ്റ് ലോ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ദ അഡീഷണൽ ബെനിഫിറ്റ്സ് വിച്ച് എ പേഴ്സൺ ഡിറൈവ്സ് ഫ്രം എ ഗിവൺ ഇൻക്രീസ് ഇൻ ഹിസ് സ്റ്റോക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത്. ഒരു അഡീഷണൽ ആയിട്ട് അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അങ്ങനെ ഡിമിനിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഈ ഒരു ലോനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മറ്റൊരു ലോ ആണ് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി. ഇതിനെ ഗോസൻ സെക്കൻഡ് ലോ എന്നും പറയുന്നുണ്ട്. The consumer will distribute his money income between the goods in such a way that marginal utility derived from the last rupees spent on each good is equal. ഒരാള് 2 ഗുഡ്സിന് വേണ്ടിയിട്ട് അയാളുടെ അഡീഷണൽ ഇൻകം ഉപയോഗിക്കുന്നു. അയാൾ എന്തിനാണ് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് ട്രൈ ചെയ്യുക. ലാസ്റ്റ് റുപ്പി അയാള് സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഈക്വലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം അയാൾ നടത്തും. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ വരുന്നത് MUA ഡിവൈഡഡ് ബൈ PA. MU എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് A, commodity A divided by price of A equal to marginal utility of commodity B divided by price of B. അടുത്തൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഡിനൽ കൺസ്യൂമർ ബിഹേവിയർ.
ബിഹേവിയർ. നമ്മൾ ഇത്രയും നേരം കാർഡിനൽ യൂട്ടിലിറ്റിനെയും കാർഡിനൽ അപ്രോച്ചിനെയും കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡിനൽ അപ്രോച്ച്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലാണ് ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഓർഡിനൽ കൺസ്യൂമർ ബിഹേവിയറിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഹിഗ്സ് ആണ് ആദ്യമായിട്ട് ഇത് പ്രസന്റ് ചെയ്യുന്നത് ഇൻ ഹിസ് ബുക്ക് വാല്യൂ ആൻഡ് ക്യാപിറ്റൽ 1939. 1956 റിവിഷൻ ഓഫ് ഡിമാൻഡ് തിയറിയിൽ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷേപ്പ്, ഇതിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്തത് എഡ്ജ്വർത്ത് ആണ്. ഈ ഒരു ഇൻഡിഫറൻസ് കർവ് എന്നുള്ള ഒരു അപ്രോച്ച് വരുന്നതോട് കൂടി എന്താണ്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ അബാൻഡൻ ചെയ്യുകയും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നുള്ള ഒരു അപ്രോച്ചിലോട്ട് പിന്നീട് മാറുകയും ചെയ്യാണ് എക്കണോമിസ്റ്റുകൾ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീക്ക് ഓർഡറിങ് ആണ് എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിലും ഈ ഓർഡറിങ് വീക്ക് ആണ്. ദെൻ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അസംഷൻസ് ഉണ്ട്. വൺ ഇസ് റാഷണാലിറ്റി. നേരത്തെ പറഞ്ഞ അസംഷനിൽ, മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ പറഞ്ഞ അസംഷനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അത് കാർഡിനൽ ആയിരുന്നു. ഇതെന്താണ്? യൂട്ടിലിറ്റി ഇസ് ഓർഡിനൽ. ദെൻ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. The total utility of the consumer depends on the quantities of the commodities consumed. Then consistency and transitivity. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരാളുടെ മുന്നിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരാളുടെ മുന്നിൽ ഒരു ആപ്പിൾ ഉണ്ട്, ഒരു ഓറഞ്ച് ഉണ്ട്. ആപ്പിൾ ആണ് അയാൾക്ക് ഓറഞ്ചിനേക്കാൾ കൂടുതൽ ഇഷ്ടം. പക്ഷെ സീസണലി അയാൾ മാറുന്ന ആളല്ല. ഇന്ന് അയാൾക്ക് ഓറഞ്ച് ആണ് ഇഷ്ടം, നാളെ അയാൾക്ക് ആപ്പിൾ ആണ് ഇഷ്ടം എന്നുള്ളതല്ല. അയാൾ എപ്പോഴും ആപ്പിളിനാണ് അയാൾക്ക് ഓറഞ്ചിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിക്കാം. ഇനി അടുത്തത് ട്രാൻസിറ്റിവിറ്റി. നമുക്ക് ഈ ആപ്പിൾ ഓറഞ്ചും വെച്ച് പറയുമ്പോൾ അതോടുകൂടെ തന്നെ പറയാം. എ ആപ്പിൾ, ബി പിന്നെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് അവിടെ കിടക്കട്ടെ. ആപ്പിൾ ആണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടം, ഓറഞ്ച് അയാൾക്ക് ഇഷ്ടമാണ് പക്ഷെ ആപ്പിളിന്റെ അത്ര ഇഷ്ടമല്ല. ഗ്രേപ്സും അയാൾക്ക് ഇഷ്ടമാണ്, ഓറഞ്ചിന്റെ അത്ര ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ നമുക്കൊരു ഓർഡർ കിട്ടിയില്ലേ? ഇപ്പൊ നമ്മളിപ്പോ റാങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആപ്പിളിന് കൊടുക്കും, സെക്കൻഡ് റാങ്ക് എന്തിനു കൊടുക്കും? ഓറഞ്ചിന് കൊടുക്കും, തേർഡ് റാങ്ക് ഗ്രേപ്പിന് കൊടുക്കും. അപ്പോ ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇന്നൊരു ഓർഡർ, നാളെ ഒരു ഓർഡർ, മറ്റന്നാൾ ഒരു ഓർഡർ എന്നുള്ളതല്ല, കൺസിസ്റ്റന്റ് ആയ ഒരു ഓർഡർ ആയിരിക്കണം. ആൻഡ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആപ്പിളും ഓറഞ്ചും എടുക്കണമെങ്കിൽ ഓറഞ്ചിനേക്കാൾ അയാൾക്ക് ഇഷ്ടം ആപ്പിൾ ആണ്, ഗ്രേപ്പിനേക്കാൾ അയാൾക്ക് ഇഷ്ടം ഓറഞ്ച് ആണ്. എന്ന് വെച്ചാൽ ഗ്രേപ്പിനേക്കാൾ അയാൾക്ക് ഇഷ്ടം ആപ്പിൾ ആണ്. എ ഗ്രേറ്റർ ദാൻ ബി, ദെൻ ബി ഗ്രേറ്റർ ദാൻ സി, ദെൻ എ ഗ്രേറ്റർ ദാൻ സി. ഇതാണ് അതിന് നമ്മൾ ആ ഒരു ടേംസിലോട്ട് വരുമ്പോൾ ആ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ദെൻ ഇൻഡിഫറൻസ് കർവിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവാർഡ് ടു ദ റൈറ്റ്. ദിസ് പ്രോപ്പർട്ടി ഇംപ്ലൈസ് ദാറ്റ് ആൻ ഇൻഡിഫറൻസ് കർവ് ഹാസ് നെഗറ്റീവ് സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും? എപ്പോഴും ഡൗൺവാർഡ് ടു ദ റൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് കണ്ടാൽ അതിനെപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഇറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. Then indifference curve are convex to the origin. Convex to the origin. Indifference curve എന്തായിരിക്കും? ഈ ഒറിജിനിലോട്ട്, ഈ ഒറിജിനിൽ ഇതിന്റെ ഈ ഒരു കോൺവെക്സ് പാർട്ട് ആയിരിക്കും വരിക. കോൺവെക്സും കോൺകേവും അറിയാമെന്ന് വിചാരിക്കുന്നു. കോൺവെക്സ് പാർട്ടാണ് എന്താവുക? ഒറിജിനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ കോൺവെക്സ് പാർട്ട് തന്നെയാണ് കാണാം. സോ ഇറ്റ് വിൽ ബി കോൺവെക്സ് ടു ദ ഒറിജിൻ. Then indifference curve cannot intersect each other. ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ നോക്കാം. ഇൻഡിഫറൻസ് കർവിൽ ആക്ച്വലി എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ എക്സ് എന്നുള്ളൊരു കമോഡിറ്റി, ഇവിടെ വൈ എന്നുള്ളൊരു കമോഡിറ്റി ഉണ്ട്. ഒരാള് എത്ര എക്സ് കൊടുത്തിട്ടാണ് എത്ര വൈ വാങ്ങുന്നത്, അയാൾ എത്രമാത്രം അതിനോട് ഇൻഡിഫറന്റ് ആണ് എന്നുള്ള പോയിന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു എയും ബിയും വരുന്ന പോയിന്റുകളെല്ലാം ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു. അതുപോലെ ഈ ഒരു എയും സിയും ഇവിടെയും ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്നു. ഇവിടെ പക്ഷേ ഇത് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് അതിന്റെ ലോജിക്ക് കിട്ടൂല. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ വരുമ്പോൾ ഇതിന് രണ്ടിനും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആവണം എന്നുള്ളതായി പോകും. അത് ഇവിടെ സംഭവിക്കാൻ പറ്റില്ല. ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കില്ല? ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല. ആൻഡ് ഓൾസോ ഇൻഡിഫറൻസ് കർവ് ആർ നോട്ട് നെസസറിലി പാരലൽ. പാരലൽ ആയിക്കോളണം എന്ന് നിർബന്ധമില്ല കേട്ടോ. Then higher indifference curve represent higher level of satisfaction than lower indifference curve. ഇത് രണ്ട് ഇൻഡിഫറൻസ് കർവുകളാണ്.
അപ്പൊ ഈ ഒരു ഗ്രാഫ് വരക്കുമ്പോൾ ഈ MN എന്നുള്ള ഇൻഡിഫറൻസ് കർവും ഇവിടെ A എന്നുള്ള പോയിന്റുള്ള മറ്റൊരു ഇൻഡിഫറൻസ് കർവും I1 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, I2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. I2 എന്നുള്ള ഇൻഡിഫറൻസ് കർവിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതലാണ് I2 എന്നുള്ള ഇൻഡിഫറൻസ് കർവിന്. ആൻഡ് I2ക്ക് എന്താണ് കുറവാണ്. ആൻഡ് ഇൻഡിഫറൻസ് കർവ് കനോട്ട് ടച്ച് ഐദർ ആക്സിസ്. രണ്ട് ആക്സിസിലും ഏതൊരു ആക്സിസിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡിഫറൻസ് കർവിന് ടച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഗുഡ് എന്തായി പോകും, 0 ആയി പോകും. രണ്ടിനെ പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് പറയാം ഇഫ് MRS ഇനി ഇൻഡിഫറൻസ് കർവിന്റെ ആ ഒരു നമ്മൾ പറഞ്ഞു അത് സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ആ ഒരു സ്ലോപ്പ് നമുക്ക് കിട്ടുക ഇത് ഡെറിവേഷൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. ഡെറിവേറ്റ് ചെയ്താൽ കിട്ടുക മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അഥവാ MRS ആണ്. അപ്പൊ എക്സും വൈയും തമ്മിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതിന്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദ ഇൻഡിഫറൻസ് കർവ് മസ്റ്റ് ബി കോൺവെക്സ് ടു ദ ഒറിജിൻ. ആൻഡ് ഇഫ് MRS XY ഈസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ഓർ ഡൗൺവേർഡ് ടു ദ റൈറ്റ് ആയിരിക്കും. സോ ഈ ഫസ്റ്റ് കേസ് അത് ഓർഡിനറി ഗുഡ്സ്, നമ്മൾ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സിന്റെ കേസാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് എന്താണ്, MRS XY കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഒന്നിന് പകരം മറ്റേത് നമുക്ക് എടുക്കാൻ പറ്റും. അതിപ്പോ നമ്മൾ നേരത്തെ ബർഗർ കിങ്ങും മക്ഡൊണാൾഡും പറഞ്ഞതുപോലെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെങ്കിൽ ടീ ഓർ കോഫി എന്നൊക്കെ പറയുന്നത് പോലെ. Then MRS XY increasing, the indifference curve will be concave to the origin. ഇനി പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ആയ ഒരു കേസും കൂടി ഉണ്ട് കേട്ടോ. പെർഫെക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാർ ആൻഡ് പെട്രോള്, ടീ ആൻഡ് ഷുഗർ, ഇങ്ക് ആൻഡ് ഇങ്ക് പെൻ, നമ്മൾ നേരത്തെ കോംപ്ലിമെന്ററി ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞു. അത്തരത്തിലുള്ള ഗുഡ്സ് ആകുമ്പോൾ ഈ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് വരിക. കാരണം അത് എന്താകാൻ പറ്റൂല, അത് ഒരേ രൂപത്തിൽ തന്നെ അതേ ക്വാണ്ടിറ്റിയിലാണ് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പരസ്പരം എന്താവാൻ പറ്റുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. Then which of the following is not true in case of indifference curve? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിഫറൻസ് കർവിന്റെ കേസിൽ ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എപ്പോഴും ട്രൂ, നോട്ട് ട്രൂ, കറക്റ്റ്, ഇൻകറക്റ്റ് അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമുക്കത് തെറ്റിപ്പോകും. A. The indifference curves are usually convex or bowed inward. B. Indifference curve for two goods that are perfect complements is shaped as right angle. Indifference curve for two goods that are perfect substitutes is a downward sloping straight line. And indifference curve for two normal goods is a downward sloping straight line. Just an answer ചെയ്യാൻ ശ്രമിക്കൂ. നോട്ട് ട്രൂ ആണ് ചോദിക്കുന്നത് കേട്ടോ, നോട്ട് ട്രൂ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഡിഫറൻസ് കർവുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. റെപ്രസെന്റ് ഓൾ ദി കോമ്പിനേഷൻസ് ഓഫ് മാർക്കറ്റ് ബാസ്കറ്റ് ദാറ്റ് പ്രൊവൈഡ് എ കൺസ്യൂമർ വിത്ത് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോയിന്റുകളെല്ലാം നമ്മൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നു. ആൻഡ് അതെന്താണ്, ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന പോയിന്റ്സിനെ കൂട്ടി വരച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പിലാണ് ഇത് കിട്ടുക. അത് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല. ആൻഡ് ദ ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി MRS ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് ഡിമിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. MRS എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഇവിടെ നോക്കാം, ഈ സ്ലോപ്പ് കൂടുതലാണ്, പിന്നെ അതിങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ദെൻ marginal rate of substitution to quantify the amount of one good that consumer will give up to obtain one more another. അതായത് എക്സിന് പകരം എത്ര വൈ കൊടുക്കാൻ തയ്യാറാണ്, അഥവാ വൈക്ക് പകരം എത്ര എക്സ് കൊടുക്കാൻ തയ്യാറാണ്, എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത് വാങ്ങാൻ തയ്യാറ് എന്നുള്ള ഒരു ഇതാണുള്ളത്. സോ വി വിൽ ഡിഫൈൻ ദ MRS in terms of the amount of good on the vertical axis that the consumer is willing to give up in order to obtain one extra unit of good on the horizontal axis. അതായത് ഹൊറിസോണ്ടൽ ആക്സിസിൽ അതായത് എക്സ് ആക്സിസിൽ 1 യൂണിറ്റ് അഡീഷണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെർട്ടിക്കൽ ആക്സിസിൽ വൈ എന്നുള്ള ആക്സിസിൽ എത്ര യൂണിറ്റ് ഇത് കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ MRS എന്ന് പറയുന്നത്, അഥവാ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ കോൺവെക്സിറ്റി നമ്മൾ പറഞ്ഞു, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻഡിഫറൻസ് കർവ്സ് ആർ യൂഷ്വലി കോൺവെക്സ് ഓർ ബൗഡ് ഇൻവാർഡ്.
The term convex means that the slope of the indifference curve increases or becomes less negative as we move along the curve. In other words, an indifference curve is convex if the MRS diminishes along the curve. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ എന്താണ്, ഇങ്ങനെ ഡൗൺവാർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിന്റെ കേസിൽ എൽ ഷേപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് ഒന്നും കൂടി വരാം. വിച്ച് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദ്യം. ഇൻഡിഫറൻസ് കർവ് ഓഫ് ടു നോർമൽ ഗുഡ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. എന്താണ് അത്? ഈ ഒരു പിന്നെ കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ മൂന്നും കറക്റ്റ് ആണ്. ദ ഇൻഡിഫറൻസ് കർവ് ആർ യൂഷ്വലി കോൺവെക്സ് ഓർ ബൗഡ് ഇൻവാർഡ്. ഇൻഡിഫറൻസ് കർവ് ഫോർ ടു ഗുഡ്സ് ദാറ്റ് ആർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് is shaped as right angles. Indifference curve for two goods that are perfect substitutes is a downward sloping straight line. Okay. അടുത്തൊരു കൺസെപ്റ്റ് ആണ് പ്രൈസ് ലൈൻ ഓർ ബജറ്റ് ലൈൻ. പ്രൈസ് ലൈൻ ഓർ ബജറ്റ് ലൈൻ. A budget line or price line represents the various combinations of two goods which can be purchased with a given money, income and assumed price of goods. So budget line equation just നോക്കുക. Px plus Pm equal to ക്യാപിറ്റൽ എം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഗിവൺ എമൗണ്ട് ഓഫ് മണി, ആ ഒരു മണി അവിടെ ഫിക്സഡ് ആയിരിക്കും. അത് നമ്മുടെ ബജറ്റ് ആണ്. അതായത് നമ്മൾ എത്ര ചെലവഴിക്കാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു ബജറ്റ് ലൈനിൽ നിന്നുകൊണ്ട് നമുക്ക് എത്ര വാങ്ങാൻ പറ്റും. വേരിയസ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്തിൻ എ ഗിവൺ മണി ഇൻകം. അതിനെയാണ് നമ്മൾ പ്രൈസ് ലൈൻ ഓർ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കമ്മോഡിറ്റീസിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് PX by PY എന്നാണ് വരിക. പ്രൈസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് വൈ. ദെൻ ഷിഫ്റ്റ് ഇൻ ബജറ്റ് ലൈൻ. ഷിഫ്റ്റ് ഇൻ ബജറ്റ് ലൈൻ അതിന് എന്തെല്ലാം കാരണമാവാം? ഇൻകം ചേഞ്ചുകൾ കാരണമാകാം. ഇൻകം ചേഞ്ചസ് കാരണമാവാം. വെൻ ദർ ഇസ് change in the income of the consumer, the prices of the good remaining the same, the price line shift from original position. Then price change ഒരു കാരണമാകാം. ബജറ്റ് ലൈനിൽ ഷിഫ്റ്റ് ചെയ്യാൻ പ്രൈസ് ഇൻകത്തിലുള്ള ചേഞ്ച് ആണെങ്കിൽ പാരലൽ ആയിട്ടായിരിക്കും ഇത് പോവുക. പ്രൈസിലുള്ള ചേഞ്ച് ആണെങ്കിൽ ഈ ഒരു രൂപത്തിലായിരിക്കും, പാരലൽ ആവില്ല. Then consumer equilibrium. Consumer equilibrium. The term consumer's equilibrium refers to the amount of goods and services which the consumer may buy in the given market given in his income and given prices of goods in the market. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ അയാൾക്ക് കിട്ടുന്ന ആ ഒരു പ്രൈസിന് അയാൾ എത്ര വാങ്ങുന്നു, ആ ഇക്വിലിബ്രിയത്തിൽ അയാൾ എത്ര വാങ്ങുന്നു എന്നുള്ളതാണ്. ദെൻ ഒരു കൺസ്യൂമർ എപ്പോഴും എന്താണ് ചിന്തിക്കുക? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, അയാൾ കൊടുക്കുന്ന ആ ഒരു പണത്തിൽ നിന്ന് അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നായിരിക്കും ചിന്തിക്കുക. അപ്പൊ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു സാറ്റിസ്ഫാക്ഷൻ അഥവാ യൂട്ടിലിറ്റി എവിടെയാണ് നമ്മൾ കണക്കാക്കുന്നത്? ഇൻഡിഫറൻസ് കർവിലാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഇൻഡിഫറൻസ് കർവിന്റെ ടാൻജന്റ് ആയിക്കൊണ്ട് പോകുന്ന ഒരു എന്തുണ്ടാകും? ബജറ്റ് ലൈൻ ഉണ്ടാകും. അഥവാ നമ്മുടെ ബജറ്റ് ലൈനിന് ഒരു ടാൻജന്റ് പോയിന്റ്, ബജറ്റ് ലൈനിലൂടെ പോകുന്ന ഒരു എന്തുണ്ടാകും? ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകും. അതാണ് ഇയാളുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, ഇത് മാത്തമാറ്റിക്കലി ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുണ്ട് കേട്ടോ. പക്ഷെ മാത്തമാറ്റിക്കലി ഇത് ചെയ്യുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. ഹയർ ഓർഡർ മാത്തമാറ്റിക്സിലോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് മാനേജ്മെന്റിൽ കണ്ടിട്ടില്ല. ഹയർ ഓർഡർ മാത്തമാറ്റിക്സിലോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ട് നമ്മൾ അതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ട് നെഗറ്റീവ് ആണ് ആ പോയിന്റ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ അതിന്റെ മാക്സിമ എന്നൊക്കെ പറയാറുള്ളത്. മാക്സിമ, മിനിമ, അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകളാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ സ്കിപ്പ് ചെയ്യുന്നു. ദെൻ ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ ചേഞ്ചസ് വരാൻ കുറച്ച് കാരണങ്ങൾ വരാം. ഒന്ന് ഇൻകം ഇഫക്റ്റ് ആണ്. ഇൻകം ഇഫക്റ്റ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദ ഇഫക്ട് ഓഫ് പർച്ചേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഒരാളുടെ ഇൻകത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നു, അത് കാരണം അയാൾ എന്ത് ചെയ്യാണ്? പർച്ചേസിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെയാണ് ഇൻകം ഇഫക്റ്റ് എന്ന് പറയാം. അപ്പോ നമുക്ക് ആ ഇൻകം ഇഫക്റ്റ് കാരണം ഇയാളുടെ IC ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നു. ഓക്കെ, ആദ്യം അയാളുടെ ഇൻഡിഫറൻസ് കർവ് എന്തായിരുന്നു? IC1-ലായിരുന്നു. ആ സമയത്ത് ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ P1 L1 ആയിരുന്നു. രണ്ടാമത് ഇയാളുടെ ഇൻകം കൂടുന്നു. ഇൻകം കൂടിയപ്പം അയാളുടെ ബജറ്റ് ലൈന്, അപ്പൊ അയാൾക്ക് കുറച്ചും കൂടി സാധനം വാങ്ങാലോ. അപ്പൊ അയാളുടെ ബജറ്റ് ലൈൻ എന്താകുന്നു? P2 L2 എന്നുള്ളതാവുന്നു. പിന്നീട് അയാളുടെ ഇൻകം കുറച്ചും കൂടി കൂടുന്നു. അപ്പൊ അയാളുടെ
ബജറ്റ് ലൈൻ എന്താവുന്നു? P3L3 ആകുന്നു, വീണ്ടും കൂടുന്നു. ദെൻ അയാളുടെ ഇൻകം വീണ്ടും കൂടിയത് കാരണമായിട്ട് ബജറ്റ് ലൈന് കുറച്ചും കൂടി മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പോയിന്റുകളിലൊക്കെ ടാൻജന്റ് ആയിട്ട് എന്തുണ്ടാകും? ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകും. ഈ പോയിന്റുകളിലൊക്കെ ടാൻജന്റ് ആയിട്ട് ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകും. ആ ടാൻജൻസി പോയിന്റുകളിലൂടെ നമ്മൾ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ICC അഥവാ ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ഇൻകം കൺസംഷൻ കർവ്. ഓക്കെ. ദെൻ ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ഇക്വിലിബ്രിയം വരാനുള്ള മറ്റൊരു കാരണം പ്രൈസ് ഇഫക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈസിലുള്ള ചേഞ്ച് എന്തിന് കാരണമാകാം? പർച്ചേസിംഗ് പവറിൽ ചേഞ്ച് വരുത്താൻ കാരണമാകാം. അത് കാരണം അയാൾക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അരിന്റെ പ്രൈസ് കുറയുന്നു. അപ്പൊ അയാൾക്ക് ഇപ്പൊ വാങ്ങിയ ക്വാണ്ടിറ്റി ചേഞ്ച് ആക്കുന്നില്ലെങ്കിലും അയാൾക്ക് ഇപ്പൊ കുറഞ്ഞ പൈസ കൊടുത്താൽ മതി ഈ ഒരു അരി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാൾക്ക് അഡീഷണലി കുറച്ച് പൈസ അവിടെ എക്സ്ട്രാ കിട്ടുന്നു. ആ പൈസ കൊണ്ട് അയാൾക്ക് കുറച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും വാങ്ങാനും പറ്റുന്നു. അപ്പൊ പ്രൈസ് ഇഫക്റ്റ് കാരണമായിട്ട് ഇയാളുടെ ബജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് അതിലുള്ള ടാൻജൻസി പോയിന്റ്സിലുള്ള ഇൻഡിഫറൻസ് കർവുകൾ ചേഞ്ച് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മളൊരു കർവ്, ആ പോയിന്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് നമ്മളൊരു കർവ് വരയ്ക്കണമെങ്കിൽ അതിനെയാണ് PCC അഥവാ പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ഇതാണ് പ്രൈസ് ഇഫക്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്താം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതുക. ദ ഇൻകം ഇഫക്റ്റ് ഫോർ എ കമ്മോഡിറ്റി ഈസ്. ഇൻകം ഇഫക്റ്റ് ഫോർ എ കമ്മോഡിറ്റി ഈസ് is always positive, is always negative, depends upon the price effect, determines the nature of the commodity. What will be the answer? Answer D, determines the nature of the commodity. Income effect for the commodity determines the nature of the commodity. അത് always positive ആയിക്കൊള്ളണമെന്നില്ല, always negative ആയിക്കൊള്ളണമെന്നില്ല. പ്രൈസ് ഇഫക്റ്റിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ആ കമ്മോഡിറ്റിക്ക് അനുസരിച്ച് തന്നെയായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇൻകം ഇഫക്റ്റ് ജിഫൻ ഗുഡിന്റെ കേസിൽ നെഗറ്റീവ് ആണ്, നോർമൽ ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സിൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഓൾവേസ് ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ എയും ബിയും ഒന്നും വരാത്തത് കേട്ടോ. ദെൻ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഫോർ എ കമ്മോഡിറ്റി ഈസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഫോർ എ കമ്മോഡിറ്റി ഇവിടെ ഓൾറെഡി ആൻസർ വന്നു അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ. Then according to Hicks, substitution effect is, നമുക്ക് നിങ്ങൾ ഹിക്സ് പേര് അങ്ങനെ നിങ്ങൾക്ക് സ്പെസിഫിക്കലി പഠിക്കാനില്ല. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് ഈസ് ദ മൂവ്മെന്റ് അലോങ് ദ ഇൻഡിഫറൻസ് കർവ് ആണ്. നമ്മൾ പറഞ്ഞു MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതാണല്ലോ നമുക്ക് ആ ഇൻഡിഫറൻസ് കർവിലൂടെ ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ആ ഇൻഡിഫറൻസ് കർവിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. Then strong ordering means. Strong ordering means absence of indifference, presence of indifference, no difference between different combination. Strong ordering. Just chat box il type cheya. Strong ordering. It is answer A, absence of indifference. Okay. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇതിന്റെ അസംഷനിൽ പറയുന്ന സമയത്ത് പറയുന്നുണ്ട് വീക്ക് ഓർഡറിംഗ് ആണ് എന്നുള്ളത്. വീക്ക് ഓർഡറിംഗ് ആണ് ഇവിടെ സ്ട്രോങ്. അപ്പൊ സ്ട്രോങ് ഓർഡറിംഗ് എന്ന് പറഞ്ഞാല് ആബ്സെൻസ് ഓഫ് ഇൻഡിഫറൻസ് ആണ്. ഓക്കെ. അതായത് ഒരാൾ സ്ട്രോങ് ഓർഡർ ആണെങ്കിൽ ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാവില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാവില്ലല്ലോ സ്ട്രോങ് ഓർഡറിംഗ് ആണെങ്കിൽ. നമ്മൾ ആക്ച്വലി ഇൻഡിഫറൻസ് കർവിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനത്തിൻ്റെതാണ് എത്ര എക്സ് കിട്ടാൻ എത്ര വൈ കൊടുക്കാൻ തയ്യാറാണ്, അഥവാ വൈ കൊടുക്കാൻ എത്ര എക്സ് കിട്ടാൻ തയ്യാറാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് അത് വീക്ക് ഓർഡറിംഗ് ആണ്. If negative income effect is greater than the positive substitution effect, the price effect will be. ഇത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ നെറ്റിന് മാത്രമല്ല, നെറ്റിൽ എക്കണോമിക്സിലും കൊമേഴ്സിലും മാനേജ്മെന്റിലും ചോദിക്കാം. അതിന് മാത്രമല്ല ഒരുപാട് കോമ്പറ്റീവ് എക്സാമുകളിൽ കണ്ടിട്ടുണ്ട്. PSC പോലത്തെ കോമ്പറ്റീവ് എക്സാമുകളിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. If negative income effect is greater than positive substitution effect, the price effect will be. Answer is C, positive. ഓക്കെ. ഇത് ജിഫൻ ഗുഡിന്റെ കേസ് ആണ് കേട്ടോ. Then if both the product X and Y are normal goods, ICC will be. നമ്മൾ പറഞ്ഞു ICC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം കൺസംഷൻ കർവ്. ഇൻകം കൺസംഷൻ കർവ്. എക്സും വൈയും നോർമൽ ഗുഡ്സ് ആണെങ്കിൽ ഇൻകം കൺസംഷൻ കർവ് എന്തായിരിക്കും? സ്ലോപ്പ് ഡൗൺ ടുവാർഡ്സ് റൈറ്റ്, സ്ലോപ്പ് അപ്പ് ടുവാർഡ്സ് റൈറ്റ്, സ്ലോപ്പ് ഡൗൺ ടുവാർഡ്സ് ലെഫ്റ്റ്, സ്ലോപ്പ് ഡൗൺ ടുവാർഡ്സ് ലെഫ്റ്റ്. സ്ലോപ്പ് അപ്പ് towards right, slope up towards right.
Okay. If negative income effect is less than positive substitution effect. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ മറ്റൊരു വെർഷൻ ആയിട്ട് അങ്ങ് ചോദിച്ചതാണ്. An inferior good. Okay. If negative income effect is less than positive substitution effect, it will be inferior good. If negative income effect is greater than positive substitution effect ആണെങ്കിലോ, it will be given good. Okay, it will be given good. Then the market demand and supply equation for a product are. The market demand and supply equation for a product are. ഇത് തൊട്ട് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. QD equal to 30 minus 3P. QS equal to 20 plus 2P. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? QD equal to 30 minus 3P. QS equal to 20 plus 2P. ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം ഡിമാൻഡ് കിട്ടാൻ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഇക്വേഷൻസ് ഈക്വലൈസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. QD ഈക്വൽ ടു QS. QD ഈക്വൽ ടു QS. സോ 30 മൈനസ് 3P ഈ ഇക്വേഷൻ ഫസ്റ്റ് ഈക്വൽ ടു QS എന്ന് പറയുമ്പോൾ 20 പ്ലസ് 2P. ഇനി Pനെ മുഴുവൻ ഒരു സ്ഥാനത്തോട്ട് മാറ്റാം, Qനെ മുഴുവൻ ഒരു സ്ഥാനത്തോട്ട് മാറ്റാം. Q അല്ല, ഈ ഒരു നമ്പേഴ്സിനെ. അപ്പൊ ഈ നമ്പറിനെ ഞാൻ ഇവിടെ തന്നെ നിർത്തുന്നു. 30 പ്ലസ് 20 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 20. ദാറ്റ്സ് ഈക്വൽ ടു 2P. ഇവിടെയുള്ള 3Pനെ അങ്ങോട്ട് മാറ്റുന്നു, പ്ലസ് 3P. Then 10, 30 minus 20 equal to 10 will be 5P. P equal to 10 divided by 5, that's equal to 2. So price 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഡിമാൻഡ് ആണ് ചോദ്യം അല്ലേ? അപ്പൊ ഈ ഇക്വേഷനിൽ ഇടുക 30 minus 3 into 2. That means 30 6 പോയാൽ അല്ലേ? That will be 24. So the answer is 24. Okay. Next, consumer equilibrium and corner solution. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ് ഇൻഡിഫറൻസ് കർവ് വരിക. പക്ഷെ ചില കേസുകളിൽ ഇൻ കേസ് if it will be concave to the origin ആയി കഴിഞ്ഞാൽ, in case of concave indifference curve, consumer will not be in equilibrium, so interior solution cannot be attainable. അപ്പൊ നമുക്ക് ഉള്ളിലുള്ള ഒരു ഇന്റീരിയർ സൊല്യൂഷൻ എന്താവില്ല, അറ്റൈനബിൾ ആവില്ല. പക്ഷെ കോർണർ സൊല്യൂഷൻ കിട്ടും, പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കോൺകേവ് ഇൻഡിഫറൻസ്, നമ്മൾ കോൺവെക്സ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് MRSX ഡിക്രീസിങ് ആണെന്ന് പറഞ്ഞു, ഡിമിനിഷിംഗ് ആണെന്ന് പറഞ്ഞു. കോൺകേവ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിൽ MRS എന്താണെന്ന് ചെയ്യാം, ഇൻക്രീസിങ് ആയിരിക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാല് കൺസ്യൂമർ ഒരൊറ്റ ഗുഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺസ്യൂം ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് മോണോമാനിയ എന്നുള്ള ഒരു ലെവലിലായിരിക്കും. കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറാവില്ല. ഏതെങ്കിലും ഒന്ന്, ഐദർ എ അല്ലെങ്കിൽ ബി, ഐദർ എക്സ് ഓർ വൈ. ഓക്കെ, അപ്പോ അത് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ സംബന്ധിച്ച് മറ്റൊരു തരത്തിലാണ് ഗ്രാഫ് പോകുക, അതേപോലെ കോംപ്ലിമെന്റ്സിനെ സംബന്ധിച്ച് മറ്റൊരു തരത്തിലാണ് ഗ്രാഫ് പോവുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ദെൻ എങ്കൽ കർവ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഈ ഒരു ഇത് നോക്കി വെച്ചാൽ മതി. എങ്കൽ കർവില് എസെൻഷ്യൽ ഗുഡ്സിനെ സംബന്ധിച്ച് കൺസംഷൻ ഗ്രോസ് സ്ലോവർ ദാൻ ദ ഡിസ്പോസബിൾ ഇൻകം. ദെൻ എക്സ് ലക്ഷറി ഗുഡ്സ് ആണെങ്കിൽ കൺസംഷൻ ഗ്രോസ് ഫാസ്റ്റർ ദാൻ ദ ഡിസ്പോസബിൾ ഇൻകം. ആൻഡ് ഇൻഫീരിയർ ഗുഡ് ആണെങ്കിൽ കൺസംഷൻ ഡിക്രീസസ് വൈൽ ഡിസ്പോസബിൾ ഇൻകം റൈസസ്. ദെൻ നെക്സ്റ്റ് റിവീൽഡ് പ്രിഫറൻസ് തിയറി.
റിവീൽഡ് പ്രിഫറൻസ് തിയറി മുന്നോട്ട് വെക്കുന്നത് സാമുവൽസൺ ആണ്. സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നത് 1938 ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബിഹേവിയറിസ്റ്റ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഇവിടെയും ശ്രദ്ധിക്കുക, ഇത് ഓർഡിനൽ അപ്രോച്ച് ആണ്. നേരത്തെ പറഞ്ഞതൊക്കെ കാർഡിനൽ ആയിരുന്നു, തൊട്ട് മുന്നേ പറഞ്ഞത് മാത്രമായിരുന്നു ഒരു ഓർഡിനൽ ഉണ്ടായിരുന്നത്. ഇതും എന്താണ്, ഓർഡിനൽ അപ്രോച്ച് ആണ്. ദിസ് റിജക്റ്റഡ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് ഓഫ് ഓർ ദ സബ്ജക്റ്റീവ് മെത്തേഡ്. നമ്മൾ നേരത്തെ ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ റിവീൽഡ് പ്രിഫറൻസ് തിയറി സീക്സ് ടു എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഫ്രം ഹിസ് ആക്ച്വൽ ബിഹേവിയർ ഇൻ ദ മാർക്കറ്റ് ഇൻ വേരിയസ് പ്രൈസ് ഇൻകം substitution. Okay, then it explains the behaviorist explanation of consumer demand. ഇതിന് കുറച്ച് assumptions ഉണ്ട്. റാഷണാലിറ്റി, കൺസിസ്റ്റൻസി. ഇപ്പൊ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അതേ അസംഷൻസ് ആണ് കേട്ടോ. റാഷണാലിറ്റി, കൺസിസ്റ്റൻസി, ട്രാൻസിറ്റിവിറ്റി, റിവീൽഡ് പ്രിഫറൻസ് ആക്സിയം, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി ഈ റിവീൽഡ് പ്രിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഭാഷയിൽ ഒന്ന് പറയാം. ഒരു കൺസ്യൂമർ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ABC 3, ഇപ്പം ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്പ്, അങ്ങനെ 3 എണ്ണം. ഒരാൾ അതിൽ നിന്നും ഒന്ന് ഇൻഡിഫറന്റ് ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്തു. ഇൻഡിഫറന്റ് എന്നല്ല, ഒരാള് സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാണ്, ആക്ച്വലി റിവീൽ ചെയ്യാണ്. അയാളുടെ പ്രിഫറൻസിന് അയാൾ റിവീൽ ചെയ്യാണ്. ഇതാണ് ജസ്റ്റ് ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഓർഡറിംഗ് ആണ്. നേരത്തെ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ പറഞ്ഞിട്ടുള്ളത് വീക്ക് ഓർഡറിംഗ് ആണ്, പക്ഷെ ഇവിടെ സ്ട്രോങ് ഓർഡറിംഗ് ആണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് ബേസ്ഡ് അപ്പോൺ ദ സ്ട്രോങ് ഫോം ഓഫ് പ്രിഫറൻസ് ഹൈപ്പോത്തസിസ്, ഡെഫിനിറ്റ് ഓർഡറിംഗ്. അണ്ടർ സ്ട്രോങ് ഓർഡറിംഗ്, റിലേഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ബിറ്റ്വീൻ വേരിയസ് ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻ ഇസ് റൂൾഡ് ഔട്ട്. ഇനി നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ഒരു പാർട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒന്ന് മാരത്തോൺ ആയിട്ട് അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു മാരത്തോൺ ഓട്ടം ഓടിയിട്ടുണ്ട്. അടുത്തതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സ്പ്രസസ് എ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. സോ Y ഈസ് ദ ഫംഗ്ഷൻ ഓഫ് LKRS. L എന്താണ്, ലേബർ ഇൻപുട്ട് ആണ്. K ക്യാപിറ്റൽ ഇൻപുട്ട് ആണ്. R റോ മെറ്റീരിയൽസ്, ലാൻഡ് ഇൻപുട്ട്, എന്തും വരാം കേട്ടോ. പക്ഷെ നോർമലി നമ്മൾ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. Y അഥവാ ഔട്ട്പുട്ട് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഷോർട്ട് റൺ എന്താണെന്നും ലോങ് റൺ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണ്. ഷോർട്ട് റണ്ണ് എന്നുള്ളതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറഞ്ഞൊരു കാലയളവ്. പക്ഷെ ഈ കുറഞ്ഞ കാലയളവ് ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ 5 മാസം എന്നുള്ളത് എപ്പോഴും അപ്ലിക്കബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾക്ക് 1 ദിവസമായിരിക്കും. എനിവേ പ്രൊഡക്റ്റിന്റെ നാച്ചുറലിനനുസരിച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കുക. ഇത് ഷോർട്ട് റൺ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഷോർട്ട് റൺ റെഫേഴ്സ് ടു ദ പീരിയഡ് ഓഫ് ടൈം ഓവർ വിച്ച് 1 or more ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഫിക്സഡ്. ഒന്നോ അതിലധികമോ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലാൻഡ് ഓർ ക്യാപിറ്റൽ ആർ യൂഷ്വലി ട്രീറ്റഡ് ആസ് ഫിക്സഡ് ഫാക്ടർ. ഓക്കെ, ദെൻ ലോങ് റണ്ണിലുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഒന്നിലധികമോ ഫാക്ടേഴ്സ് എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ലോങ് റണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ refers to the period over which all factors of the production can be varied. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല, എല്ലാ ഫാക്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും. Who introduces the time elements short run and long run in economics? ആരാണ് ഇത്തരത്തിൽ ലോങ് റൺ ഷോർട്ട് റൺ എന്നുള്ള രീതിയിൽ ഒരു ടൈം എലമെന്റ് എക്കണോമിക്സിലോട്ട് കൊണ്ടുവന്നത്? ഇത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഇത് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഓർ ഐസോകോട്ട്. നേരത്തെ പറഞ്ഞതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ആ ഒരു പാർട്ടില് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് കർവിനെയാണ് നമ്മൾ ഐസോകോണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഐസോകോണ്ട് ഇസ് എ കർവ് ഓർ ലോക്കസ് ഓഫ് പോയിന്റ് ഷോയിങ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ഫിസിക്കലി കപ്പാബിൾ ഓഫ് പ്രൊഡ്യൂസിങ് എ സെർട്ടൈൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു സെർട്ടൈൻ ലെവൽ ഔട്ട്പുട്ട് കിട്ടാന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളുടെ ഓൾ പോസിബിൾ കോമ്പിനേഷൻ, അതിനെ മൊത്തത്തിൽ നമ്മൾ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ, കർവ് ആക്കി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഷെഡ്യൂളിനെയാണ് നമ്മൾ ഐസോകോണ്ട് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിന് ഒരുപക്ഷെ ഐസോകോണ്ട് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വാക്കായിരിക്കില്ല തരാ, പകരം
ഈക്വൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ ഐസോ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവ്, കൺസ്യൂമർ ബിഹേവിയറിന്റെ കേസിൽ ഇൻഡിഫറൻസ് കർവ്. അപ്പോ ഇത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉള്ളതാണ്. സോ ഇറ്റ് വിൽ ബി പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ്, ഐസോ പ്രൊഡക്റ്റ് കർവ് ഓർ ഈക്വൽ പ്രൊഡക്റ്റ് കർവ്, കോമൺലി നോൺ ആസ് ഐസോകോണ്ട്. ദെൻ നേരത്തെ നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞു MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഈ ഒരു ഐസോകോണ്ടിന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, MRTS ആണ്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ കൺഫ്യൂഷൻ വരില്ല കേട്ടോ, മാത്രമല്ല കൂടുതൽ ക്ലിയർ ആവും ചെയ്യും. MRS എന്തായിരുന്നു? MRS X എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടാൻ ഞാൻ എത്ര Y കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ Y എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടാൻ ഞാൻ എത്ര ഇത് കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എക്സിലും വൈയിലും ക്യാപിറ്റലും ലേബറും ആണുള്ളത്. ക്യാപിറ്റലിനെയും ലേബറിനെയും എങ്ങനെ ഏതെല്ലാം കോമ്പിനേഷനിലൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The rate at which one input can be substituted for another along an isocont is called marginal rate of technical substitution. അഥവാ it indicates the rate at which factors can be substituted at the margin without altering the level of output. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്പുട്ടിൽ യാതൊരു ചേഞ്ചും വരാൻ പാടില്ല. ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് ആണ് ഉണ്ടായിരുന്നത് ആ യൂണിറ്റ് മാറാൻ പാടില്ല. ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ലാതെ ഇൻപുട്ടിന്റെ കോമ്പിനേഷൻസ് നമുക്ക് ഏതെല്ലാം തരത്തിലാണോ മാറ്റാൻ പറ്റുന്നത് ആ പോയിന്റുകളെ മുഴുവൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോകോണ്ട് എന്ന് പറയുന്നത്. അതിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ MRTS അഥവാ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്താണ്? ഇറ്റ് ഇസ് എ റേറ്റ്. ആ ഇതിൽ പറയുന്നത് പോലെ ഇറ്റ് ഇസ് എ റേറ്റ് ആണ്. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ്. മോർ പ്രിസൈസ്ലി, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാക്ടർ X ഫോർ ഫാക്ടർ Y മേ ബി ഡിഫൈൻഡ് ആസ് amount of factor Y which replaced by 1 unit of factor X, the level of output remaining unchanged. ഔട്ട്പുട്ടില് ചേഞ്ചസ് ഇല്ലാതെ ഔട്ട്പുട്ട് നമ്മൾ അൺചേഞ്ച്ഡ് ആക്കി കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് 1 യൂണിറ്റ് ഓഫ് ഫാക്ടർ X, ഫോർ എക്സാമ്പിൾ ലേബർ ആയിട്ട് കണക്കാക്കാം. 1 യൂണിറ്റ് ലേബറിനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് എത്ര യൂണിറ്റ് ക്യാപിറ്റൽ കൊടുക്കണം ആ ഒരു റേറ്റിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ MRTS L4K, അത് നമുക്ക് MRTS LK എന്ന് ഇടാൻ പറ്റും. സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആ LK എന്ന് വരിക. ഈക്വൽ ടു ഡെൽറ്റ K ബൈ ഡെൽറ്റ L ഈക്വൽ ടു MPhil ബൈ MPK. അഥവാ ഈ MP എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഇൻഡിഫറൻസ് കർവിന് കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസോകോണ്ടിന് അഥവാ ഐസോ പ്രൊഡക്റ്റ് കർവുകൾക്ക് എന്തുണ്ട്? കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. വൺ ഇസ് ഐസോ പ്രൊഡക്റ്റ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്. നേരത്തെ പറഞ്ഞ അതേ ഒരു പ്രോപ്പർട്ടി ഇവിടെയുണ്ട്. ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ്. ദ സ്ലോപ്പ് ഡൗൺവേർഡ് ബിക്കോസ് MRTS ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ ഡിമിനിഷസ്. നേരത്തേതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു റേറ്റ് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ വി ഇൻക്രീസ് ലേബർ വി ഹാവ് ടു ഡിക്രീസ് ക്യാപിറ്റൽ ടു പ്രൊഡ്യൂസ് എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് ഒരു മെഷീനിനെ കണക്കാക്കാം. ലേബർ ആയിട്ട് ആളുകളുടെ പ്രയത്നം. ഒരു ചെരുപ്പ് കമ്പനിയാണെന്ന് വെക്കാം. ഈ ഒരു ചെരുപ്പ് കമ്പനിയിൽ ചെരുപ്പിന്റെ ഔട്ട്പുട്ട് ഒരു ദിവസം 100 ചെരുപ്പാണ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം 100 ചെരുപ്പ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അത് ഒരിക്കലും ഇന്ന് 100 നാളെ 100 മറ്റന്നാൾ 100 ഇത് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ച് ലേബറിന്റെ ഷോർട്ടേജ് വന്നു എന്ന് വിചാരിക്കാം. ഇവിടെ 100 ലേബേഴ്സ് ഉണ്ടായിരുന്നു. ഈ 100 ലേബേഴ്സ് 50 പേര് പിരിഞ്ഞു പോയി, പല കാരണങ്ങളാൽ പിരിഞ്ഞു പോയി. നമുക്കൊരു ലേബർ ഷോർട്ടേജ് വന്നു. ഈ ഒരു ലേബർ ഷോർട്ടേജ് വന്നു. പക്ഷെ നമുക്ക് ആ ഉണ്ടാക്കുന്ന പിന്നെ നമ്മൾ 100 യൂണിറ്റ് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യണം. ആ 100 യൂണിറ്റിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറ്റാനും പറ്റില്ല. മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അതിനു പകരം ഒരു അഡീഷണൽ ക്യാപിറ്റൽ ഇറക്കാം. ഫോർ എക്സാമ്പിൾ അഡീഷണൽ മെഷീനോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത്ര ലേബറിന് എത്ര ക്യാപിറ്റൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര ക്യാപിറ്റലിന് എത്ര ലേബർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? MRTS ഫോർ ലേബർ എന്തായിരിക്കും? ലേബർ ഫോർ ക്യാപിറ്റൽ എന്തായിരിക്കും? ഡിമിനിഷസ് ആയിരിക്കും. MRTS ഫോർ ലേബർ ഫോർ ക്യാപിറ്റൽ ഡിമിനിഷസ് ആയിരിക്കും.
It is a property. Then isocons are convex to the origin. Isocons are convex to the origin. നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും. എന്താണ് ഈ ഒരു ഒറിജിനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇൻഡിഫറൻസ് കർവിലും ഇത് കോൺവെക്സ് ആയിരുന്നു, അതേപോലെ ഐസോകോണ്ടിലും അഥവാ ഐസോ പ്രൊഡക്റ്റ് കർവിലും എന്താണ് ഈ ഒറിജിനിൽ നിന്ന് നമ്മൾ നേരെ ഈ ഒരു കർവിലോട്ട് നോക്കിയാൽ അത് കോൺവെക്സ് ആണ്. ദ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ എൽ ആൻഡ് കെ ഇസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് കെ വിച്ച് ക്യാൻ ബി ഗിവൺ ഓഫ് ദി എക്സ്ചേഞ്ച് ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് എൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനം തന്നെ, എത്ര എല്ലിന് എത്ര കെ അഥവാ എത്ര ലേബർക്ക് എത്ര കെ. ഓക്കെ, നെക്സ്റ്റ്, ടു ഐസോകോൺസ് നെവർ ഇന്റർസെക്ട്. നേരത്തെ നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ രണ്ടിലും വരും എന്ന് പറഞ്ഞു. അതൊരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു ഐസോകോണ്ട് കർവിലും ഇത് ഇന്റർസെക്ട് ചെയ്യില്ല. ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെവൽ സെയിം ആയി പോകും. രണ്ട് ഇതിനും പിന്നെ അവിടെ പ്രസക്തി ഇല്ല, അതൊരൊറ്റ കർവ് തന്നെ ആയി മാറും. അതുകൊണ്ട് എന്താണ് ഇത് തമ്മിൽ കൂട്ടിമുട്ടില്ല എന്നുള്ളതാണ് 1. ദെൻ ഹയർ ഐസോകോൺ റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഐസോകോണ്ട് മുകളിലാണെങ്കിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ഐസോകോണ്ടില് ഹയർ ഐസോകോണ്ട് മുകളിൽ വരുന്ന ഐസോകോണ്ട് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്. ദെൻ നേരത്തെ പറഞ്ഞ അതേ ഒരു പ്രോപ്പർട്ടി, ഇറ്റ് നീഡ്സ് നോട്ട് പാരലൽ ടു ഈച്ച് അതർ. എപ്പോഴും പാരലൽ ആയിക്കോളണം എന്ന് നിർബന്ധമില്ല. ആൻഡ് രണ്ട് ആക്സിസിലും ഏത് ആക്സിസിലും ഇതെന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യുകയുമില്ല. അതായത് ഇപ്പൊ ചെരുപ്പ് കമ്പനിയിൽ മെഷീന് മാത്രം ഉപയോഗിച്ച് ചെരുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതും പോസിബിൾ അല്ല. ഇന്നത്തെ കാലത്ത് പോസിബിൾ ആണ്, പക്ഷെ ഈ ഒരു ലോന്റെ കേസ് പറയുകയാണെങ്കിൽ മെഷീന് മാത്രം വെച്ചിട്ട് പോസിബിൾ അല്ല, ലേബർ മാത്രം വെച്ചിട്ടും പോസിബിൾ അല്ല. ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡെഫിനിറ്റ് എന്ത് വേണം, ഒരു കോമ്പിനേഷൻ വേണം. ഓക്കെ, ദെൻ പല ഷേപ്പ് ഐസോകോണ്ടിന്റെ പല ഷേപ്പുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പിന്നെ കോംപ്ലിമെന്റിനും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട്സിനും ഒക്കെ ഇൻഡിഫറൻസ് കർവിന്റെ കാര്യത്തിൽ ഷേപ്പ് പറഞ്ഞതുപോലെ തന്നെ ഐസോകോണ്ടിൽ നമുക്ക് ഷേപ്പ് പറയാൻ പറ്റും. ലീനിയർ ഐസോകോണ്ട്. ലീനിയർ ഐസോകോണ്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയെ ആണ് സൂചിപ്പിക്കുന്നത്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയെ ആണ് സൂചിപ്പിക്കുന്നത്. ദെൻ അതായത് പെർഫെക്റ്റ്ലി നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളതാണെങ്കിൽ ലീനിയർ ഐസോകോണ്ട്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്. ഈ ഒരു കേസിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും, സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഗുഡ്സ് ആവുമ്പോൾ ഇൻഡിഫറൻസ് കർവിലും ആ ഒരു എൽ ഷേപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. എൽ ഷേപ്പ് ആയി മാറും. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ലിയോണ്ടിഫ് ഐസോകോണ്ട് ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്. അടുത്തതാണ് കിങ്ഡ് ഐസോകോണ്ട്. കിങ്ഡ് ഐസോകോണ്ട് ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോണ്ട് ഓർ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതായത് ക്യാപിറ്റലിന് പകരം ലേബർ ആക്കാൻ പറ്റുമോ, ലേബറിന് പകരം ക്യാപിറ്റൽ ആക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ദർ ആർ ഓൺലി എ ഫ്യൂ പോയിന്റ്സ്. ചില പോയിന്റുകളിൽ മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ. ആ പോയിന്റുകളെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കിങ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് കിങ്ഡ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് ആക്ടിവിറ്റി അനാലിസിസ് ഐസോകോണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ട്. ഓക്കെ, അടുത്തത് സ്മൂത്ത് കോൺവെക്സ് ഐസോകോണ്ട്. ദിസ് ഫോം അസ്യൂം കണ്ടിന്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് കെ ആൻഡ് എൽ ഓൺലി ഓവർ എ സർട്ടൻ റേഞ്ച് ബിയോണ്ട് വിച്ച് ഫാക്ടേഴ്സ് കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഈച്ച് അതർ. ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്, പക്ഷെ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാത്രം. ആ ഒരു റേഞ്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ദെൻ ഓവൽ ഷേപ്ഡ് ഐസോകോണ്ട്. ആ ഷേപ്പിന്റെ അതേ പേര് തന്നെയാണുള്ളത്, ഓവൽ ഷേപ്ഡ് ഐസോകോണ്ട്. This shape is a consequence of the fact that if a producer uses more of capital or more of labor or more of both than is necessary, the total product will eventually decline. ആവശ്യത്തിലധികം ക്യാപിറ്റൽ അല്ലെങ്കിൽ ആവശ്യത്തിലധികം ലേബർ അല്ലെങ്കിൽ രണ്ടും കൂടി ആവശ്യത്തിലധികം, ആവശ്യമില്ലാതെ നമ്മളൊരു സാധനം ഇങ്ങനെ പ്രൊഡക്ഷനിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്റ്റ് ഇവൻച്വലി ഗ്രാജ്വലി സമയം പോകുന്നതിനനുസരിച്ച് ഡിക്ലൈൻ ചെയ്യുകയാണ് ഉണ്ടാകുക. ആവശ്യത്തിലധികം ഈ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഓവൽ ഷേപ്ഡ് ഐസോകോണ്ടിന്. ഓക്കെ, ഇനി നമുക്ക് അഗൈൻ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാം. A set of all possible production combinations while producing two commodities is a set of all possible production combinations
ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. A set of all possible production combination while producing two commodities is ഐസോകോണ്ട് മാപ്പ് ആണോ, ഐസോ കോസ്റ്റ് ലൈൻ ആണോ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണോ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണോ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ കോമ്പിനേഷൻസ് ആണ്. പ്രൊഡക്ഷൻ കോമ്പിനേഷൻസ് വൈൽ പ്രൊഡ്യൂസിങ് ടു കമ്മോഡിറ്റീസ്. അപ്പൊ ഇതും ഐസോകോണ്ട് തമ്മിൽ എന്തായി പോകരുത്, പിന്നെ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്കെ, ദ ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ ബിക്കോസ് ഓഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ ബിക്കോസ് ഓഫ് ഡിമിനിഷിംഗ് MRTS. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഐസോകോണ്ട് എന്തുകൊണ്ടാണ് ഒറിജിനിലോട്ട് കോൺവെക്സ് ആയി മാറുന്നത്, എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡിമിനിഷിംഗ് MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. Then a right angled isocond map represents. Right angled isocond map എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? It is a fixed proportion production function. Fixed proportion production function. Next, isocond are also known as. ഐസോകോണ്ടിനെ നമ്മള് ഐസോകോണ്ടിന് കുറച്ച് സിനോണിംസ് പറഞ്ഞു അല്ലെ. ഐസോകോണ്ടിന് നമുക്ക് എന്തൊക്കെ പറയാം? ഈക്വൽ റവന്യൂ കർവ്, ഈക്വൽ കോസ്റ്റ് കർവ്, ഈക്വൽ പ്രൊഡക്റ്റ് കർവ്, ഇൻഡിഫറൻസ് കർവ്. ഏതാണ്? ഇറ്റ് ഈസ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഓർ ഐസോ പ്രൊഡക്റ്റ് കർവ്. ഈക്വൽ പ്രൊഡക്റ്റ് കർവ്, ഐസോ പ്രൊഡക്റ്റ് കർവ്, ഐസോകോണ്ട് എല്ലാം സെയിം ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, if by increasing the quantity of labor used by 1 unit, the capital can be given to 2 units and still produce the same output, then the MRTS LK is. സിമ്പിൾ ആണ് അല്ലേ? അതായത് അതിന്റെ സ്ലോപ്പ് എത്ര എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഒരു യൂണിറ്റ് ലേബർ കൊടുത്തുകൊണ്ട് 2 യൂണിറ്റ് ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ് ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് ഒരു ലേബർ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതാണ് ചോദ്യം. ലേബർ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ 2 യൂണിറ്റ് ഒഴിവാക്കുന്നു, ഡിക്രീസ് ചെയ്യുന്നു, ഗിവ് അപ്പ് ചെയ്യുന്നു. അപ്പൊ MRTS LK എന്തായിരിക്കും? ആൻസർ ഈസ് 2. ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലേബർ. അതായത് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ നമ്മളിവിടെ എത്രയാണ് ക്യാപിറ്റലിനെ ചേഞ്ച് ചെയ്യുന്നത്? 2 ആണ്. ആൻഡ് ലേബറിനെ എത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്? 1 ആണ്. സോ 2/1 ഈക്വൽ ടു 2. അടുത്തതാണ് റിഡ്ജ് ലൈൻ. റിഡ്ജ് ലൈൻ, ഐസോകോണ്ട് കർവ്, ദ എക്സ്റ്റെന്റ് ടു വിച്ച് പ്രൊഡക്ഷൻ ഷുഡ് ബി കാരിഡ് ഔട്ട്. പ്രൊഡക്ഷന് ഏതറ്റം വരെ പോകാം എന്ന് തീരുമാനിക്കുന്നത് റിഡ്ജ് ലൈനുകളാണ്. ഈ റിഡ്ജ് ലൈനിന്റെ ഉള്ളിലുള്ള ഒരു ഏരിയ മാത്രമേ പ്രൊഡക്ഷൻ പോസിബിൾ ആവുകയുള്ളൂ. ദ ലൈൻ വിച്ച് റെപ്രസെന്റ് ദ ലിമിറ്റ്സ് ഓഫ് എക്കണോമിക് റീജിയൺ ഓഫ് പ്രൊഡക്ഷൻ ആർ കോൾഡ് റിഡ്ജ് ലൈൻ. അതായത് എക്കണോമിക്കലി പോസിബിൾ ആവുക കേട്ടോ. നമുക്ക് എക്കണോമിക്കലി പോസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണല്ലോ. സോ അത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി റിഡ്ജ് ലൈനുകളുടെ ഉള്ളിലായിരിക്കും. The locus of points of isocons where the marginal products of the factors are 0 form the ridge line. അപ്പോൾ MPhilഉം MPkയും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും 0 ആകുന്ന ആ പോയിന്റ് വരെ, ആ പോയിന്റുകളെ മുഴുവനായിട്ട് നമ്മൾ ഈ ഐസോകോണ്ടിൽ എന്ത് ചെയ്യാണ്? ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 ഇത് വരും, 2 കർവ് വരും. അതിനെയാണ് നമ്മൾ റിഡ്ജ് ലൈൻ. ആ റിഡ്ജ് ലൈനുകൾക്കുള്ളിലുള്ള പോയിന്റുകളിൽ മാത്രമാണ് നമുക്ക് എന്താവുന്നത്? പ്രൊഡക്ഷൻ പോസിബിൾ ആവുന്നത്, അഥവാ എക്കണോമിക്കലി ഫീസിബിൾ ആകുന്നത്. The upper ridge line implies that the MP of marginal product of capital is 0. Upper ridge line, ridge line മുകളിലുള്ള സെക്ഷനെ മാർജിനൽ ക്യാപിറ്റൽ ഓഫ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ലോവർ ആണെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ ഓൺലി എഫിഷ്യന്റ് ഇൻസൈഡ് ദ റിഡ്ജ് ലൈൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഔട്ട്സൈഡ് ദ റിഡ്ജ് ലൈൻ മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ഫാക്ടേഴ്സ് ആർ നെഗറ്റീവ്. കാരണം അതിന്റെ പോയിന്റുകൾ, റിഡ്ജ് ലൈനിലുള്ള ആ പോയിന്റുകളിൽ MP മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഓർ ക്യാപിറ്റൽ 0 ആയി മാറുന്നു. അതിന്റെ അപ്പുറത്തോട്ട്, അതിന്റെ അതായത് എക്കണോമിക്കലി ഫീസിബിൾ അല്ലാത്ത റീജിയണുകളിൽ ഈ MP മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഓർ ക്യാപിറ്റൽ എന്തായി മാറുന്നുണ്ട്? നെഗറ്റീവ് ആയി മാറുന്നുണ്ട്. സോ
സോ ദിസ് ഇസ് ദ റിഡ്ജ് ലൈൻ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഇത് എന്താണ്? ഒരു ഐസോകോണ്ടാണ്. Q1 ഒരു ഐസോകോണ്ടാണ്, Q2 ഒരു ഐസോകോണ്ടാണ്, Q3 മറ്റൊരു ഐസോകോണ്ടാണ്, Q4 മറ്റൊരു ഐസോകോണ്ടാണ്. ഈ ഐസോകോണ്ടുകളിലൊക്കെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ ക്യാപിറ്റൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ 0 ആയി മാറുന്നു. എ എന്നുള്ള ഭാഗത്ത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ 0 ആകുന്നു, ബിയിലും 0 ആകുന്നു, സിയിലും ഡിയിലും ഒക്കെ 0 ആകുന്നു. ആ 0 ആകുന്ന പോയിന്റുകളിലൂടെ നമ്മൾ ഒരു ലൈന് വരക്കുന്നു. അങ്ങനെ നമുക്ക് അപ്പർ റിഡ്ജ് ലൈന് കിട്ടുന്നു. അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ 0 ആകുന്ന പോയിന്റും ഉണ്ടാകും. ആ പോയിന്റുകളെ എല്ലാം നമ്മൾ ഗ്രാഫ് ചെയ്യുന്നു, അതിന്റെ ലോക്കസിനെ വരക്കുന്നു. അപ്പോൾ നമുക്ക് ലോവർ റിഡ്ജ് ലൈനും കിട്ടുന്നു. അങ്ങനെ ഈ അപ്പർ റിഡ്ജ് ലൈനും ലോവർ റിഡ്ജ് ലൈനും ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു റീജിയണിലുള്ള പോയിന്റുകളിൽ മാത്രമാണ് ഇക്കണോമിക്കലി പ്രൊഡക്ഷൻ ഫീസിബിൾ ആകുന്നത്. ഇതിന് പുറത്തുള്ള പോയിന്റുകളിലെല്ലാം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും ക്യാപിറ്റലും നെഗറ്റീവ് ആണ്. മാത്രമല്ല അവിടെ എക്കണോമിക്കലി ഫീസിബിൾ അല്ല. ഓക്കെ, ഐസോ കോസ്റ്റ് ലൈൻ ഈസ് ദ ലോക്കസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഐസോ കോസ്റ്റ് ലൈനിനെ കുറിച്ചാണ് പറയുന്നത്. പേരിൽ തന്നെ ഉണ്ട് ഐസോ കോസ്റ്റ്. ഐസോ എന്ന് പറഞ്ഞാൽ ഒരേ, ഐസോ കോസ്റ്റ് ഒരേ കോസ്റ്റ് ലൈൻ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിലാണുള്ളത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലാണ് കോസ്റ്റ് ഉള്ളത്. റൈറ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലാണ് കോസ്റ്റ് ഉള്ളത്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോസ്റ്റ് ആക്ച്വലി എന്താണ്? ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? ആൻഡ് ലേബറിന് നമ്മൾ കൊടുക്കേണ്ട, പ്രൊഡക്ഷന്റെ കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ, ലേബറിന് അതിന് കിട്ടുന്ന റിവാർഡ് തന്നെയായിരിക്കും അതിന്റെ കോസ്റ്റ്. ലേബറിന് കൊടുക്കേണ്ട കോസ്റ്റ് എന്തായിരിക്കും? അതായത് പ്രൊഡക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവർക്ക് കൊടുത്ത റിവാർഡുകൾ എന്താകുകയാണ്? നമുക്ക് കോസ്റ്റ് ആയി മാറുകയാണ് അല്ലെ? അപ്പൊ ആ ഒരു കോസ്റ്റ്, സെയിം കോസ്റ്റ് വരുന്ന ലൈനിന് നമ്മൾ ഗ്രാഫ് ചെയ്താൽ കിട്ടുന്ന ആ ലൈനെയാണ് നമ്മൾ ഐസോ കോസ്റ്റ് ലൈൻ. ഐസോ കോസ്റ്റ് ലൈൻ ഇസ് ദ ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ദ ഫേം ക്യാൻ പർച്ചേസ് വിത്ത് എ ഗിവൺ മോണിറ്ററി കോസ്റ്റ് ആൻഡ് ഔട്ട്ലേ. കോസ്റ്റ് ഓൾറെഡി തീരുമാനിക്കുന്നു. നേരത്തെ നമ്മൾ ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാലേ, അപ്പുറത്ത് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ ബജറ്റ് ലൈൻ പഠിച്ചു അല്ലെ? അതായത് ഇൻകം ബജറ്റ് നമ്മൾ അങ്ങ് ഇടുകയാണ്. ഈ ബജറ്റിന്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കണം. അതുപോലെ തന്നെ ഐസോ കോസ്റ്റ് ലൈനിൽ പ്രൊഡക്ഷന്റെ കേസിലോട്ട് വരുമ്പോൾ ഐസോ കോസ്റ്റ് ലൈനിൽ നമ്മൾ കോസ്റ്റ് അങ്ങ് തീരുമാനിക്കുകയാണ്. ദിസ് ഇസ് ദ കോസ്റ്റ്, ഇതിന്റെ ഉള്ളിൽ പ്രൊഡക്ഷൻ നടക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു ലൈനിനെയാണ് നമ്മൾ ഐസോ കോസ്റ്റ് ലൈൻ. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ PL/PK, പ്രൈസ് ഓഫ് ലേബർ ബൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ. അതെന്താണ്? ലേബറിന്റെ പ്രൈസ് എന്താണ്? ലേബറിന് കൊടുക്കേണ്ട പ്രൈസ് വേജ് ആണ്, അഥവാ W ആണ്, ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് കൊടുക്കേണ്ട പ്രൈസ് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ചിത്രം നോക്കുക. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ താഴോട്ട് സ്ലോപ്പ് ചെയ്ത് വരിക, അതുകൊണ്ട് അത് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത്. വേജ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതിനെയും നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സ്ലോപ്പ് കാണാന് ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലിന്റെ ബേസിൽ ക്യാനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് ഉപയോഗിക്കുക. പക്ഷെ ഹയർ ഓർഡർ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് മാനേജ്മെന്റിൽ കാണാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നില്ല. എനിവേ, ഇതിന്റെ ഐസോ കോസ്റ്റ് ലൈനിന്റെ ഇത് എന്തായിരിക്കും? സ്ലോപ്പ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ -W/R. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ലൈൻ. Product line shows that movement from one isocond to another as we change both factors or a single factor. ഫാക്ടേഴ്സിനെ നമ്മൾ ഒന്നുകിൽ ബോത്ത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാം. ആ രൂപത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് അപ്പൊ നമുക്ക് പല ഐസോകോൺസ് കിട്ടും അല്ലെ? നമ്മൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ മാറ്റുമ്പോൾ നമുക്ക് എന്താവുകയാണ്? പല ഐസോകോണ്ടുകൾ കിട്ടുകയാണ്. അങ്ങനെ ആ പല ഐസോകോണ്ടുകളിൽ നിന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലൈന് വരച്ചു കഴിഞ്ഞാൽ, ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നു. ഇറ്റ് ഇസ് എ മൂവ്മെന്റ് ഫ്രം വൺ ഐസോകോണ്ട് ടു അനദർ as we change both factors or single factor. A product line is drawn independently of the prices of factors of production. ഇവിടെ പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. It is independent of prices of factors of production. Then the product line passes through the origin if all factors are variable. എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണെങ്കിൽ, ഈ ഫാക്ടേഴ്സ് എല്ലാം വേരിയബിൾ ആകുക എപ്പോഴാണ്? ഓൾറെഡി പറഞ്ഞു, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും.
എല്ലാം വേരിയബിൾ ആകുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിലാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും പ്രൊഡക്റ്റ് ലൈൻ എന്താണ് ലോങ് റണ്ണിൽ ഒറിജിനിലൂടെ പാസ് ചെയ്യും. ഇഫ് ഓൺലി വൺ ഫാക്ടർ ഈസ് വേരിയബിൾ, ദ പ്രൊഡക്റ്റ് ലൈൻ ഈസ് എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ഓഫ് ദ വേരിയബിൾ factor. Then isocaustic curve, the curve which represent the output possibilities of a firm from a given combination of two inputs. Producers equilibrium, നേരത്തെ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം പറഞ്ഞു, അതുപോലെ നമുക്ക് മറ്റൊരു കേസാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം implies to that situation in which producer maximizes his profit. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? കൺസ്യൂമർ എപ്പോഴും എന്താണ് ചിന്തിക്കുക? താൻ കൊടുക്കുന്ന പൈസ കൊണ്ട് അയാൾക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണം. ഓക്കെ. പ്രൊഡ്യൂസർ എന്താണ് എപ്പോഴും ചിന്തിക്കുക? തന്റെ പ്രോഫിറ്റ് എപ്പോഴും മാക്സിമൈസ് ചെയ്യണം. ഇതാണ് പ്രൊഡ്യൂസർ ചിന്തിക്കുക. ഓക്കെ. അപ്പോ ഓർ പ്രൊഡ്യൂസർ ഈസ് പ്രൊഡ്യൂസിങ് ഗിവൺ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വിത്ത് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ പ്രൊഡ്യൂസർ എന്താണ് തീരുമാനിക്കുക? ഏറ്റവും ചെറിയ കോസ്റ്റിന്, ലീസ്റ്റ് കോസ്റ്റിന് ഇൻപുട്ടുകൾ കോമ്പിനേഷൻ ചെയ്യണം. അതായത് ചിലപ്പോൾ 5 ലേബറും 10 ക്യാപിറ്റലും എടുക്കുന്നതിനേക്കാൾ ലാഭം 10 ക്യാപിറ്റലും 5 ലേബറും, അല്ലെങ്കിൽ മറിച്ചും തിരിച്ചു, അങ്ങനെ എങ്ങനെ എടുത്താലാണ് ഈ ഒരു കോസ്റ്റ് കുറഞ്ഞു കിട്ടുക? ആ ഒരു കോസ്റ്റ് കുറഞ്ഞു കിട്ടുന്ന ആ ഒരു പോയിന്റിനെ എപ്പോഴും ഈ പ്രൊഡ്യൂസർ തേടിക്കൊണ്ടേയിരിക്കും. ആ ഒരു പോയിന്റിലായിരിക്കും ഇയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൾസോ നോൺ ആസ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. അതിന് 2 കണ്ടീഷൻസ് ആണ്. അറ്റ് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം ദ ഐസോകോസ്റ്റ് ലൈൻ മസ്റ്റ് ബി ടാൻജന്റ് ടു ദ ഐസോകോണ്ട് കർവ്. ഐസോകോസ്റ്റ് ലൈനും ഐസോകോണ്ട് കർവും ടാൻജന്റ് ആയിട്ട് വരുന്ന പോയിന്റ് ആയിരിക്കണം ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. നേരത്തെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അല്ലെ, ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആയിട്ട് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐസോ കോസ്റ്റ് ലൈനും ഐസോ കോണ്ട് കർവും ടാൻജന്റ് ആയിട്ട് വരുന്ന പോയിന്റിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അറ്റ് പോയിന്റ് ഓഫ് ടാൻജൻസി ഐസോ കോണ്ട് curve must be convex to the origin or MRTS must be falling. ഓൾറെഡി അതിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. MRTS എന്തായിരിക്കുകയാണ്? ഫോളിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കിത് കോൺവെക്സ് ആയിട്ട് കാണും. അപ്പൊ ആ ടാൻജൻസി പോയിന്റിൽ ഇത് കോൺവെക്സ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. Then a rational producer whose objective is to output maximization subject to cost constraint will always try to reach the highest attainable isocon permitted by isocost line. അതായത് റാഷണൽ ആണല്ലോ നമ്മൾ കൺസ്യൂമേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ഒക്കെ നമ്മൾ പറയുമ്പോൾ റാഷണൽ ബിഹേവിയർ കാണിക്കണം എന്നാണ് നമ്മൾ പറയാം. അല്ലാതെ ഒരു വേഗ് ബിഹേവിയർ കാണിക്കുന്ന ആളുകളല്ല, റാഷണൽ ബിഹേവിയർ കാണിക്കുന്ന ആളായിരിക്കണം. അപ്പൊ ഈ ഒരു റാഷണൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർ എന്താണ് ചെയ്യുക? മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാന്ന് വെച്ചാല് ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതും ഒരു കോസ്റ്റ് കൺസ്ട്രെയിന്റ്. അയാൾ കോസ്റ്റ് ഓൾറെഡി തീരുമാനിച്ചു. ഈ കോസ്റ്റിന്റെ ഉള്ളിലായിരിക്കണം ഈ കോസ്റ്റിന്റെ ഉള്ളിലായിരിക്കണം എന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അയാൾക്ക് എന്തും ഉണ്ട്? ഒരു ഐസോ കോണ്ടും ഉണ്ട്. ഈ ഐസോ കോസ്റ്റും ഉണ്ട്, ഐസോ കോണ്ടും ഉണ്ട്. അപ്പം ഏറ്റവും ഹയർ ഐസോ കോണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്താണ്? ഏറ്റവും കൂടുതൽ ഐസോ കോണ്ട് നമ്മൾ പറഞ്ഞു. ഐസോ കോണ്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്തോറും പ്രൊഡക്റ്റ് കൂടുകയാണ്, ഔട്ട്പുട്ട് കൂടുകയാണ്. അപ്പൊ ഇയാൾക്ക് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടണം വിത്ത് ലീസ്റ്റ് കോസ്റ്റ്. അപ്പൊ ഇയാളുടെ ഐസോ കോസ്റ്റ് ലൈനിൽ എവിടെയാണോ ഇത് ടാൻജന്റ് ആയിട്ട് ടച്ച് ചെയ്യുന്നത് ആ ഒരു ഏരിയ ആയിരിക്കും ഇയാളുടെ എന്തായി മാറുക? ഇക്വിലിബ്രിയമായി മാറുക. അപ്പൊ ഈ ഒരു കേസിൽ അറ്റ് പോയിന്റ് ഈ ഒരു പോയിന്റ് നോക്കാം. സ്ലോപ്പ് ഓഫ് ദ ഐസോ കോണ്ടോർ MRTS എന്തായി മാറുന്നുണ്ട്? ഈ ഒരു ഐസോ കോസ്റ്റ് ലൈനും ഈ ഒരു ഐസോ കോണ്ടും തമ്മിൽ ഇവിടെ ടാൻജൻസി വരുന്നുണ്ട്. ആ പോയിന്റ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയമായി മാറുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിലും ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇങ്ങനെ അതിനെ വെച്ചിട്ടായിരിക്കും. ആ ഒരു ഗ്രാഫ് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും വരാറുള്ളത്.
ദെൻ റിലേറ്റഡ് ടു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത എന്താണ്? ഒന്നോ അതിലധികമോ പിന്നെ ഫാക്ടേഴ്സ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ലോങ് റണ്ണിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആയിരിക്കണം. അപ്പോ ഇത് ഷോർട്ട് റണ്ണിലാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്? ഷോർട്ട് റണ്ണിലാണ്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when increasing quantities of a variable factor are used in combination with a fixed factor, the marginal and average product of the variable factor will eventually decline. ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ ഇതിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇത് എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. സിമ്പിൾ ആണ്. ഷോർട്ട് റണ്ണിലാണ് എന്ന് പറഞ്ഞു. ഷോർട്ട് റണ്ണിന്റെ പ്രത്യേകത ഒന്നോ അതിലധികമോ ഫിക്സഡ് ഫാക്ടർ ഉണ്ടാകും, ബാക്കി വേരിയബിളും. ഇവിടെ നമ്മൾ ഒന്ന് വേരിയബിളും ഒന്ന് ഫിക്സഡുമാക്കി കണക്കാക്കുന്നു. ഒന്ന് വേരിയബിളും ഒന്ന് ഫിക്സഡുമാക്കി കണക്കാക്കുന്നു. അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലേബർ ഫിക്സഡ് ആയിട്ടും ക്യാപിറ്റൽ വേരിയബിൾ ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ചൊക്കെ കൊടുക്കാന്ന് വിചാരിക്കാം. മാർജിനൽ ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ എന്തായി മാറും? ഇവൻച്വലി ഡിക്ലൈൻ. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു ലേബർ, ജോലിക്കാരെ ഹയർ ചെയ്യുന്നത് വേരിയബിൾ ആണ്. പല സമയത്ത് പല രീതിയിൽ ഹയർ ചെയ്യുന്നു. പക്ഷെ ക്യാപിറ്റൽ, അവിടെയുള്ള മെഷീനറി ഇവര് ഫിക്സഡ് ആക്കി വെക്കുകയാണെന്ന് വിചാരിക്കാം. ക്യാപിറ്റലിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ അത് ഫിക്സഡ് ആക്കി വെക്കുന്നു. ജോലിക്കാരെ ഹയർ ചെയ്യുന്നത് ഇങ്ങനെ ഡിഫറെന്റ് ആക്കി വെക്കുന്നു. അങ്ങനെ ആക്കി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ലേബറിന്, ക്യാപിറ്റൽ അവിടെ ഫിക്സഡ് ആണ്, ലേബറിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക, ഹയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഈ വേരിയബിൾ ഫാക്ടർ അഡീഷണലി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്ന് വെക്കുക. അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് ഇവർ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ദെൻ മാർജിനൽ ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ വിൽ ഇവൻച്വലി ഡിക്ലൈൻ. അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി, ഈ ഒരു ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ഒക്കെ പതിയെ ഡിക്ലൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. പതിയെ ഡിക്ലൈൻ ചെയ്യും. ദിസ് ഇസ് ദ ലോ. ഇതിന്റെ അസംഷൻസ് എന്താന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി കോൺസ്റ്റന്റ് ആയിരിക്കണം. ദർ മസ്റ്റ് ബി സം ഇൻപുട്സ് ഹൂസ് ക്വാണ്ടിറ്റി ഈസ് ഫിക്സഡ്. നമ്മൾ പറഞ്ഞല്ലോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ ഒന്ന് ഫിക്സഡ് ആയിരിക്കണം, ഒന്ന് വേരിയബിൾ ആയിരിക്കണം. കാരണം ഇത് ഷോർട്ട് റണ്ണിലാണ്, അതുകൊണ്ട് സം ഇൻപുട്സ് വിൽ ബി ഫിക്സഡ്. തേർഡ്, ദ ലോ ഈസ് ബേസ്ഡ് അപ്പോൺ ദ പോസിബിലിറ്റി ഓഫ് വേരിയിങ് ദ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് ദ വേരിയസ് ഫാക്ടേഴ്സ് ക്യാൻ ബി കമ്പൈൻഡ് ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ്. നമുക്ക് വേരിയസ് ഫാക്ടേഴ്സ്, വേരിയസ് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റണം, അതിന്റെ പ്രൊപ്പോർഷൻ വേരി ചെയ്യാനും പറ്റണം. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ 3 സ്റ്റേജുകളാണ് പറയുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ വരാറുള്ളത് ഏത് സ്റ്റേജിലാണ് ഇക്കണോമിക്കലി ഫീസിബിൾ ആകുന്നത്, ഏത് സ്റ്റേജിലാണ് ഷട്ട് ഡൗൺ ചെയ്യുക, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. സോ നമുക്ക് 3 സ്റ്റേജുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേജ് 1. ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്, വെൻ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ലേബർ ആർ എംപ്ലോയിഡ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ആൾസോ ഇൻക്രീസസ്. ഈ ഒരു ഗ്രാഫ് നോക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ലേബറിന് ഇങ്ങനെ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ലേബറിന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റും ഈ സ്റ്റേജ് 1 കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെയാണ് ഇതും കൂടിക്കൊണ്ടിരിക്കുന്നത്? മാർജിനൽ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർജിനൽ പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, വാട്ട് ഹാപ്പൻസ് ടു ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഇഫ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജില് ആവറേജ് പ്രൊഡക്റ്റ് ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിയുന്നതോടുകൂടി പിന്നെ ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം ആണ്. ആ ഫസ്റ്റ് സ്റ്റേജ് കഴിയുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റിന്റെ മാക്സിമം ആണ്. ബാക്കിയൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡിക്രീസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. Then the quantity of fixed factor is greater than the quantity of variable factor, and marginal product of fixed factor is negative, so production is inefficient. ഈ ഒരു കേസ് നമ്മൾ പറഞ്ഞു ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇവിടെ പ്രൊഡക്ഷൻ ഇൻഎഫിഷ്യന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഫിക്സഡ് ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. ഇതിപ്പോ ലേബറിന്റെ കേസാണ്, നമ്മൾ വേരിയബിൾ ഫാക്ടറിന്റെ കേസാണ് ഇവിടെ ആക്ച്വലി എടുത്ത്. പക്ഷെ ഈ ഒരു കേസിൽ
ഫിക്സഡ് ഫാക്ടർ ആയിട്ടുള്ള ക്യാപിറ്റലിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയി മാറും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രൊഡക്ഷൻ നിർത്താൻ പറ്റില്ല. പ്രൊഡക്ഷൻ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ എന്ന് പറയുന്നു. സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ. ദെൻ സ്റ്റേജ് 2. സ്റ്റേജ് 2ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ്. നോക്കുക, ടോട്ടൽ പ്രൊഡക്റ്റിന് എന്താണ് സംഭവിക്കുന്നത്? TP എന്നുള്ള ഗ്രാഫ് നോക്കുക, അതും ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ? നോ ഡൗട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. പക്ഷേ അതിന് ശേഷം ടോട്ടൽ പ്രൊഡക്റ്റും കുറയാണ്. ഈ ഒരു H എന്നുള്ള പോയിന്റ് നോക്കാം. H എന്നുള്ള പോയിന്റിന് മുന്നേ ഇൻക്രീസ് ചെയ്യാണ്, ശേഷം ഡിക്രീസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് H എന്താണ്? മാക്സിമം ആണ്. മാക്സിമം ആണ്. സോ അറ്റ് സ്റ്റേജ് 2 ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് മാക്സിമം. വാട്ട് ഹാപ്പൻസ് ടു ആവറേജ് പ്രൊഡക്റ്റ്? സെക്കൻഡ് സ്റ്റേജിൽ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്റ്റേജ് ഏതാന്ന് ചോദിച്ചാൽ സ്റ്റേജ് 2 ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ സ്റ്റേജ് 2 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി സ്റ്റേജ് 3. സ്റ്റേജ് 3 ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യുന്ന പോയിന്റിന്റെ പ്രത്യേകത Hലോട്ട് നോക്കാം. ഈ ഒരു ലൈനിന്റെ പ്രത്യേകത ആവറേജ് പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യാണ്, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുകയാണ്. അത് ആക്സസിന് താഴെ പോയി. സോ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 3 ആണ്. പ്രൊഡക്ഷൻ ഈസ് ഇൻഎഫിഷ്യന്റ് ആണ്. കാരണം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്തായി മാറുന്നുണ്ട്? ഇറ്റ് ഈസ് നെഗറ്റീവ് ആയി മാറുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, ഇപ്പൊ ക്യാപിറ്റലിനെ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചോണ്ട് ഫിക്സഡ് ഫാക്ടറിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയത് കാരണമാണ് ഫസ്റ്റ് സ്റ്റേജ് ഇൻഎഫിഷ്യന്റ് ആയത്. തേർഡ് സ്റ്റേജ് ഇൻഎഫിഷ്യന്റ് ആവാനുള്ള കാരണം എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ നെഗറ്റീവ് ആയത് കൊണ്ടാണ്. സോ സ്റ്റേജ് 2 ആണ് ഫീസിബിൾ, അഥവാ എക്കണോമിക്കലി നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ സ്റ്റേജ് 2 ആണ്. ഇവിടെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും നമുക്കൊരു പോസിറ്റീവ് സംഖ്യയായിരിക്കും കിട്ടുന്നത്. അപ്പോ ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് 1 പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നോക്കാം. ഈ ഒരു മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമം ആകുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ പ്രൊഡക്റ്റിലും പോയിന്റ് ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് നമുക്ക് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. സ്റ്റേജ് 1ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാം ഇൻക്രീസ് ചെയ്യാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു പരിധി വരെ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലെത്തുന്നു. സെക്കൻഡ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തുന്നു, ആവറേജ് പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്ത് സീറോയിലെത്തുന്നു. തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകത ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു, ആവറേജ് പ്രൊഡക്റ്റ് അതുപോലെ ഡിമിനിഷ് ചെയ്യാണ്, മാർജിനൽ പ്രൊഡക്റ്റ് ആക്സസിന്റെ താഴെ പോയി അതെന്താവാണ്? നെഗറ്റീവ് ആകുകയാണ്. നമുക്കറിയേണ്ടത് സ്റ്റേജ് 2 ആണ് എഫിഷ്യന്റ്. സ്റ്റേജ് 2നെ പറയുന്ന പേരാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പഠിക്കാം. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് what is produced when all factors of production are employed at optimum efficiency? The extra output obtained from employing an additional unit of factor. What is left to the entrepreneur after he has paid all his expenses? Annual output of the most efficient firm in the industry. An answer ശ്രമിക്കൂ. Answer is B. The extra output obtained from employing an additional unit of factor. മാർജിനൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അഡീഷണൽ എക്സ്ട്രാ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ബി വരാൻ കാരണം. Then when average product is at maximum, the equality can be reached between. ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് നോക്കുക കേട്ടോ. ഇത് ആക്ച്വലി ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് എന്തിനോടാണ് അത് ഈക്വലൈസ് ആവുന്നത്? ജസ്റ്റ് നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഗ്രാഫ് അറിയാമെങ്കിൽ ഈ ഉത്തരം എഴുതാൻ പറ്റും. ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്ന പോയിന്റ് നോക്കുക.
അല്ലെ? ഈ ഒരു പോയിന്റിലാണ് ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്നത്. ഈ ഒരു പോയിന്റിൽ എന്തുമായിട്ട് ഇത് കൂട്ടിമുട്ടുന്നുണ്ട്? മാർജിനൽ പ്രൊഡക്റ്റുമായിട്ട് ഇത് കൂട്ടിമുട്ടുന്നുണ്ട്. എസ് എന്നുള്ള പോയിന്റ് നോക്കാം കേട്ടോ. സോ ദ ആൻസർ ഈസ് ബി, MP ആൻഡ് AP, മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് എസ്, ഇവിടെ എസ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്നതും ആ ഒരു പോയിന്റിൽ തന്നെ ഈ ഒരു മാർജിനൽ പ്രൊഡക്റ്റ് കട്ട് ചെയ്യുന്നതും, അതായത് അത് ഈക്വലൈസ് ചെയ്യണം. അത് കട്ട് ചെയ്യാൻ മീൻസ് അത് ഈക്വലൈസ് ചെയ്യാണല്ലോ. സോ ദ ആൻസർ ഇസ് ബി, MP ആൻഡ് AP. Then average product increases. When average product increases, the marginal product is. Average product കൂടുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു? ഗ്രാഫ് നോക്കിയാൽ കിട്ടും കേട്ടോ. ആവറേജ് പ്രൊഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റിന് എന്താണ് സംഭവിക്കുന്നത്? ആൻസർ ഇസ് ബി, മോർ ദാൻ AP. ഓക്കെ, ഗ്രാഫ് ജസ്റ്റ് നോക്കിയാൽ തന്നെ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. Increasing returns to scale can be explained in terms of fixed scale of plant, optimum factor proportion, external and internal economies, labor productivity. Answer is C, external and internal economies. ഇതെന്താണ് നമുക്ക് പറയാം. എന്താണ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എക്കണോമീസ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ്? എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താണ്? എക്കണോമീസ് ഓഫ് സ്കോപ്പ് എന്താണ്? ഇത്രയും കൺസെപ്റ്റുകളും കൂടി പറയാനുണ്ട്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ കംസ് ഇൻ ടു ബീങ് വെൻ there are only two variable factors. There is a fixed factor and a variable factor. All factors are variable. Variable factors yield less. Law of variable proportionല് എന്താണ്, എങ്ങനെയായിരിക്കണം? ആൻസർ ഇസ് ബി, there is a fixed factor and a variable factor. നമ്മൾ പറഞ്ഞത് ഷോർട്ട് റണ്ണിലാണ് ഒന്ന് ഫിക്സഡ് ആയിരിക്കണം, ഒന്ന് വേരിയബിൾ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. Then in long run analysis of production is called. A long run analysis of production is called. ലോങ് റണ്ണില് പ്രൊഡക്ഷനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? എക്കണോമീസ് ഓഫ് സ്കെയിൽ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, ആ ലോന്റെ പേരാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. Then the increasing returns to scale occurs because okay, ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എക്കണോമിക്സിന്റെ പേരാണ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. The MP curve is above the AP curve when AP curve is. മാർജിനൽ പ്രൊഡക്റ്റ് കർവും ആവറേജ് പ്രൊഡക്റ്റ് കർവും കൺസിഡർ ചെയ്യാം. The MP curve, MP ഇതല്ലേ, MP curve is above the AP curve. AP കർവിനോട് എപ്പോഴാണ് ഇത് ഇതാവുന്നത്? ഫസ്റ്റ് സ്റ്റേജിലാണ്. ദെൻ ആ സമയത്ത് AP കർവിന് എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസിങ്, റൈറ്റ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ AP കർവിന് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, when the average product of labor is positive but declining, the marginal product declining ആവാം, സീറോ ആകാം, നെഗറ്റീവ് ആകാം, any of the above. The point which shows the maximum marginal product in the TP curve represents. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഈ ഗ്രാഫ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ എന്താ പറയാ, ഈ ഒരു ഗ്രാഫ് അറിയെങ്കിൽ ഇത് ഈസി ആയിട്ട് കണക്കാക്കാൻ പറ്റും. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഫസ്റ്റ് സ്റ്റേജിലാണ് അത് സംഭവിക്കുന്നത്. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഈസ് അപ്ലൈഡ് ടു ഓൾ ഫീൽഡ്സ് ഓഫ് പ്രൊഡക്ഷൻ വാസ് സ്റ്റേറ്റഡ് ബൈ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എനിവേ വാൾറാസ് ആണ്. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളതാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. Law of returns to scale refers to the effect of a change in the scale of factors upon output in the long run. ഇൻപുട്ടിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയാണ്, സ്കെയിൽ ഓഫ് ഫാക്ടേഴ്സിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. The long run, however, refers to a period over which all factors of production can be varied. ഓൾറെഡി പറഞ്ഞു ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണ്. ഷോർട്ട് റണ്ണിൽ നമുക്ക്
നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അധികമോ ഫാക്ടേഴ്സ് എന്തായിരിക്കണം, ഫിക്സഡ് ആയിരിക്കണം. ഒന്ന് വേരിയബിൾ ഒന്ന് ഫിക്സഡ്, അങ്ങനെയാണ് പൊതുവെ എടുക്കാറുള്ളത്. ലോങ് റണ്ണിൽ എന്തായിരിക്കണം, എല്ലാം വേരിയബിൾ ആണ്. The returns to scale can be shown diagrammatically on an expansion path by distance between successive multiple level of output isocones. അപ്പോൾ ഇതിലൊരു കർവ് വരക്കുമ്പോൾ ആക്ച്വലി നമുക്ക് കാണുന്നത് ഐസോകോണ്ടുകളായിരിക്കും. ഈ ഐസോകോണ്ടുകൾ തമ്മിലുള്ള ആ ഒരു ഏരിയ, അതിലുള്ള ഒരു ഏരിയ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് ആണോ, ഡിക്രീസിങ് റിട്ടേൺസ് ആണോ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണോ എന്ന് തീരുമാനിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലുള്ള പ്രത്യേകത, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഐസോകോൺ ഡിക്രീസസ്. അതായത് ഈ ഗ്രാഫിലോട്ട് നോക്കുക, ആദ്യത്തെ പോയിന്റിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയും ഉണ്ട്. മൂന്നാമത്തെ ഐസോകോണ്ടിൽ എത്തിയപ്പോഴേക്കും ഇതിന്റെ ഡിസ്റ്റൻസ് എന്തായി മാറുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ സക്സസീവ് ആയിട്ടുള്ള ഐസോകോണ്ടുകളുടെ ഡിസ്റ്റൻസ് കുറയുകയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിൽ സംഭവിക്കുന്നത്. അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ വെറുതെ പച്ചമലയാളത്തിൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ പ്രൊപ്പോർഷനേറ്റ്ലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണ്. കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ പ്രൊപ്പോർഷനേറ്റ്ലി ഔട്ട്പുട്ട് കിട്ടുന്ന പ്രൊഡക്ഷനിൽ, അതിനാണ് നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ സംഭവിക്കുന്നത്, അഥവാ ഈ ഒരു ഡിസ്റ്റൻസ് കുറയുന്നത്, ഐസോകോണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാൻ കാരണം ആക്ച്വലി അതിലുള്ള എക്സ്പെൻഡിച്ചർ കുറയുന്നത് കൊണ്ടാണ് കേട്ടോ. വൺ ഇസ് സ്പെഷ്യലൈസേഷൻ. അഡ്വാൻറ്റേജ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ബിക്കം മോർ അഡാപ്റ്റ് ആൻഡ് അറ്റ് എ ടാസ്ക്. സ്പെഷ്യലൈസേഷൻ സംഭവിക്കുമ്പോൾ അറ്റ് എ ടൈം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഇൻക്രീസിങ് റിട്ടേൺസിന് ഒരു കാരണമാകും. Then indivisibilities, technical or managerial indivisibilities, inability to divide certain units into smaller units without complete loss of usefulness in production or partial loss in efficiency. Then pecuniary advantages of buying a bulk. Pecuniary നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഫിനാൻഷ്യൽ എന്ന് ചിന്തിക്കണം, അഥവാ എക്കണോമിക്കൽ എന്ന് ചിന്തിക്കണം. പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബെനിഫിറ്റുകളെയാണ് നമ്മൾ പെക്യൂനറി അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുമിച്ച് ഒരുപാട് വാങ്ങുമ്പോൾ നമുക്ക് ഒരു ബൾക്കായിട്ടൊരു സാധനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിന് കാരണമാകാം. അടുത്തതാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഈ ഒരു നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സക്സസീവ് ഐസോകോണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരികയാണ് ചെയ്യുക. സക്സസീവ് ഐസോകോണ്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താകുകയാണ്, കൂടി വരികയാണ്. ഓക്കെ, കൂടി വരികയാണ്. Then the distance between consecutive multiple isocond increases by doubling inputs. അതായത് ഇതിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ, ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുന്ന അത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ പിന്നെ ഒരു 100 യൂണിറ്റ് ഇൻപുട്ട് കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ അതായത് 100 യൂണിറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു, അത് നമ്മൾ 200 യൂണിറ്റ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ അതേ പ്രൊപ്പോർഷനിൽ, അതായത് ഇരട്ടി കിട്ടുമെന്ന് വിചാരിക്കുകയാണ് ഔട്ട്പുട്ട്, പക്ഷെ ഇരട്ടി കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് പ്രൊഡക്ഷൻ എങ്കിൽ അതിനെ നമ്മൾ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. റീസൺസ് ഫോർ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ ഒരു ഡിമിനിഷിങ് റിട്ടേൺസ്, പ്രോബ്ലം വിത്ത് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഒരു പരിധിക്കപ്പുറം ഒരു കമ്പനി വളർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ, മാനേജ്മെന്റിലും ഓർഗനൈസേഷനിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ, അതിനനുസരിച്ച് അത് വലുതാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറും. സോ ആ മാനേജീരിയൽ കാര്യങ്ങളിൽ, ആ മാനേജ്മെന്റിൽ എന്തെങ്കിലും ഒരു ഡിമിനിഷിങ് വന്നു കഴിഞ്ഞാൽ ഈ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ സംഭവിക്കും. ദെൻ എക്സ്ഹോസ്റ്റിബിൾ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് റിസോഴ്സുകൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്യൂവല്, പെട്രോളിയം ഒക്കെ എന്താണ്, എക്സ്ഹോസ്റ്റിബിൾ ആണ്. ഫോസിൽ ഫ്യൂൽസ് എന്താണ്, എക്സ്ഹോസ്റ്റിബിൾ ആണ്. ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിന്യൂവബിൾ അല്ല. സോളാർ എനർജി പോലെയല്ല പെട്രോളിയം പോലത്തെ സാധനങ്ങളിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സിന്, എക്സ്ഹോസ്റ്റിബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്കിൽ അവിടെ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ സംഭവിക്കാം. Then
ഷിർക്കിംഗ് ഇൻക്രീസസ്, ബോട്ടിൽ നെക്സ് അപ്പിയർ. ബോട്ടിൽ നെക്ക്, നമ്മളൊരു ബോട്ടിലിനെ ആലോചിക്കാം. ബോട്ടിലിന്റെ താഴെ ഭാഗം കുറച്ച് തിക്കായിരിക്കും, ബോട്ടിലിന്റെ നെക്ക് കുറച്ച് തിന്നായി മാറും അല്ലെ. അതുപോലെ ഒരു പ്രൊഡക്ഷൻ ഒരു കൺട്രോളിന്റെ അപ്പുറം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് എന്താണ്, പ്രൊഡക്ടിവിറ്റി കുറയും എന്നുള്ള ഒരു അർത്ഥം. ബോട്ടിൽ നെക്കായി മാറുക എന്നുള്ളത്. ഇതൊക്കെ എന്തിന് കാരണമാകും? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് അപ്പിയർ ചെയ്യാൻ കാരണമാകും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻപുട്ട് 100 കൊടുത്ത സ്ഥാനത്ത് 200 കൊടുത്തു, ഇരട്ടി കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ടിൽ ഇരട്ടി തന്നെ കിട്ടി. ഔട്ട്പുട്ടിൽ അതേ പ്രൊപ്പോർഷനേറ്റിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, ഔട്ട്പുട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഐസോകോണ്ടുകൾ തമ്മിൽ, സക്സസീവ് ഐസോകോണ്ടുകൾ തമ്മിൽ ഡിസ്റ്റൻസിൽ മാറ്റം വരുന്നില്ല, അത് പാരലൽ ആയിട്ട് മാറ്റം വരാതെ തന്നെ പോകുകയാണെങ്കിൽ അതിനെ നമുക്ക് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. അലോങ് എനി ഐസോ ലൈൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ successive isocont is constant. Doubling the factor inputs achieve double the level of initial output. നേരത്തെ പറഞ്ഞ അതേ സാധനം. ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടുക, ഡബിൾ ആയിട്ട് ഇൻപുട്ട് കൊടുത്താൽ ഡബിൾ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിൽ പിന്നെ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ്. കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്. Q = AL raised to alpha k raised to beta. A = efficiency parameter, L labor, alpha ഈ ഒരു ലേബറിന്റെ ഷെയർ ആണ് കേട്ടോ, ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ഓർ ദ ഷെയർ. K = capital, beta = output elasticity of capital or the share of capital. So Cope Douglas production function equation Q = AL alpha, AL raised to alpha, K raised to beta. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റുകളിലൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് പറയാം. There are constant returns to scale or linear homogeneous production function. അപ്പൊ ഇതിന്റെ returns to scale കോൺസ്റ്റന്റ് ആണ്. That means it is constant returns to scale ആണ്, homogeneous production function ആണ്. അതായത് നമ്മൾ ഐസോകോണ്ടുകൾ വരച്ചു കഴിഞ്ഞാൽ സക്സസീവ് ഐസോകോണ്ടുകൾ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ = 1. ആൽഫ ആൻഡ് ബീറ്റ റെപ്രസെന്റ് ദ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഷെയർസ് ഓഫ് ഔട്ട്പുട്ട് റെസ്പെക്റ്റീവ്ലി. ആൽഫ ആൻഡ് ബീറ്റ ആർ ഓൾസോ ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്. അത് ഷെയറും ആണ് ഇലാസ്റ്റിസിറ്റീസും ആണ്. ഒന്ന് 0 ആണെങ്കിൽ, ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ മറ്റേ ഇൻപുട്ടും 0 ആയിരിക്കും കേട്ടോ. ഇവിടെ രണ്ടും ഒരു നമ്പർ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ദ എക്സ്പാൻഷൻ പാത്ത് ഇസ് ജനറേറ്റഡ് ബൈ Cope Douglas production function is linear. എക്സ്പാൻഷൻ പാത്ത് എന്തായിരിക്കും? അത് ലീനിയർ ആയിരിക്കും. ആൻഡ് പാസസ് ത്രൂ ഒറിജിൻ ഓൾസോ. അത്തരത്തിലുള്ള കുറച്ച് ഇതാണ്. ദ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ലേബർ ഇൻപുട്ട്. ദ റേഷ്യോ ആൽഫ ബൈ ബീറ്റ മെഷേഴ്സ് ഫാക്ടർ ഇന്റൻസിറ്റി. ഫാക്ടർ ഇന്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഷെയർ ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ഷെയർ ഓഫ് ക്യാപിറ്റൽ, ആൽഫ ബൈ ബീറ്റ. ദ മോർ ലേബർ ഇന്റൻസീവ് ഈസ് ദ ടെക്നിക്ക്, ദ ഹയർ ദിസ് റേഷ്യോ. അതായത് ആൽഫ ബൈ ബീറ്റ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ആൽഫ ബൈ ബീറ്റ ഫാക്ടർ ഇന്റൻസിറ്റിക്ക് നമ്മൾ ആൽഫ ബൈ ബീറ്റ എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ വിചാരിക്കുക. ഈ ഒരു റേഷ്യോ കൂടുതലാണ് എന്നുള്ളതിന്റെ അർത്ഥം ആൽഫ കൂടുതലാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ഷനിൽ ആൽഫ കൂടുതൽ മീൻസ് ഷെയർ ഓഫ് ലേബർ കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഈ ഒരു റേഷ്യോ കുറവാണെങ്കിൽ, നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം, ബീറ്റ കൂടുതലാണ്. കാരണം ജസ്റ്റ് നിങ്ങൾ മാത്തമാറ്റിക്കലി ആലോചിച്ചാൽ മതി, ന്യൂമറേറ്ററിൽ വലിയ സംഖ്യയും ഡിനോമിനേറ്ററിൽ ചെറിയ സംഖ്യയും വരുമ്പോഴാണല്ലോ റേഷ്യോ കുറയുക അല്ലെ. അപ്പോൾ ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഈ ബീറ്റ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ്. ആ രൂപത്തിൽ ഓർത്ത് വെച്ചാൽ ഇത് മാറിപ്പോവില്ല. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രകാരം ഇതിൽ ഏതാണ് കറക്റ്റ്? It is a long period production function. It is a short period production function. It is based on increasing returns to scale. Output elasticities with respect to factors are constant. Select the correct option. Ada already എഴുതിയിട്ടുണ്ട് അല്ലേ. Answer is B. A and D ആണ് ആൻസർ.
ഇറ്റ് ഈസ് എ ലോങ് പീരിയഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോങ് പീരിയഡ് ആണ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റന്റ്. ദെൻ ടെക്നിക്കൽ പ്രോഗ്രസ് എന്താണെന്നുള്ളത്. ടെക്നിക്കൽ പ്രോഗ്രസ്, നമുക്ക് ഒരു പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിവ്, ആസ് നോളജ് ഓഫ് ന്യൂ ആൻഡ് മോർ എഫിഷ്യന്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ബിക്കംസ് അവൈലബിൾ, ടെക്നോളജി ചേഞ്ചസ്. നമുക്കൊരു പ്രൊഡക്ഷനിൽ കൂടുതൽ നല്ല മെത്തേഡ്സും എഫിഷ്യന്റ് ആയ മെത്തേഡ്സും അറിയുകയാണെങ്കിൽ ടെക്നോളജി തീർച്ചയായിട്ടും മാറും. ന്യൂ ഇന്നോവേഷൻ മേ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ഓൾ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. പുതിയ കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷൻസും എന്തിനു കാരണമാകും? മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനിൽ എഫിഷ്യൻസി ഉണ്ടാവാനും മാറ്റങ്ങൾ ഉണ്ടാവാനും കാരണമാകും. ഗ്രാഫിക്കലി ദ എഫക്ട് ഓഫ് ഇന്നോവേഷൻ ഈസ് ഷോൺ വിത്ത് ദ അപ്വാർഡ് ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ. ടെക്നിക്കൽ പ്രോഗ്രസ് അപ്വാർഡ് ഷിഫ്റ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓർ ഡൗൺവാർഡ് ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ഐസോകോൺ. പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഒന്നുകിൽ അപ്വാർഡ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐസോകോണ്ട് എന്ത് ചെയ്യാം, ഡൗൺവാർഡ് ഷിഫ്റ്റ് ചെയ്യാം. ഇതിനെ രണ്ടിനെയും നമുക്ക് ടെക്നിക്കൽ പ്രോഗ്രസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. This shift shows the same output can be produced by less factor inputs or more output can be obtained with the same input. ഒരേ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാറാതെ കുറച്ച് ഇൻപുട്ട് കൊടുക്കുക. രണ്ടും ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും, കോസ്റ്റ് കുറയാണല്ലോ രണ്ടിലും. കോസ്റ്റ് കുറയാണ്, പ്രോഫിറ്റ് കൂടാണ്. ഒന്നുകിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഇൻപുട്ടിൽ മാറ്റം വരുത്താതെ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നു, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് കൂടുന്നു. അതല്ലെങ്കിൽ ഔട്ട്പുട്ട് അതേ ഔട്ട്പുട്ട് തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല, പക്ഷെ ഇൻപുട്ടിൽ നമ്മൾ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടിയ ഔട്ട്പുട്ട് അവിടെ കിട്ടി, ആവശ്യമുള്ള ഔട്ട്പുട്ട് അവിടെ കിട്ടി. ദാറ്റ് മീൻസ് കോസ്റ്റ് കുറയുന്നു. രണ്ടായാലും എന്താണ് സംഭവിക്കുന്നത്? പ്രോഫിറ്റ് കൂടുന്നുണ്ട്. സോ അതെന്ത് കാരണമായിരിക്കാം? ടെക്നിക്കൽ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ പ്രോഗ്രസ്സുകൾ ഹിഗ്സ് ക്ലാസിഫൈ ചെയ്തത് ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ട്, ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ആ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ടെക്നിക്കൽ പ്രോഗ്രസ് ഇൻക്രീസസ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ മോർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. K/L ratio is constant, but MRTS increases. MRTS ലേബർ ടു ക്യാപിറ്റൽ അഥവാ MPhil by MPK എന്താകാണ്? ഇൻക്രീസ് ചെയ്യാണ്. എവിടെ? ക്യാപിറ്റൽ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണെങ്കിൽ. ലേബർ ഡീപ്പനിങ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണെങ്കിലോ MRTS K/L ratio കോൺസ്റ്റന്റ് ആണ്, ബട്ട് MRTS ഇൻക്രീസ് ആണ്. MRTS increases in absolute level and decreases if the minus sign taken into account. നമ്മൾ നെഗറ്റീവ് സംഖ്യ എടുക്കുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ അത് ഡിക്രീസസ് ആയി മാറും. ദെൻ ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്. ന്യൂട്രൽ ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ MRTS റിമൈനിങ് കോൺസ്റ്റന്റ് ആണ്. ദെൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എക്കണോമീസ് ഓഫ് സ്കെയിലും എക്കണോമീസ് ഓഫ് സ്കോപ്പും പലർക്കും എന്തായി പോകാറുണ്ടെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആയി പോകാറുണ്ട്. ദി എക്കണോമീസ് ഓഫ് സ്കെയിൽ മീൻസ് ദി എക്കണോമീസ് or advantages associated with an increase in the scale of production are the economies of scale. At a time നമ്മൾ ഒരുപാട് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് ഇന്റേണൽ ഓർ റിയൽ എക്കണോമീസ് ആവാം, എക്സ്റ്റേണൽ ഓർ പെക്യൂണറി എക്കണോമീസ് ആവാം. ഇന്റേണൽ ഓർ റിയൽ എക്കണോമീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അറൈസസ് ഫ്രം ദ എക്സ്പാൻഷൻ ഓഫ് ദ പ്ലാന്റ് സൈസ് ഓഫ് ദ ഫേം. ഒന്നുകിൽ ഫാക്ടറിന്റെ വലുപ്പം കൂട്ടാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫാക്ടറി ആണെങ്കിൽ അതിന്റെ ഫാക്ടറിന്റെ വലുപ്പം കൂട്ടാം, അതായത് ഫേം എക്സ്പാൻഡ് ചെയ്യാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷനിലും ടെക്നോളജി, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ സ്പെഷ്യലൈസേഷൻ എല്ലാത്തിലും എന്ത് വരും? ഇംപ്രൂവ്മെന്റുകൾ വരും. അത്തരത്തിലുള്ള നമ്മൾ ഇന്റേണൽ എക്കണോമിക്സ്. ഇനി എന്താണ് എക്സ്റ്റേണൽ ഓർ പെക്യൂണറി എക്കണോമിക്സ്? External economies accrue to the expanding from the advantages arising outside the firm. ഫേമിന്റെ ഉള്ളിലുള്ള അല്ലാത്ത പല കാരണങ്ങളാൽ, അതായത് പുറത്തുള്ള കാരണങ്ങളാൽ നമുക്ക് പ്രൊഡക്ഷനിൽ ഇൻക്രീസ് വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഓർ പെക്യൂണറി എക്കണോമീസ്. ഫ്രം ദ അഡ്വാൻറ്റേജസ് അറൈസിങ് ഔട്ട്സൈഡ് ദ ഫേം, എക്സ്റ്റേണൽ എക്കണോമീസ് ഫോളോ ടു ദ ലാർജ് സൈസ് ഫേംസ് ഇൻ ദ ഫോം ഓഫ് ഡിസ്കൗണ്ട്സ് ആൻഡ് കൺസെഷൻസ്. അപ്പോ അത് എന്തൊക്കെയായിരിക്കാം? ഒന്നുകിൽ ബൾക്ക് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ പുറത്തുനിന്നാണ് എടുക്കുന്നത്. പുറത്തുനിന്ന് എടുക്കുന്ന റോ മെറ്റീരിയൽ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് എക്സ്റ്റേണൽ എക്കണോമീസ് ആണെന്ന് പറയാം. അത് കാരണം നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നു.
ലാർജ് സ്കെയിൽ പർച്ചേസ് ഓഫ് എക്സ്റ്റേണൽ ഫിനാൻസ്, മാസീവ് അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ. അഡ്വർടൈസ്മെന്റ് എന്താണ്? പുറത്തേക്ക് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പം നമ്മൾ വളരെ നന്നായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ അഡ്വർടൈസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാകും? അതിൽ നിന്ന് നല്ല ഒരു എന്താ പറയാ, നല്ലോണം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഡിമാൻഡ് കൂടുമ്പോൾ അഡ്വർടൈസ്മെന്റുകൾ കാരണം നല്ല ഡിമാൻഡ് കൂടുന്നു, നമ്മൾ നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലോട്ട് പോകുന്നു. ദെൻ ലാർജ് സ്കെയിൽ ഹയറിംഗ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് വെയർ ഹൗസസ്. Then diseconomies of scale. It result in rising long run average costs which are experienced when a firm expands beyond its optimum scale. ഒരു പരിധിക്കപ്പുറം ഒരു ഫേം വലുതായി കഴിഞ്ഞാൽ അവർക്ക് ലാഭമുള്ളതിനേക്കാൾ ഒരു പക്ഷെ അത് നഷ്ടത്തിന് കാരണമാവും. അതിനെയാണ് ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ റീസൺസ് ബ്യൂറോക്രസി, which results in excessive administration. ബ്യൂറോക്രസി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതൊരു കാരണമാകാം. അതേപോലെ പുവർ മോട്ടിവേഷൻ, അതായത് പിന്നെ ഒരുപാട് ആളുകളുള്ള ഒരു കമ്പനി പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വർക്കേഴ്സിന് ഇല്ല എങ്കിൽ അവർ പതിയെ അവരുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയും. അതേപോലെ മാനേജേഴ്സ്, ഇപ്പൊ ഒരു കമ്പനിയിൽ മാനേജേഴ്സ്, നമ്മൾ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടികളാണല്ലോ, മാനേജേഴ്സ് വേണ്ട രീതിയിൽ മാനേജിങ് നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് മാനേജേഴ്സിന് ഒരുപാട് ഓവർലോഡ് വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഡിസിഷൻസ് എടുക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും കണ്ടുപിടിച്ച് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനി തകർച്ചയുടെ വക്കിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായി മാറും? റീസൺസ് ഫോർ ഡിസെക്കണോമീസ് ഓഫ് സ്കെയിൽ ആയി മാറും. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ ആകെ മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടൈപ്പ് എന്താന്ന് വെച്ചാല്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഔട്ട്വേർഡ് ഷിഫ്റ്റ് എന്തിനെ കാണിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഫേമിന്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ആ ഒരു കാര്യം മാത്രമേ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രൂപത്തിൽ വരാറുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ടേയും കൂടി പോകാം. പ്രൊഡക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ആക്ട് ഓഫ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി, ഏർണിംഗ് പ്രോഫിറ്റ്, ഡിസ്ട്രോയിങ് യൂട്ടിലിറ്റി, പ്രൊവൈഡിങ് സർവീസ്. ആൻസർ ഈസ് എ, ക്രിയേറ്റിംഗ് യൂട്ടിലിറ്റി. ഇൻ ദ ലോങ് റൺ, all factors can be used in different proportion. Management can be reorganized. A firm can experience returns to scale. All of these. Answer is D, all of these. Long run എല്ലാ ഫാക്ടേഴ്സും ഡിഫറെന്റ് പ്രൊപ്പോർഷൻ, കാരണം കോൺസ്റ്റന്റ് അല്ലല്ലോ, വേരിയബിൾ ആണ്. അപ്പൊ ഡിഫറെന്റ് പ്രൊപ്പോർഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാനേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഓർഗനൈസ് ചെയ്യാനും മാറ്റാനൊക്കെ പറ്റും. അതേപോലെ ലോങ് റണ്ണിൽ റിട്ടേൺസ് ടു സ്കെയിൽ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ ഓൾ ഓഫ് ദിസ്. നെക്സ്റ്റ്, ഇമേജിൻ എ ഗ്രാഫ് ഷോയിങ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. വാട്ട് ഡസ് ആൻ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻഡിക്കേറ്റ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് ഔട്ട്വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഇസ് എക്കണോമിക് ഗ്രോത്ത്. ആൻസർ സി. ദ എക്സ്പാൻഷൻ പാത്ത് ഓഫ് പ്രൊഡക്ഷൻ തിയറി അനലോഗസ് ഇൻ കൺസംഷൻ തിയറി. നമ്മൾ ഓൾറെഡി പിന്നെ കൺസ്യൂമർ ബിഹേവിയർ പറയുന്ന സമയത്ത് അതിലുള്ളതും ഇതിലുള്ളതും ഗ്രാഫുകളെ ഇങ്ങനെ നമ്മൾ കറസ്പോണ്ടിങ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഓൾറെഡി ക്ലാസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ എക്സ്പാൻഷൻ പാത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് പ്രൊഡക്ഷൻ തിയറിയിൽ. അത് കൺസംഷൻ തിയറിയിൽ എന്തിനോട് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഇൻകം കൺസംഷൻ ലൈൻ ആണ് കേട്ടോ. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഓർത്ത് വെക്കുക. ദെൻ കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ദ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ടു ഇൻപുട്ട് ഈസ് യൂണിറ്റി. നമ്മൾ പറഞ്ഞു ആൽഫ ആൻഡ് ബീറ്റ എന്താകാണ്, അതിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിറ്റി ആണ്, ഈക്വൽ ടു 1 ആണ്. നെക്സ്റ്റ് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. എഫിഷ്യൻസി പാരാമീറ്റർ അല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇസ് നോട്ട് അബൌട്ട് എഫിഷ്യൻസി പാരാമീറ്റർ. എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ഈസ് മെഷേർഡ് ബൈ. Answer is C, alpha into beta. Written in this form of constant elasticity of substitution, production function exhibits constant returns to scale. അതായത് കോബ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു എന്താണ്, യൂണിറ്റി ആണെന്ന് പറഞ്ഞു. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും.
അപ്പൊ ഈ ഒരു കേസിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. നമ്മൾ ഓൾറെഡി അതിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് അല്ല. എ റൈറ്റ് ആംഗിൾഡ് ഐസോകോണ്ട് മാപ്പ് റെപ്രസെന്റ് എ ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, നൺ ഓഫ് ദ അബവ്. ആൻസർ ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി ആ ഗ്രാഫ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. റൈറ്റ് ആംഗിൾഡ് ആയിട്ട് ഐസോകോണ്ട് കിട്ടുന്ന കേസ് ആണെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആയിരിക്കണം. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ഫിക്സഡ് ഇൻപുട്ടും ഫിക്സഡ്, അതായത് ഒരു ഇൻപുട്ടിന് ഒരു ക്യാപിറ്റലിന് 2 ലേബർ എന്നുള്ളതാണ് കണക്ക് എങ്കിൽ അത് ആ പ്രൊപ്പോർഷനിൽ തന്നെ എപ്പോഴും പോകണം. Then at the point of producer equilibrium, the isocon already answered വന്നു, എല്ലാം കറക്റ്റ് ആണ്. The isocon is tangent to the isocost. The MRTS LK equal to PL by PK. MPL by PL equal to marginal product of capital by price of capital. An economic region of production consists of. Economic region എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? The negatively sloped portion of all isocons. Then if for the constant elasticity substitution production function, the value of the substitution parameter is -1, the elasticity of substitution will be. Substitution parameter -1 ആണെങ്കിൽ എന്തായിരിക്കും? അതിൽ നിന്ന് നമുക്ക് എന്താണ് കാണാൻ പറ്റുക? Elasticity of substitution will be ഇൻഫിനിറ്റ്. അതിനൊരു റിലേഷൻ ഉണ്ട്. നമുക്ക് ടൈം ഒരുപാട് വൈകിയത് കൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തരുന്നു. ഇത് ഏത് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് കാണിക്കുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ജസ്റ്റ് ഈ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ നോക്കിയാൽ മതി കേട്ടോ. എല്ലിന്റെ മുകളിലുള്ളത് ആൽഫ, കെന്റെ മുകളിലുള്ളത് ബീറ്റ. 0.7 പ്ലസ് 0.5 എന്ന് പറയുമ്പോൾ 1.2 ആവും. എന്ന് വെച്ചാൽ 1നേക്കാൾ കൂടുതലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ആൽഫ 0.5ഉം ബീറ്റ 0.5ഉം ആയിരുന്നെങ്കിൽ 0.5 പ്ലസ് 0.5 ഈക്വൽ ടു 1 എന്ന് വരുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ 0.3ഉം 0.7ഉം ആണെങ്കിൽ 1 എന്ന് വരുമായിരുന്നു. അപ്പൊ അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയി മാറും. നേരെ മറിച്ച് ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ലെസ് ദാൻ 1 ആണ് കിട്ടുന്നത് എങ്കിൽ അത് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആയി മാറും. Exponent of covered glass production represents output elasticity of factors, share of factor income in total income. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ആൽഫയും ബീറ്റയും ആണല്ലോ അതിലുള്ള എക്സ്പോണൻസ് എന്ന് പറയുമ്പോൾ. എല്ലിന്റെ മുകളിൽ ആൽഫ, ക്യാപിറ്റലിന്റെ കെന്റെ മുകളിൽ ബീറ്റ, അതാണ് എക്സ്പോണൻസ്. ആ എക്സ്പോണൻസ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഓൾസോ ഷെയർ ഓഫ് ഫാക്ടേഴ്സ്. The technical progress is said to be Hicks capital intensive if at constant capital labor ratio MRTS LK. ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ് നമ്മൾ എപ്പോഴാണ് പറയാറുള്ളത്? നമ്മൾ ക്യാപിറ്റൽ ഇന്റൻസീവ്, അതേപോലെ ടെക്നിക്കൽ പ്രോഗ്രസിന്റെ കേസിൽ ക്യാപിറ്റൽ ഇന്റൻസീവും ലേബർ ഇന്റൻസീവും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് എവിടെയാണ് പറയാറുള്ളത്? MRTS LK ഡിക്രീസ് ചെയ്യുന്ന പാർട്ടിൽ. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. Lowering of cost that a firm often experiences when it produces 2 or more products together, then each alone is known as. Question ശ്രദ്ധിച്ചു വായിക്കണേ. ഒരു ഫേം at a time more products together ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് അവരുടെ കോസ്റ്റ് കുറഞ്ഞു. ദാറ്റ് മീൻസ് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി. ഇതിന് പറയുന്ന പേരെന്താണ്? ആക്ച്വലി ഇതിന് പറയുന്ന പേരാണ് എക്കണോമിക്സ് ഓഫ് സ്കോപ്പ്. സോ എക്കണോമിക്സ് ഓഫ് സ്കോപ്പ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. refers to the cost advantages that a firm can achieve when it produces multiple products together. ഒരു ഫേം ഒന്നിലധികം പ്രൊഡക്റ്റ്, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഒരുമിച്ച് ഉണ്ടാക്കുകയും അത് കാരണമായിട്ട് അവർക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്കണോമിക്സ് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അറ്റ് എ ടൈം ഒന്നിലധികം പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ? പ്രൊഡക്റ്റിന്റെ എണ്ണം അല്ല കേട്ടോ, പ്രൊഡക്റ്റിന്റെ വെറൈറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റിന്റെ വെറൈറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫസ്റ്റ് കാണുന്ന പിക്ചറിൽ നെസ്ലെ കമ്പനീന്റെ പ്രൊഡക്റ്റ് ആണ് കാണുന്നത്. നെസ്ലെ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മാഗി, കിറ്റ്കാറ്റ്, പിന്നെ മിൽക്ക് മെയ്ഡ്, അതേപോലെ മഞ്ച്,
പിന്നെ ഇപ്പൊ എന്തൊക്കെയാ നെസ്കഫെ, ഇതൊക്കെ നെസ്ലെ കമ്പനീന്റെ ആണ് അല്ലെ. അപ്പോ നെസ്ലെ കമ്പനി അറ്റ് എ ടൈം ഒരുപാട് പ്രൊഡക്ട്സ് ഒരുമിച്ച് ഉണ്ടാക്കുന്നു. അവര് ലോകത്തെ രാജാക്കന്മാരായി വാഴുന്നു അല്ലെ, മാർക്കറ്റിലെ രാജാക്കന്മാരായി അവർ വാഴുന്നുണ്ട്. വൈ? ഈ ഒരു പ്രൊഡക്ട്സിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി തന്നെയാണ് അവരുടെ വിജയം എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്തരത്തിലൊരു ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ടെക്നോളജി, ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള റിസോഴ്സും ടെക്നോളജിയും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അഡ്വർടൈസ്മെന്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും അല്ലെ, അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. സോ അവിടെ എന്തുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, കോസ്റ്റ് കുറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ പിക്ചർ നോക്കുക. ആപ്പിൾ കമ്പനി ഇറക്കുന്ന ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ്. ആപ്പിൾ വാച്ച് ഉണ്ട്, അതുപോലെ ആപ്പിൾ ഐഫോൺ ഉണ്ട്, മാക്ബുക്ക് ലാപ്ടോപ്പ് ഉണ്ട്, റൈറ്റ്. അപ്പം ഡിഫറെന്റ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് ആണ്. അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് വെറൈറ്റീസ്, ഒരേ ഫേം ഡിഫറെന്റ് പ്രൊഡക്റ്റ് വെറൈറ്റീസ് ഉണ്ടാക്കി അവര് വിൽക്കുകയാണെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ബെനിഫിറ്റ്സിനെ നമ്മൾ പറയുന്നതാണ് എക്കണോമിക്സ് ഓഫ് സ്കോപ്പ്. എക്കണോമിക്സ് ഓഫ് സ്കോപ്പും എക്കണോമിക്സ് ഓഫ് സ്കെയിലും തമ്മിൽ മാറിപ്പോവാതിരിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. Dash arises when the firm can produce any combination of the two outputs more cheaply than could two independent firms that each produced a single output. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വാക്ക് മാറ്റി ചോദിച്ചു എന്നുള്ളൂ. ഇതും ആൻസർ എന്താണ്? എക്കണോമിക്സ് ഓഫ് സ്കോപ്പ് തന്നെയാണ്. ഓക്കെ, ഐ തിങ്ക് ലെറ്റ്സ് വൈൻഡ് അപ്പ്. ആക്ച്വലി ഈ ഒരു പാർട്ട് കഴിയണമെങ്കിൽ ശരിക്കും കോസ്റ്റ് കൺസെപ്റ്റ് കഴിയണം. പക്ഷെ ഈ ഒരു ഇത് ഓൾമോസ്റ്റ് കൺസ്യൂമർ ബിഹേവിയറും പ്രൊഡക്ഷൻ ഫംഗ്ഷനും നമ്മളൊരു മാരത്തോൺ പോലെ അങ്ങ് ഓടിയിട്ടുണ്ട്. എനിവേ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ശരിക്കും നമുക്ക് കോസ്റ്റ് കൺസെപ്റ്റിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ, 4 തരം മാർക്കറ്റ് സ്ട്രക്ചറുകളെയും കൂടി പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യണം ശരിക്കും. എനിവേ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ഐ ഹോപ്പ് ദിസ് സെഷൻ is beneficial to you. Anyway, greetings from Aifer Education and also bye for now. Thank you.